everybody. Good evening. Good evening, everybody. Welcome back to Physics Wala. Jenny, hello. Polly, hello. Shweta. Suresh ne vaishitla. It's Shweta. Oman. Good evening. Good evening, everybody. Okay. So, ellarum നേരത്തെ തന്നെ ready ആയിട്ട് full set ആയിട്ട് വന്ന് നിൽക്കുകയാണ്. നമ്മൾ സുവോളജിയിലെ 100 most important questions ആണ് ഇന്നത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി എത്ര ദിവസമുണ്ട് നിങ്ങളുടെ എക്സാമിന്? ജൂൺ 21 അല്ലെ? ഇന്ന് ജൂൺ 4. ഓൾമോസ്റ്റ് ഒരു 3 വീക്സ് ഇല്ല, കംപ്ലീറ്റ്ലി 3 വീക്സ് ഇല്ല. ഒരു 17-18 ദിവസം മാത്രമാണ് നമ്മുടെ മുൻപിൽ ബാക്കിയുള്ളത്. ഹൗ ഇസ് യുവർ പ്രിപ്പറേഷൻ ഗോയിങ് ഓൺ? എങ്ങനെ പോകുന്നു നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ? ഓക്കെ, കൃഷ്ണ എന്നാണല്ലേ പേര്? ഫൈൻ, ഓക്കെ, കൃഷ്ണ എന്ന് വിളിക്കാം കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഒട്ടും സമയം കളയുന്നില്ല. നമ്മൾ 100 മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സുവോളജി ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മൾ PYQസും NCERT-യുടെ NCERT അല്ല, NTA-യുടെ സൈറ്റിലുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻസ്, NTA കുറച്ച് മോക്ക് ടെസ്റ്റുകളും സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസും അതേപോലെ കംപ്ലീറ്റ് ലിസ്റ്റിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ്, ചിലപ്പോൾ കോൺസെപ്റ്റ് ആയിരിക്കാം, ഇമ്പോർട്ടന്റ് എന്ന് ഫീൽ ചെയ്ത 100 മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ട്ടോ. ഓക്കെ, അപ്പൊ മേക്ക് ഷുവർ സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ നിങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട് എന്നത് എൻഷുർ ചെയ്യുക. ഓക്കെ, ആരതി മിസ്സസ് ഫൈൻ. ഓക്കെ, മിസ് ഓക്കെ ആണ് കേട്ടോ. ഓക്കെ, ഇറ്റ്സ് നോട്ട് പ്രോബ്ലം ഒന്നുമില്ല. മിസ് ത്രോട്ടിനുള്ള ചെറിയ ഇഷ്യൂ ആണ്. ഷീ ഈസ് ഓൾ റൈറ്റ്. ഓക്കെ ഓക്കെ, സോ റെഡി ആണോ? നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറയാട്ടോ. അതായത് ഇനിയിപ്പോ ഏതെങ്കിലും പെർട്ടിക്കുലർ ടോപ്പിക്സോ എന്തെങ്കിലും ടഫായിട്ട് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കാര്യങ്ങളോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാം. ഗുഡ് ഈവനിങ് മീനാക്ഷി. അപ്പം നമ്മളുടെ സുവോളജി അല്ല, ബോട്ടണി ആണെങ്കിലും ബയോളജിയിൽ ഏത് ടോപ്പിക്സിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം, അത് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും അത് പ്രൊവൈഡ് ചെയ്തു തരും. നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. എങ്ങനെയാണ് നിങ്ങൾ മോക്ക് ടെസ്റ്റും അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പറും അറ്റൻഡ് ചെയ്യേണ്ടത് എന്നൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആക്ച്വലി നാളെയോ മിക്കവാറും നാളെ തന്നെ നമ്മളുടെ ചാനൽ അപ്ലോഡ് ആകും. അത് നിങ്ങൾ നിർബന്ധമായിട്ടും കാണുക കേട്ടോ. മസ്റ്റ് ആയിട്ട് കണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ആ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ സമയം കളയുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻസ്, സ്ട്രെസ്, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നീറ്റ് റിലേറ്റഡ് ആയിട്ട് എന്ത് കൺസേൺസ് ഉണ്ടെങ്കിലും യു ക്യാൻ ഡ്രോപ്പ് കമന്റ്സ്. ഓക്കെ, ഞാൻ എൻഷുർ ചെയ്യട്ടെ ഓഡിയോ വീഡിയോ ചാറ്റ് കമന്റ് സ്ക്രീൻ കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ? ഓഡിയോ വീഡിയോ സ്ക്രീൻ എല്ലാം ഓക്കെ അല്ലേ? അപ്പൊ എല്ലാം ഓക്കെ ആണെങ്കിൽ, എല്ലാം സെറ്റ് ആണെങ്കിൽ വി വിൽ ബി മൂവിങ് ഓൺ ടു ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. റെഡി ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മളുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, in case of poriferans, the spongiocele is lined with a flagellated cells called. Okay, അപ്പൊ പോറിഫെറൻസിന്റെ കേസിൽ ഫ്ലജലേറ്റഡ് സെൽസ് വെച്ചിട്ട് അവിടെ സ്പോഞ്ചോസീൽ എന്ത് ചെയ്തിട്ടുണ്ട്? ലൈൻ ചെയ്തിട്ടുണ്ട്. ആ സെൽസ് നമ്മൾ എന്ത് പറയുന്നു? ഓസ്റ്റിയ, ഓസ്ക്യുല, ക്വാനോസൈറ്റ്സ്, മീസെൻകൈമൽ സെൽസ്. ഓക്കെ, ഓൾ ക്ലിയർ, എല്ലാം ഓക്കെ ആണ്. അപ്പൊ ഇനി പഠിക്കുമ്പോഴാണെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, പെട്ടെന്ന് ആൻസേഴ്സ് വന്നു. ഞാൻ അഗൈൻ നിങ്ങളുടെ അടുത്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, സ്പീഡിൽ ആൻസർ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് 3 മണിക്കൂർ ലൈവ് ആയിരിക്കും. 100ഓളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ മുൻപിലുള്ളത്. സോ നിങ്ങളുടെ സ്പീഡ്, ആക്യുറസി, ടൈം മാനേജ്മെന്റ്, ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ആ ഒരു സ്ട്രെസ്, പ്രഷർ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഓക്കെ ആക്കേണ്ടത്. എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ കണ്ട് ക്വസ്റ്റ്യൻ കണ്ട് മടുത്ത് അത് വെച്ചാൽ ഒരു ടെൻഷൻ, ഒരു ഫീലിംഗ്, പ്രത്യേകിച്ച് ഒരു വികാരവും ഇല്ലാത്ത രീതിയിലായിട്ട് നിങ്ങൾ മാറണം. ഇത്രയും അധികം ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ എക്സാം ഹോൾ ആ ക്വസ്റ്റ്യൻസ് വരുമ്പോഴും ആ ഒരു ടെൻഷൻ ഒന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പാടില്ല. നമ്മൾ അത്രമാത്രം ക്വസ്റ്റ്യൻസ് ആണ് ആക്ച്വലി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇനി ഞാൻ എക്സ്ട്രാ ഒരു കാര്യങ്ങളും പറയുന്നുണ്ടാവില്ല. ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും ഡിസ്കസ് ചെയ്യാവുന്നത്. സിംഗിൾ, ഡബിൾ, നോൺ മെംബ്രേനിയസ് സെൽ ഓർഗനൽസ് ലാസ്റ്റ് ഒന്ന് പറയണേ. ഓക്കെ, സിംഗിൾ, ഡബിൾ, നോൺ മെംബ്രേനിയസ് സെൽ ഓർഗനൽസ് ലാസ്റ്റ് ഒന്ന് പറയണേ. ഓക്കെ ശ്വേത? യെസ്, ഓക്കെ പറയാം. ഓക്കെ, അപ്പം എന്താണ് ഞാൻ ഒന്നും കൂടെ ഓർത്ത് വെക്കട്ടെ. സിംഗിൾ, ഡബിൾ, നോൺ മെംബ്രേനിയസ് സെൽ മെംബ്രെയിൻസ് പറയാട്ടോ. ഓക്കെ, ശ്വേത ലാസ്റ്റ് എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. ഫൈൻ, ഓക്കെ. യെസ്, ഓക്കെ. അപ്പൊ ഓസ്റ്റിയ, ഓസ്ക്യുലം, ക്വാനോസൈറ്റ്സ്, നമ്മൾ ക്വാനോസൈറ്റ്സ് എന്നാണല്ലേ പറയാ. അപ്പൊ ഓസ്റ്റിയ എന്ന് പറയുന്നതും ഓസ്ക്യുലം എന്ന് പറയുന്നതൊക്കെ വാട്ടർ എൻട്രി ചെയ്യാനുള്ള ഓപ്പണിങ്സും കാര്യങ്ങളൊക്കെയാണ്. മീസെൻകൈമൽ സെൽസും ഇതല്ല. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which among
these is correct combination of aquatic mammals. Mammals ആണ് ചോദിച്ചിരിക്കുന്നത്, അതും aquatic mammals. Seals, dolphins, sharks. Dolphin, seal, trigon, whales, dolphin, seal, trigon, whale, seal. Okay. അടുത്ത question. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് അറ്റൻഡ് ചെയ്യൂ. അതായത് aquatic mammals, ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഫുള്ളി aquatic mammals ഏതാണ്? വേഗം അറ്റൻഡ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ പെട്ടെന്ന് ക്യൂക്ക് ആയിട്ട് ആൻസർ ചെയ്യണം. ക്യൂക്ക് ആൻസറിങ് ആയിരിക്കണം. എന്തത് വായിക്കുക? നീ എന്നല്ലേ വായിക്കുക? മീനാക്ഷി, മുഹമ്മദ്, ശ്വേത, അമ്പിളി, കൃഷ്ണ, നക്ഷത്ര. അഗെയിൻ സി ആണോ ആൻസർ? whales, dolphins and seals correct ആണ്. ഇവിടെ trigon, shark, trigon. Okay, wrong answers വരുന്നുണ്ട്. So the right answer for this question is option C. Fine. Okay. അപ്പൊ അടുത്ത ചോദ്യം പെട്ടെന്ന് തന്നെ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് റഷ് ചെയ്യാണ്. ബിക്കോസ് നമുക്ക് നമ്മുടെ സ്പീഡ്, ടൈം മാനേജ്മെന്റ്, ആക്യുറസി എല്ലാം പ്രോപ്പർ ആക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് is the order of horse കുതിരയുടെ ഓർഡർ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്? ഇക്വിഡേ, പെരിസോഡാക്ടൈല, കെബാലസ്, ഫെറസ്. കുതിരയുടെ ഓർഡർ ലിവിംഗ് വേൾഡിന്റെ ഒരു എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ആൻസർ വന്നു തുടങ്ങി. മീനാക്ഷി ആൻസർ പറഞ്ഞിരിക്കുന്നു. ഇനി വേറെ ആൻസേഴ്സ് ഉണ്ടോ? ഓക്കെ, ശ്വേതയും ആൻസർ പറഞ്ഞു. അടുത്തത് കമോൺ. അപ്പൊ നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യാം നമ്മുടെ ലൈവിൽ വരുന്ന ആളുകൾ ലാസ്റ്റ് വരെ ഇവിടെ നിൽക്കുന്നു, ഈ ക്വസ്റ്റ്യൻസ് യൂട്ടിലൈസ് ചെയ്യുന്നു എന്നത് നിങ്ങൾ ഒന്ന് എൻഷുർ ചെയ്യാട്ടോ. യെസ്, ഓക്കെ. ഇനി ആൻസർ ഇല്ല? ഇനി ആൻസർ ഉണ്ടോ? കറക്റ്റ് ആണ്. ഡിയ. ഫെറസോ? നോ, ഫെറസ് അല്ല മുഹമ്മദ്. പെരിസോഡാക്ടൈലയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഫാമിലി ആണെങ്കിൽ ഇക്വിഡി ആണ്, ജീനസ് ആണെങ്കിൽ ഇക്കസ് ആണ്. ഓക്കെ, പക്ഷെ ഇവിടുത്തെ ഓർഡർ വരുന്നത് പെരിസോഡാക്ടൈലയാണ്. അറിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓമാന് കൃഷ്ണയായിരുന്നില്ലേ? മിസ് ഡബിൾ ഫെർട്ടിലൈസേഷൻ പറയാം, സിങ്കമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, an important characteristic that hemichordates share with the chordates. Okay, hemichordate എന്ന് പറയുമ്പോൾ നോൺ കോഡേറ്റ് ആണ്. അത് കോഡേറ്റുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ. ആബ്സെൻസ് ഓഫ് നോട്ടോകോഡ്, വെൻട്രൽ ട്യൂബുലാർ നെർവ് കോഡ്, pharynx with the gill slits, pharynx without gill slits. Okay, നിദാൻ കുഴപ്പമില്ല, നമ്മൾ 2-3 ക്വസ്റ്റ്യനെ ഡിസ്കസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. നോ പ്രോബ്ലം ട്ടോ, ഒരു പ്രശ്നവും ഇല്ല. ഇനിയുള്ള ആൻസേഴ്സ് അറ്റൻഡ് ചെയ്താൽ മതി. ഇതിലെ ഹെമികോഡേറ്റ്സും കോഡേറ്റ്സും തമ്മിൽ ഷെയർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ. യെസ്, ഓൾറെഡി ആൻസേഴ്സ് വന്നു തുടങ്ങി. കറക്റ്റ്. ആബ്സെൻസ് ഓഫ് നോട്ടോകോഡ് നമുക്ക് പറയാൻ പറ്റില്ല, നോട്ടോകോഡ് പ്രസന്റ് ആണ്. കോഡേറ്റ്സിന്റെ വെൻട്രൽ ട്യൂബുലാർ നെർവ് കോഡ്, ഡോർസൽ ട്യൂബുലാർ നെർവ് കോഡ് ആണ്. അപ്പൊ ഇത് രണ്ടും തെറ്റ്. pharynx without gill slits അല്ല, pharynx with gill slits ആണ് അല്ലെ. So the right answer is option C, pharynx with the gill slits. Okay, correct ആണ് ട്ടോ. Okay, അപ്പൊ അടുത്ത ചോദ്യം, which of the following is not polymeric? പോളിമർ അല്ലാത്തത് ഏതാണ്? ന്യൂക്ലിക് ആസിഡ്സ്, പ്രോട്ടീൻസ്, പോളിസാക്കറൈഡ്സ് ആൻഡ് ലിപ്പിഡ്സ്. ഇതിൽ പോളിമർ അല്ലാത്തത്, പോളിമർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലെ, മോണോമേഴ്സ് കൂടി ചേർന്ന് പോളിമേഴ്സ് ഫോം ചെയ്യും. അപ്പൊ ഇതില് പോളിമർ അല്ലാത്തത് ഏതാണ്? മോണോമറിക് ഫോമിൽ നിൽക്കും എന്നതല്ല അതിന്റെ അർത്ഥം, പോളിമറിക് അല്ലാത്തത്. യെസ്, വെരി ഗുഡ്. യെസ്, ലിപ്പിഡ്സ് ആണ്. കാരണം ന്യൂക്ലിക് ആസിഡ് ന്യൂക്ലിയോടൈഡ്സിന്റെ പോളിമർ ആണ്, പ്രോട്ടീൻസ് അമൈനോ ആസിഡ്സിന്റെ പോളിമർ ആണ്, പോളിസാക്കറൈഡ്സ് മോണോസാക്കറൈഡ്സിന്റെ പോളിമർ ആണ്. പക്ഷെ ലിപ്പിഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പെർട്ടിക്കുലർ കമ്പോണന്റിന്റെ പോളിമർ ആണ് ഇതെന്ന് പറയാൻ പറ്റത്തില്ല. മാത്രമല്ല ആസിഡ് ഇൻസോലിബിൾ ഫ്രാക്ഷനിൽ നമ്മൾ ഇവരെ വന്നിട്ടുണ്ടെങ്കിലും അത് ലിപ്പിഡ് ആയതുകൊണ്ട് അവരുടെ നേച്ചർ കാരണമാണ് അവർ ആസിഡ് ഇൻസോലിബിൾ ഫ്രാക്ഷനിൽ വന്നിരിക്കുന്നത്. റൈറ്റ്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, which one of the following statement is correct with reference to enzymes? എൻസൈം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? അപ്പോ എൻസൈം ഈസ് ഈക്വൽ ടു ഹോളോ എൻസൈം പ്ലസ് കോഎൻസൈം, ഹോളോ എൻസൈം ഈസ് ഈക്വൽ ടു അപ്പോ എൻസൈം പ്ലസ് കോഎൻസൈം, കോഎൻസൈം ഈക്വൽ ടു ഹോളോ എൻസൈം പ്ലസ് അപ്പോ എൻസൈം, ഹോളോ എൻസൈം ഈസ് ഈക്വൽ ടു കോഎൻസൈം പ്ലസ് കോഫാക്ടർ. അയ്യോ സോറി, ഞാൻ മാറാം. ചോദ്യം നോക്കൂ, ഉത്തരം പറയൂ. ക്വസ്റ്റ്യൻ
യെസ് ആൻസർ ആണോ? ഡി മുൻപത്തെ ശ്രദ്ധിച്ചു നോക്കൂ. ഡി ഒക്കെ ആൻസർ വരുന്നുണ്ട്. ഡി ആൻസർ പറയുന്നവരൊക്കെ ഒന്നും കൂടെ കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഡി ആണോ? ഡി ആണോ? സി ആണോ? സി ആണോ? സി ആണോ? ഒരാളും കറക്റ്റ് ആൻസർ പറഞ്ഞില്ലല്ലോ. എൻസൈം. നമ്മളുടെ എൻസൈമിനെ മുഴുവനായിട്ട് നമ്മൾ എന്തെന്നാ പറയുന്നത്? നമ്മളുടെ എൻസൈമിനെ മുഴുവനായിട്ട് നമ്മള് ഫുള്ളായിട്ടിരിക്കുന്ന എൻസൈമിനെ നമ്മള് ഹോളോ എൻസൈം എന്നാ പറയാ. ഹോളോ എൻസൈമിന്റെ പ്രോട്ടീൻ പാർട്ട് അപ്പോ എൻസൈം, നോൺ പ്രോട്ടീൻ പാർട്ട് കോ എൻസൈം. ഇങ്ങനല്ലേ പഠിച്ചത്? ബി ആണ് ആൻസർ. യെസ് ആര്യ, മീനാക്ഷി, ബി ആണ് കേട്ടോ. അതായത് ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കുന്ന എൻസൈം ഹോളോ എൻസൈം ആണ്. ആ ഫുൾ ഫോം ചെയ്തിരിക്കുന്ന ഹോളോ എൻസൈമിന്റെ പ്രോട്ടീൻ പാർട്ട് അപ്പോ എൻസൈം, അതേപോലെ നോൺ പ്രോട്ടീൻ പാർട്ട് ആണ് കോ എൻസൈം എന്ന് പറയുന്നത്. ഓൾ റൈറ്റ്. ഈ ക്വസ്റ്റ്യന്റെ ഒരു കോമഡി എന്താന്ന് വെച്ചാല് എ ആൻസർ വന്നു, ബി ആൻസർ വന്നു, സി ആൻസർ വന്നു, ഡി ആൻസർ വന്നു. ഓക്കെ, അപ്പം അറിയില്ലാത്ത ആളുകള് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ ഇത് അങ്ങനെ തന്നെ നോട്ട് ചെയ്ത് വെച്ചോളൂ. വലിയ കോൺസെപ്റ്റ് ഒന്നും പറയാനില്ല. Full enzyme, hollow enzyme. The protein part of the enzyme is apoenzyme and the non-protein part of the enzyme is coenzyme. All right. Yes. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അപ്പൊ അടുത്ത ചോദ്യേ, മൂവിംഗ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The association of H1 histone with a nucleosome indicates. അതായത് H1 histone ന്യൂക്ലിയോസോമുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു എന്നതിന്റെ അർത്ഥം എന്താ? ന്യൂക്ലിയോസോംസ് എന്ന് പറയുമ്പോഴത്തേക്കും ബീഡ്സ് ഓൺ സ്ട്രിംഗ് സ്ട്രക്ചർ ആണ് അല്ലെ. അപ്പം ആക്ച്വലി ഈ ബീഡ്സ് ഓൺ സ്ട്രിംഗ് സ്ട്രക്ചറിന്റെ മുകളില് എന്താണ്? ബീഡ്സ് ഓൺ സ്ട്രിംഗ് സ്ട്രക്ചറിന്റെ മുകളില് അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ അവര് ലിങ്ക് ചെയ്തുകൊണ്ട് എന്തുണ്ട്? H1 ഹിസ്റ്റോണും പ്രസന്റ് ആണ് എന്ന് പറയുന്നു. അതിനർത്ഥം എന്താണ്? ട്രാൻസ്ക്രിപ്ഷൻ is occurring, DNA replication is occurring, the DNA is condensed into a chromatin fiber, the DNA double helix is exposed. Yes, very good. C ആണ്. കാരണം ട്രാൻസ്ക്രിപ്ഷനോ റെപ്ലിക്കേഷനോ നടക്കുകയാണെങ്കിൽ ഇവർക്ക് ഇങ്ങനെ പാക്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. H1 ഒന്നും ഇവിടെ ഉണ്ടാവില്ല. ബിക്കോസ് ഇതിന്റെ ഇടയിൽ കൂടെ എൻസൈംസിന് മൂവ് ചെയ്യണം. അതേപോലെ ഡബിൾ ഹെലിക്സ് എക്സ്പോസ്ഡ് അല്ല. എക്സ്പോസ്ഡ് ആയിരിക്കും ഇതിന്റെ ഇടയിൽ H1 ഹിസ്റ്റോൺ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല. എന്ന് വെച്ചാല് H1 ഹിസ്റ്റോൺ ഒക്കെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പ്രോപ്പർലി കണ്ടൻസ് ചെയ്ത് ക്രോമാറ്റിൻ ഫൈബറിന്റെ രൂപത്തിൽ, ബീഡ്സ് ഓൺ സ്ട്രിംഗ് സ്ട്രക്ചർ ആണ് അല്ലെ, ഫൈബറിന്റെ രൂപത്തിൽ അവർ ഇരിക്കുകയാണ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം. DNA fragments are positively charged, negatively charged, neutral, either positively or negatively charged depending on their size. DNA ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ ചോദിച്ചിരിക്കുന്നു DNA ഫ്രാഗ്മെന്റ്സ് പോസിറ്റീവ് ചാർജ് ആണോ, നെഗറ്റീവ് ചാർജ് ആണോ, ന്യൂട്രൽ ചാർജ് ആണോ, ഐദർ പോസിറ്റീവ്ലി ഓർ നെഗറ്റീവ്ലി ചാർജ് ആണോ? DNAയുടെ ചാർജ് എന്താണ്? യെസ്, ആൻസേഴ്സ് വന്നു തുടങ്ങി. ഞാൻ നിങ്ങളുടെ ലൈവ് ഒന്ന് ഫോണിൽ നോക്കട്ടെ. ബിക്കോസ് ഓക്കെ, ഞാനൊന്ന് ഫോണിൽ നോക്കിയതാണ്. ശരി, ആൻസേഴ്സ് വന്നു. അപ്പൊ മേക്ക് ഷുവർ നിങ്ങൾ ലാസ്റ്റ് വരെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്യാം. DNAയുടെ ചാർജ് നെഗറ്റീവ് ചാർജ് ആണ്. വലിയ ചർച്ചയുടെ ആവശ്യമൊന്നുമില്ല അല്ലെ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഏതെങ്കിലും പാർട്ടില് എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ ചോദിച്ചോളൂ കേട്ടോ. അപ്പൊ അടുത്ത ചോദ്യം, ദി ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ ഡ്രെയിൻസ് ബ്ലഡ് ടു ദ ലിവർ ഫ്രം. ഹെപ്പാറ്റിക് പോർട്ടൽ വെയിനിലെ പോർട്ടൽ സർക്കുലേഷൻ ഓർഗൻ ടു ഓർഗൻ, ഇതില് ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ ബ്ലഡ് ലിവറിൽ നിന്ന്, എവിടെ നിന്നാണ് ലിവറിലേക്ക് വരുന്നത്? ഒരു പെർട്ടിക്കുലർ പാർട്ട് നിന്ന് ലിവറിലേക്ക് വന്നിട്ട് ഇത് ഒരുമിച്ചാണ് എങ്ങോട്ടേക്ക് പോകുന്നത്? ഹാർട്ടിലേക്ക് പോകുന്നത്. ദാറ്റ് പോർട്ടൽ സിസ്റ്റം ഇസ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. എവിടെ നിന്നാണ്? ദ ഹാർട്ട്, സ്റ്റൊമക്, കിഡ്നി, ഇൻറ്റസ്റ്റൈൻ. ഓക്കെ, ആൻസർ ഇസ് യെസ്, വെരി ഗുഡ്. ഇൻറ്റസ്റ്റൈൻ എന്നാണ് പോകുന്നത് ഹെപ്പാറ്റിക് പോർട്ടൽ സർക്കുലേഷൻ. ഓക്കെ, അപ്പൊ അടുത്തത് മാൾട്ട്, മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ, constitutes about -% of the lymphoid tissues in human body. നമ്മുടെ ബോഡിയിൽ ഒരുപാട് ലിംഫോയിഡ് ടിഷ്യൂസ് ഉണ്ട്. പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസും സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസും ഒക്കെ ഉണ്ട്. അതിൽ വലിയൊരു കമ്പോസിഷൻ അല്ലെങ്കിൽ വലിയൊരു ശതമാനം നിൽക്കുന്ന ഒരാളാണ് മാൾട്ട്, മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ എന്ന് പറയുന്നത്. എത്ര പെർസെന്റേജ് ആണ്? 50%, 20%, 70%, 10%? ആൻസർ, കം ഓൺ. എ. യെസ്,
യെസ് യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. എനിക്ക് നിങ്ങളുടെ പേരൊന്നും വായിക്കാൻ പറ്റുന്നില്ല, ഞാൻ ഒന്ന് വായിച്ചോട്ടെ. ദേവു, ഷാറു, അമ്പിളി, CGNG, ഒരു ബസംബരാജ്, ശ്വേത, ജെനി, ദേവു, ഓക്കെ, അതുൽ, ഒരുപാട് പേരുണ്ട്. ഓക്കെ, എല്ലാവരുടെയും കൂടെ പേര് വായിക്കാൻ പറ്റുന്നില്ല. ഫൈൻ. അപ്പൊ അടുത്ത ചോദ്യം, ലങ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് എയർ ഫിൽഡ് സാക്സ് കോൾഡ് alveoli. ഓക്കെ, നമ്മളുടെ ലങ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? എയർ ഫിൽഡ് ആയിട്ടുള്ള സാക്സ് ആണ്. These sacs are known as alveoli. They do not collapse even after forceful expiration because of നമ്മൾ ലങ്സ് എന്ന് ഫോഴ്സ്ഫുള്ളി എത്ര എമൗണ്ട് ഓഫ് എയർ ബ്രീത്ത് ഔട്ട് ചെയ്താലും എക്സ്ഹേൽ ചെയ്താലും എക്സ്പയർ ചെയ്താലും the lungs is not collapsing. അതിങ്ങനെ കാറ്റെല്ലാം പോയിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് പോകുന്നില്ല. ബിക്കോസ് ഓഫ് residual volume, inspiratory reserve volume, tidal volume, expiratory reserve volume. Yes, residual volume അല്ലെ, എത്ര ഫോഴ്സ്ഫുള്ളി നമ്മൾ എക്സ്പയർ ചെയ്താലും ഒരു കുറച്ച് എമൗണ്ട് ഓഫ് എയർ ഓൾവേസ് നമ്മുടെ ലങ്സിൽ റിമൈൻ ചെയ്യുന്നുണ്ട്. അതിനാണ് നമ്മൾ റെസിഡ്യുവൽ വോളിയം എന്ന് പറയുന്നത്. എപ്പോൾ മാത്രമേ പുറത്തേക്ക് പോകുള്ളൂ? നമ്മുടെ കാറ്റ് പോയാൽ മാത്രമേ പുറത്തേക്ക് പോകുള്ളൂ അല്ലെ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, a decrease in blood pressure or volume will not cause the release of, അതായത് ബ്ലഡ് പ്രഷർ BP കുറയുന്ന സമയത്ത് എന്ത് റിലീസ് ചെയ്യുന്നില്ല? ഈ പറഞ്ഞിരിക്കുന്ന 4 ഓപ്ഷനിൽ BP കുറയുന്ന അവസ്ഥയിൽ ഒരു പെർട്ടിക്കുലർ വസ്തു റിലീസ് ചെയ്യുന്നില്ല. റെനിൻ, ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ ഓർ ANF, ആൽഡോസ്റ്റെറോൺ, ADH, ഓക്കെ, ആന്റി ഡയൂററ്റിക് ഹോർമോൺ. ഇതിൽ ആരാണ് ആക്റ്റീവ് ആവാത്തത് BP കുറയുന്ന സമയത്ത്? ആൻസർ പ്ലീസ്, ആൻസർ പറയൂ. Come on. B, ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ അല്ലെ. ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ അല്ലെങ്കിൽ ANF എപ്പോൾ ആക്റ്റീവ് ആകുക? ANF ആക്റ്റീവ് ആകണമെങ്കിൽ BP കൂടണം. ഓക്കെ, BP കുറയുന്ന സിറ്റുവേഷനിൽ ആക്റ്റീവ് ആകുന്നവരാണ് ഇവർ 3 പേരും. ഓൾ റൈറ്റ്, യെസ്, കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ, ഓൾ റൈറ്റ്, എല്ലാവരും കറക്റ്റ് ആണ് പറയുന്നത്. അപ്പൊ അടുത്ത ചോദ്യം, GnRH, ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ, ഹൈപ്പോതലാമിക് ഹോർമോൺ നീഡഡ് ഇൻ, അയ്യോ, റെസ്പിറേഷൻ അല്ല, റീപ്രൊഡക്ഷൻ ആണ്. ഓക്കെ, എഡിറ്റിംഗ് മിസ്റ്റേക്ക്. ഓക്കെ, പ്രിന്റിംഗ് മിസ്റ്റേക്ക്, പ്രിന്റിംഗ് അല്ല, ടൈപ്പിംഗ് മിസ്റ്റേക്ക്. ആക്സോൺ. GnRH എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? anterior pituitary gland and stimulate secretion of LH and oxytocin. Anterior pituitary gland and stimulate secretion of LH and FSH. Posterior pituitary gland and stimulate secretion of oxytocin and FSH. Posterior pituitary and stimulate the secretion of LH and relaxation അല്ല, relaxin. ബി സി, ഓക്കെ, ബിയും സിയും ആൻസേഴ്സ് വരുന്നുണ്ട്. അതെങ്ങനെയാണ് ബിയും സിയും വരുന്നത്? 2 ആൻസർ ഉണ്ടോടാ? ബിയും സിയും ആൻസർ വരുന്നുണ്ടല്ലോ. ഓക്കെ, നോക്കട്ടെ. GnRH ആക്സോൺ. ഫസ്റ്റ് ഓഫ് ഓൾ അത് ആന്റീരിയർ ആണോ പോസ്റ്റീരിയർ ആണോ എന്ന് കൺഫേം ചെയ്യാം. GnRH എവിടെ ആക്ട് ചെയ്യുന്നത്? GnRH ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലാണ് ആക്ട് ചെയ്യുന്നത് ഫോർ ദ റിലീസിംഗ് ഓഫ് ട്രോപ്പിക് ഹോർമോൺസ്. ട്രോപ്പിക് ഹോർമോൺസിന്റെ റിലീസിന് വേണ്ടിയിട്ട് അവർ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ തന്നെ നമുക്ക് ഈ 2 ഓപ്ഷൻസ് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇതില് LH and oxytocin ആണോ അവർ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ LH and FSH ആണോ? ഒരു സംശയവുമില്ല, ഇട്ട് LH and FSH, റൈറ്റ്. ഓക്സിറ്റോസിൻ ആണോ? അല്ല, ഓക്സിറ്റോസിൻ നമുക്ക് ആന്റീരിയർ പിറ്റ്യൂട്ടറിന്ന് അല്ല റിലീസ് ആവുന്നത് അല്ലെ. യെസ്, വാസോപ്രസിൻ ആൻഡ് ഓക്സിറ്റോസിൻ ഹൈപ്പോതലാമസ് ഡയറക്ട്ലി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം LH നമുക്കറിയാം മെയിൽസിലാണെങ്കിൽ പോയിട്ട് ലേഡിക് സെല്ല്, FSH പോയിട്ട് സെർട്ടോളി സെല്ല്. ഫീമെയിൽസിലാണെങ്കിൽ LH ഓവുലേഷന് വേണ്ടിയിട്ട്, അതേപോലെ FSH ഫോളിക്കിൾസിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട്. റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓക്കെ, റൈറ്റ്. അപ്പൊ അടുത്ത ചോദ്യം, എ ടെമ്പററി എൻഡോക്രൈൻ ഗ്ലാൻഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി, നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഒരു ടെമ്പററി എൻഡോക്രൈൻ ഗ്ലാൻഡ്, താൽക്കാലികമായിട്ട് മാത്രം എന്തോ ഹോർമോണിനെ റിലീസ് ചെയ്യുന്ന ഒരു ടെമ്പററി എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഗ്ലാൻഡ് ഏതാണ്? പൈനിയൽ, അയ്യോ, ഇത് പൈനിയൽ എന്നാണ്. പൈനിയൽ, ആ 2 അക്ഷരങ്ങൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറിപ്പോയിട്ടുണ്ട്. ഒരു വൃത്തിയില്ലാണ്ടാണോ എഴുതിയത്? പൈനിയൽ ഗ്ലാൻഡ്, പൈനിയൽ ഗ്ലാൻഡ്, കോർപ്പസ് കാർഡിയാക്കം, കോർപ്പസ് ലൂട്ടിയം, കോർപ്പസ് അലേറ്റം. യെസ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഇറ്റ് ഇസ് കോർപ്പസ് ലൂട്ടിയം. കോർപ്പസ് ലൂട്ടിയം ആണ്. ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്ത് കോർപ്പസ് ലൂട്ടിയം ആയിട്ട് മാറും. ആ കോർപ്പസ് ലൂട്ടിയം ആണ് എൻഡോമെട്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് റിലീസ് ചെയ്യുന്നത്? പ്രൊജസ്ട്രോൺ
റിലീസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ ടെമ്പററി എൻഡോക്രൈൻ ഗ്ലാൻഡ്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് കറക്റ്റ്? ഈ താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ദ അസെപ്റ്റിക് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി ഈസ് ഇംപെർമിയബിൾ ടു വാട്ടർ. അതായത് നോക്കണേ, ഞാൻ ഇത് ഫുള്ള് വരയ്ക്കുന്നില്ല. ഓക്കെ, ഇത്രേ വരയ്ക്കുന്നുള്ളൂ. ഇതാണ് ഡിസെൻഡിങ് ലിംബ്, ഇതാണ് അസെൻഡിങ് ലിംബ് അല്ലെ. അപ്പൊ ascending loop of Henle is impermeable to water. The descending limb of loop of Henle is impermeable to water. The ascending limb of loop of Henle is permeable to water. The descending limb of Henle is permeable to electrolytes. 4 ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ്? ഈ 4 ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ്? എ ആണ് പറയുന്നത്. അപ്പൊ എന്താണ് സത്യാവസ്ഥ? നമ്മളുടെ ഡിസെൻഡിങ് ലൂപ്പ് is permeable to water and impermeable to electrolytes. At the same time, ascending limb എന്ന് പറയുന്നത് എന്താണ്? Permeable to electrolytes and is not impermeable to water, right? Okay, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏതാണ് കറക്റ്റ് ആൻസർ വരിക? അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആൻസർ എ ആണ് വരിക. The ascending limb of loop of Henle is impermeable to water. Okay, കൺഫ്യൂഷൻ ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. നമ്മുടെ കേരളത്തിലെ സ്റ്റുഡൻസിന് ഒരു പ്രത്യേകതയുണ്ട്, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതായത് റിപ്പീറ്റ് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട്. റിപ്പീറ്റ് ചെയ്യാനും അല്ലെങ്കിൽ നീറ്റിന് വേണ്ടിയിട്ട് പഠിക്കാനും ഒക്കെ ഒരുപാട് സെന്റേഴ്സ് ഉണ്ട്. ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈൻ ആയിട്ടും ഒക്കെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. പല രീതിയിൽ ഇവർ പ്രിപ്പയർ ചെയ്യുന്നു. ഇവർക്ക് ആഗ്രഹമുണ്ട് ഡോക്ടർ ആവണമെന്ന്, ബട്ട് നോട്ട് റെഡി ടു വർക്ക് ഹാർഡ്. കുറച്ച് സമയം പോലും അവർക്ക് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ ക്ഷമയില്ല, റെഡിയില്ല. എന്തോ ഈസി ആയിട്ട് കിട്ടണം, ഇത് പെട്ടെന്ന് കിട്ടണം. അതായത് എന്തോ അവർക്ക് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു ഹാപ്പിനെസ് കിട്ടുന്നില്ല, അവർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അതിലല്ല, പഠനത്തിലല്ല അവരുടെ ഹാപ്പിനെസ്. അവർക്കെല്ലാം ഈസി ആയിട്ട് കിട്ടണം, എന്റർടൈൻമെന്റ് ആയിട്ട് കിട്ടണം. ഇതൊന്നും എളുപ്പത്തിൽ കിട്ടുന്ന കാര്യമല്ല. ഇതല്ല ഒരു നല്ല കാര്യങ്ങളും. നിങ്ങൾക്ക് ഒരു നല്ല പൊസിഷനിൽ എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്തേ മതിയാവുള്ളൂ. ഡോക്ടർ അല്ല, എഞ്ചിനീയർ അല്ല, എന്താണെങ്കിലും വിത്തൗട്ട് ഹാർഡ് വർക്ക് ഒന്നും പോസിബിൾ അല്ല. ഈസിലി വെറുതെ നമ്മളിപ്പോ ഇരിക്കുന്ന പോലെ, വീട്ടിൽ സുഖമായിട്ട് ഇരിക്കുന്ന പോലെ എല്ലാം നിങ്ങൾക്ക് കിട്ടത്തില്ല. നിങ്ങൾ തന്നെ ആലോചിക്കാം, നിങ്ങൾക്ക് നല്ലൊരു പൊസിഷനിൽ എത്തണോ വേണ്ടി വന്നത്. നിങ്ങൾ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പൊ നീറ്റ് എക്സാമിന് 21-ാം തീയതി അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയം കുറച്ച് എഫേർട്ട് ഇടുക. അത്രേ എനിക്ക് പറയാനുള്ളൂ, കുറച്ച് എഫേർട്ട് ഇടുക. ഓക്കെ, അല്ലാതെ വെറുതെ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണുമ്പോഴേക്കും, അല്ലെങ്കിൽ എന്താ പറയാ, ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ കിട്ടുന്നില്ല എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ബോറടിക്കുന്ന എന്നൊരു സിറ്റുവേഷൻ ആണ് അവർ വരുന്നത്. പഠനം എന്ന് പറയുന്നത് ഒരിക്കലും അത്ര രസകരമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. നിങ്ങൾ അതിൽ ആൻസേഴ്സ് കിട്ടുമ്പോൾ അതിൽ രസം കണ്ടെത്തുക എന്നുള്ളതാണ്. കുറച്ച് എഫേർട്ട്, നമ്മുടെ മൈൻഡിനെ തന്നെ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ഇതിൽ ആവശ്യമാണ്. സോ അതുകൊണ്ടാണ് ആക്ച്വലി നീറ്റ് എന്നല്ല ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിനും നല്ല റാങ്കുകള് കേരളത്തിൽ വരാത്തത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ലിറ്ററേറ്റ് സ്റ്റേറ്റ് ആണ് അല്ലെ, നമ്പർ 1 അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലിറ്ററസി ഉള്ള സ്റ്റേറ്റ് ആണ്. ദെൻ വൈ? എന്നിട്ടും എന്താണ് നമുക്ക് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, എഡ്യൂക്കേഷൻ സിസ്റ്റംസ്, പ്ലാറ്റ്ഫോം എല്ലാം ഉണ്ട് വൈൽ കമ്പയറിംഗ് ടു അതർ സ്റ്റേറ്റ്സ്. എന്നിട്ടും എന്താണ് നമുക്ക് നല്ല റാങ്കുകൾ കിട്ടാത്തത്? നമ്മൾ പഠിക്കാത്തത് കൊണ്ട്, നമ്മൾ വർക്ക് ചെയ്യാത്തതുകൊണ്ട്, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാത്തതുകൊണ്ട്. മറ്റ് സ്റ്റേറ്റ്സിലെ കുട്ടികള് ഇത്ര പോലും അവസരങ്ങളോ അവസ്ഥകളോ ഒന്നും അവർക്കില്ല. പക്ഷെ അവർ അവരുടെ സാഹചര്യത്തിൽ നിന്ന് ഓൺലൈൻ എങ്കിൽ ഓൺലൈൻ, ഓഫ്ലൈൻ എങ്കിൽ ഓഫ്ലൈൻ, പ്രോപ്പർ ആയിട്ട് ബുക്കോ ഒരു സംവിധാനങ്ങളോ ഇല്ല. എന്നിട്ട് അവർ ചിലപ്പോൾ സംടൈംസ് പല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. അവർക്ക് പ്രോപ്പർ ആയിട്ട് വീടുകളോ അല്ലെങ്കിൽ നല്ലൊരു ചുറ്റുപാടോ ഒന്നുമില്ല. പക്ഷെ അവരുള്ള സാഹചര്യം വെച്ച് ഹാർഡ് വർക്ക് ചെയ്യുന്നു. എല്ലാ എക്സാംസും ഇൻക്ലൂഡിങ് സിവിൽ സർവീസ്, കുട്ടികളുടെ മാത്രം കാര്യമല്ല, ഈ അല്പം മുതിർന്നവരുടെയും കാര്യമാണ്. ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി അല്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം അത്ര ഈസി അല്ല. നിങ്ങൾ ക്രാക്ക് ചെയ്ത ആളുകളോട് ചോദിക്കുക, അതിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള എഫേർട്ട്, ഹാർഡ് വർക്ക്, ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ, ഫെയിലിയേഴ്സ് ഉണ്ടാവും. എല്ലാം നമ്മൾ തരണം ചെയ്യണം. സോ ഒന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ച് 21-ാം തീയതി മുൻപിൽ 3 ആഴ്ചയോളം ഉണ്ട്. ഈ ഒരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ മോട്ടിവേഷന് വേണ്ടി പോകേണ്ട ആവശ്യം പോലുള്ള ദ റിയൽ മോട്ടിവേഷൻ ഷുഡ് കം ഫ്രം അവർ സെൽസ് അല്ലെ, നമ്മുടെ മൈൻഡിൽ നിന്ന് തന്നെയാണ് അത് വരേണ്ടത്. സോ നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, സോ യെസ്, നല്ല എഫേർട്ട് ഇടണം. റൈറ്റ്, ഓക്കെ. ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത ചോദ്യം, ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ടിഷ്യൂസ് ഓർ ഓർഗൻസ് ഫെയിൽസ് often due to non acceptance by the patient's body. Okay, transplantation fail ആവുന്നു കാരണം എന്താ? പേഷ്യന്റിന്റെ ബോഡി അതിനെ സ്വീകരിക്കുന്നില്ല, ആ പുതിയ ഓർഗനെ. Which type of immune response is responsible for such rejection?
നമ്മളൊരു പുതിയ ഓർഗൻ സ്വീകരിക്കുമ്പോൾ, വേറൊരു വ്യക്തിയുടെ അവയവം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഏത് ഭാഗമാണ് അതിനെ റിജക്ട് ചെയ്യുന്നത്? ഓട്ടോ ഇമ്മ്യൂൺ റെസ്പോൺസ്, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ്, ഹോർമോണൽ ഇമ്മ്യൂൺ റെസ്പോൺസ്, ഫിസിയോളജിക്കൽ ഇമ്മ്യൂൺ റെസ്പോൺസ്. ഓക്കെ ഓക്കെ അഭിനവ്, ഓക്കെ യെസ്, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആണ് അല്ലെ, നമ്മളുടെ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി, അതായത് ടി സി സെൽസ്, ടി എച്ച് സെൽസ്, ടി ലിംഫോസൈറ്റ്സ് ഒക്കെയാണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടിരിക്കുന്നത്, റൈറ്റ്. അപ്പൊ അടുത്ത ചോദ്യം, കപ്പാസിറ്റേഷൻ ഒക്കേഴ്സ് ഇൻ, അതായത് ഫെർട്ടിലൈസേഷന് മുൻപായിട്ട് സ്പെർം ആക്റ്റീവ് ആകുന്ന പ്രോസസ് ആണ്. ഈ കപ്പാസിറ്റേഷൻ എവിടെ വെച്ചിട്ട് നടക്കുന്നു? റെറ്റി ടെസ്റ്റസ്, എപ്പിഡിഡൈമസ്, വാസ് ഡിഫറൻസ്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്, ഫീമെയിലിന്റെ ഉള്ളിൽ നിന്നാണോ മെയിൽസിന്റെ ആക്സസറി ഡക്റ്റിന്റെ ഈ പറഞ്ഞ ഏതെങ്കിലും ഭാഗത്തു നിന്നാണോ കപ്പാസിറ്റേഷൻ നടക്കുന്നത്? വേഗം ആൻസർ ചെയ്യൂ. എവിടെ നിന്നാണ് കപ്പാസിറ്റേഷൻ നടക്കുന്നത്? കപ്പാസിറ്റേഷൻ ഒക്കേഴ്സ് ഇൻ റെറ്റി ടെസ്റ്റസ്, എപ്പിഡിഡൈമസ്, വാസ് ഡിഫറൻസ്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്. നിങ്ങൾ ബി പറഞ്ഞത് മുൻപത്തെ ഓപ്ഷൻ ആണ്. പുതിയ ആൻസർ ഏതാണ്? യെസ്, ഫീമെയിലിന്റെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ എത്തിയതിനു ശേഷം, അതായത് സ്പെർം ഫീമെയിലിന്റെ ഉള്ളിലേക്ക് ഇജാക്കുലേറ്റ് ചെയ്ത് ഫീമെയിൽ ട്രാക്റ്റിൽ എത്തിയതിനു ശേഷം മാത്രമാണ് കപ്പാസിറ്റേഷൻ നടക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ഔട്ട് ഓഫ് X pairs in humans, X pairs of ribs in humans, only Y pairs are true ribs. Okay, നമ്മളുടെ റിബ്സിന്റെ കേസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അയ്യോ, ഞാൻ റിബ്, ഓക്കെ, ഈ റിബ് അല്ലേ നമ്മുടെ റിബ് കേജ്. ഓക്കെ, ഈ റിബില് ടോട്ടലി X pairs of ribs ഉണ്ടെന്നാ പറയുന്നത്. അതിൽ Y pairs ആണ് ട്രൂ റിബ്സ്. അതിൽ ട്രൂ റിബ്സ് ആയിട്ടുള്ളത് Y pairs. Select the option that correctly represents the values X and Y and provide their explanation. Okay, അപ്പൊ ആദ്യം പറയുന്നു X equal to 12, Y equal to 7. True ribs are attached dorsally to vertebral column and ventrally to the sternum. നിങ്ങൾ ആൻസർ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. ഓപ്ഷൻ ബി പറയുന്നു X 12, Y 5. True ribs dorsally vertebral column sternത്തിലും അറ്റാച്ച് ചെയ്യുന്നു. X 24, Y 7, Y 12. ഓക്കെ, സ്റ്റേറ്റ്മെന്റ്സും. അപ്പൊ നമുക്ക് ഫുൾ സ്റ്റേറ്റ്മെന്റ് വായിക്കാണ്ട് തന്നെ ആ നമ്പർ വെച്ച് തന്നെ ആൻസറിലേക്ക് എത്താം അല്ലെ. ഓക്കെ, അപ്പൊ പെട്ടെന്ന് തന്നെ എന്താണെങ്കിലും നമ്മുടെ ടോട്ടൽ റിബ്സിന്റെ പെയേഴ്സ് ആ ചോദിച്ചിരിക്കുന്നത്. 24 പെയേഴ്സ് ഒന്നുമില്ല, അതായത് 48 റിബ് ഒന്നുമില്ല. അപ്പൊ തന്നെ ഈ രണ്ട് ഓപ്ഷൻ നമ്മൾ പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്തു, റൈറ്റ്. അപ്പൊ നമുക്ക് ടോട്ടലി 12 പെയേഴ്സ് റിബ്സ് ആണ്, രണ്ട് സൈഡിലുമായിട്ട് 24 എണ്ണം. അതിൽ ട്രൂ റിബ്സ് എത്രയാണ്? ട്രൂ റിബ്സ് 7 എണ്ണം, റൈറ്റ്. പിന്നെ നമുക്ക് ഫാൾസ് റിബ്സ് 3 പെയേഴ്സ്, അതേപോലെ ബാക്കി 2 എണ്ണം ഫ്ലോട്ടിംഗ്, റൈറ്റ്. അപ്പം ഓപ്ഷൻ എ ആണ് റൈറ്റ്. അത് ഡോർസലി വെർട്ടിബ്രൽ കോളത്തിലേക്കും വെൻട്രലി സ്റ്റേർണത്തിലേക്കും അറ്റാച്ച് ചെയ്തിരിക്കുന്നു. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യമേ, ഈ ചോദ്യം ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കൂ. ദിസ് ഇസ് എ നൈസ് ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കൂ. ഇതിൽ പറഞ്ഞിരിക്കുന്നു, ഇഫ് there are 999, അതായത് 999 bases in RNA. RNA ആണിത്. RNA ടോട്ടൽ എത്ര ബേസസ് ഉണ്ട്? 999 ബേസസ് ഉണ്ട്. That codes for a protein. ഇവരൊരു പ്രോട്ടീന് കോഡ് ചെയ്യുന്നു with 333 അമിനോ ആസിഡ്സ്. ഓക്കെ, ഇതിന്ന് ഫോം ചെയ്യുന്ന അമിനോ ആസിഡ്, ഇതിൽ നിന്ന് ഫോം ചെയ്യുന്ന പ്രോട്ടീൻസിൽ എത്ര അമിനോ ആസിഡ് ഉണ്ട്? 333 അമിനോ ആസിഡ്സ് ഉണ്ട്. ആൻഡ് the base at position 901 is deleted. നോക്ക്, ടോട്ടലി 999 ബേസസ് ഉണ്ടായിരുന്നു, പക്ഷേ 901 പൊസിഷനിലെ ബേസ് എന്തായി പോയി? ഡിലീറ്റഡ് ആയി. സച്ച് ദാറ്റ് ദ ലെങ്ത് ഓഫ് ദ RNA, ഒരെണ്ണം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ടോട്ടലി അതിന്റെ ലെങ്ത് എന്തായി മാറി? 998 ആയിട്ട് മാറി. ഹൗ മെനി കോഡോൺസ് വിൽ ബി ആൾട്ടേർഡ്? അങ്ങനെയാണെങ്കിൽ ഇതിന് ശേഷമുള്ള എത്ര കോഡോൺസ് അവിടെ ആൾട്ടർ ചെയ്യപ്പെട്ടിരിക്കുന്നു? നിങ്ങൾ പ്രോപ്പർ ആയിട്ട് അറ്റൻഡ് ചെയ്ത് നോക്കണേ. അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രം. മുൻപ് ഇത് എവിടെന്നെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് യെസ്, നൈസ് ക്വസ്റ്റ്യൻ, ജസ്റ്റ് ആൻസർ ചെയ്യരുത്. എനിക്ക് തോന്നുന്നു ഇത് NTയുടെ ക്വസ്റ്റ്യൻ ആണ്, NTയുടെ സാമ്പിൾ ക്വസ്റ്റ്യനിലുള്ളതാണ്. യെസ്, എല്ലാവരും ആൻസർ സി പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും ഇത് കൺഫ്യൂഷൻ ഉണ്ടോ, എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടോ? 3 ആണ് റൈറ്റ് ആൻസർ. കാരണം എന്താ, എങ്ങനെ ഇത് കിട്ടുക? മൊത്തം 999 ബേസസ് ആൻഡ് 333 അമിനോ ആസിഡ്സ് ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ആക്ച്വലി 3 ബേസസ് ആണ് ഒരു അമിനോ ആസിഡിന് കോഡ് ചെയ്യുക അല്ലെ. അപ്പൊ അങ്ങനെയാണ് ആക്ച്വലി 999 ബേസസ് 333 അമിനോ ആസിഡ്സ് ആയിട്ട് മാറിയത്, റൈറ്റ്. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നു 901th ബേസ് ആണ് ഡിലീറ്റ് ആയിരിക്കുന്നത്. എന്ന് വെച്ചാൽ 900 ബേസസ് വരെ ഒരു പ്രശ്നവും ഇല്ല. അപ്പൊ 900 ബേസസ് ആക്ച്വലി എത്ര അമിനോ ആസിഡ്സിനെ അവിടെ കോഡ് ചെയ്തിട്ടുണ്ട്? 900/3, ഓൾമോസ്റ്റ്
300 അമിനോ ആസിഡിനെ അവിടെ കോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ആക്ച്വലി ഇനി 33 അമിനോ ആസിഡുകൾ കൂടിയായിരുന്നു കോഡ് ചെയ്യപ്പെടേണ്ടത്. റൈറ്റ് അല്ലേ? 333 ആണ് ടോട്ടൽ. 300 വരെ ഒരു പ്രശ്നവും ഇല്ല. സോ 333 minus 300, that is actually 300. അയ്യോ, 333 minus 300, that is actually ബാക്കി റിമെയിൻ ചെയ്യുന്ന 33 അമിനോ ആസിഡ്സിനാണ് അവിടെ പ്രോബ്ലം വന്നിരിക്കുന്നത്. റൈറ്റ്, ഓക്കെ ആണോ? യെസ്. രാജി, ഇത് ഓക്കെ ആണോ? ജസ്റ്റ് നോക്കിക്കേ. രാജി ലേറ്റ് ആയല്ലോ. ഇത് ഓക്കെ ആണോ? ക്ലിയർ ആയിട്ട് മനസ്സിലായോ? അതായത് ഇവിടെ നോക്കാം, 1 2 3 4 999 അല്ലേ? അപ്പൊ അതില് 90ാമത്തെ അമിനോ ആസിഡ് വരെ ഒരു പ്രശ്നവും ഇല്ല. ഓക്കെ, സോറി, 90ാമത്തെ ബേസ് വരെ 90 ബേസസ് കോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ എത്ര അമിനോ ആസിഡ്സ് ഉള്ള പ്രോട്ടീൻ കിട്ടി? 333. അല്ല 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 333 അല്ല, 300 ബേസസ് അല്ലെ? 300 ബേസസ്, സോറി 300 കോഡോൺസ് എന്ന് വെച്ചാൽ 300 അമിനോ ആസിഡ്സ് അവിടെ ഓൾറെഡി ഉണ്ടായി. ഇനി ബാക്കി 33 അമിനോ ആസിഡ്സും കൂടിയാണ് ഫോം ചെയ്യപ്പെടേണ്ടത്. ഓക്കെ, അപ്പൊ ഒരെണ്ണം ഡിലീറ്റ് ആയി, പിന്നെ ആ ഫ്രെയിം അങ്ങ് ഷിഫ്റ്റ് ആയി. ഒരെണ്ണം ഡിലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇവിടെ ATA എന്നായിരുന്നു എന്ന് വിചാരിച്ചോ, ഇങ്ങോട്ടേക്ക് GC ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, അല്ല T അല്ല U അല്ലേ? AUA GC ആണെന്ന് വിചാരിച്ചോ. അപ്പൊ ആക്ച്വലി AUA ആയിരുന്നു ഇവിടെ ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ A ഡിലീറ്റഡ് ആയി പോയി, പിന്നെ അങ്ങോട്ടേക്ക് UAG. അയ്യോ, UAG സ്റ്റോപ്പ് കോഡൺ വന്നു, അത് നിങ്ങൾ അവോയ്ഡ് ചെയ്തേക്ക. അപ്പൊ എനിവേ പിന്നെ ഇങ്ങോട്ടേക്കാണ് ബാക്കി അമിനോ ആസിഡ്സ് വരേണ്ടത് അല്ലെ? സോ ഇതിന് ശേഷം കോഡോൺ കംപ്ലീറ്റ്ലി എന്തായി പോയി? ഓൾട്ടർ ചെയ്തപ്പെട്ടു. എനിവേ 33. ക്ലിയർ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? യെസ്, ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യമേ, the final proof for DNA as the genetic material came from the experiments of DNA genetic material ആണ് എന്ന് ലാസ്റ്റ് കംപ്ലീറ്റ്ലി പ്രൂവ് ചെയ്ത, എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്തത് ആരുടെ എക്സ്പെരിമെന്റ് ത്രൂ ആണ്? ഇസ് ദാറ്റ് ത്രൂ ദ എക്സ്പെരിമെന്റ് ഓഫ് ഗ്രിഫിത്ത്, ത്രൂ ദ എക്സ്പെരിമെന്റ് ഓഫ് ഹെർഷി ആൻഡ് ചേസ്, അവറി മെക്ലോയിഡ് ആൻഡ് മെക്കാർത്തി, ഹർഗോ ബിന്ദു കൊറാന? ഓക്കെ, ക്ലിയർ. അഭിനവ് ക്ലിയർ ആണ്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇതൊന്ന് ആൻസർ ചെയ്യൂ. ആരാണ് ജനറ്റിക് മെറ്റീരിയൽ? ഫൈനൽ പ്രൂഫ് ഫോർ DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്നത് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്തത്. ഓക്കെ, ബി പറയുന്നു യെസ്, ഹെർഷി ആൻഡ് ചേസ് എക്സ്പെരിമെന്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റ് നമ്മൾ പഠിച്ചു. ഗ്രിഫിത്ത് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ പറഞ്ഞു, ജസ്റ്റ് അത് DNA ആയിരിക്കും എന്ന് ഇവർ പറഞ്ഞു, അത് കൺഫേം ചെയ്തു എക്സ്പെരിമെന്റലി, ഹെർഷി ആൻഡ് ചേസ്. ക്ലിയർ? അപ്പൊ അടുത്ത ചോദ്യമേ, which of the following RNA should be most abundant in animal cell? Okay, which of the following RNA should be most abundant in animal cell? ഈ പറഞ്ഞിരിക്കുന്ന RNAസിൽ ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള RNA ഏതാണ്? rRNA, tRNA, mRNA ആൻഡ് miRNA. ഇതും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതിന്റെ ആൻസർ ഒന്ന് ചെയ്യൂ കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, രാജി, ദേവു, അഭിനവ്, ഷാറൂൺ. ആൻസർ ചെയ്യൂ. ബി ഉണ്ടോ അതിന്റെ ഇടയ്ക്ക്? എയും ബിയും വരുന്നുണ്ടോ? ഇല്ല, എ. അഭിനവ് ഈ ക്വസ്റ്റ്യൻ ആണോ ബി പറഞ്ഞത്? rRNAs. Yes, very good, very good. Okay, A ആണ്, ഷുവർ ആണ്. ജെനി, ഹൃദ്യ, ശ്വേത, യെസ് റൈറ്റ് ആണ്. ഏറ്റവും കൂടുതൽ ഉള്ളത് rRNAs ആണ്. കാരണം നമ്മുടെ ഒരു സെല്ലില് ഒരുപാട് റൈബോസോംസ് ഉണ്ട്. റൈബോസോമിന് സ്ട്രക്ചർ കൊടുക്കുന്നത് rRNAs ആണ് അല്ലെ? rRNAസിന് ശേഷം ആരാണെന്നറിയോ? rRNAസിന് ശേഷം tRNA ആണ്. പിന്നീടാണ് നമ്മളുടെ mRNA വരുന്നത് കേട്ടോ. miRNA എന്ന് പറഞ്ഞാൽ വളരെ സ്ലൈഡ്, വെരി ട്രേസ് എമൗണ്ട് മാത്രമേ ഉള്ളൂ. സോ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, നെറ്റ് സ്ലോ മഴയാണ് അല്ലെ? ഓക്കെ ഓക്കെ, ഇവിടെയും നേരത്തെ മഴ ഉണ്ടായിരുന്നു, ഇപ്പൊ മഴ ഇല്ലാന്ന് തോന്നുന്നു. സ്റ്റുഡിയോയുടെ ഉള്ളിലായോണ്ട് എനിക്ക് അറിയില്ല. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, frog's heart when taken out of the body continues to beat for some time. Select the best option from the following statements. Okay, അപ്പം ആക്ച്വലി നിങ്ങൾ ഫ്രോഗിന്റെ ഡിസെക്ഷൻ ചെയ്തിട്ടുണ്ടാവില്ല. ഞാൻ ഫ്രോഗിന്റെ വിച്ച് വൺ, ഒമാൻ ഏതാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞത്? ഇതാണോ? ഒന്നുമില്ല, ഏറ്റവും കൂടുതൽ സെല്ലുള്ള rRNAs ആണ്, അതിനുശേഷം tRNA ആണ്, പിന്നെയാണ് mRNA വരുന്നത്. ഓക്കെ,
അപ്പം ഈ ചോദ്യമാണോ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞത്? ഈ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാനാണോ പറഞ്ഞിരിക്കുന്നത്? ഞാൻ പറയാം. നിങ്ങൾ ചിലപ്പോൾ ഫ്രോഗിന്റെ ഡിസെക്ഷൻ ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് ഫ്രോഗിനെ ഡിസെക്ട് ചെയ്യുക, അതിന്റെ ഹാർട്ട് അത് റൈറ്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ആക്ച്വലി ഫ്രോഗിന്റെ ഹാർട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തിരിക്കും എന്നത് മാത്രമല്ല, ലങ്സ് ഇങ്ങനെ വീർത്ത് വരും. ഫ്രോഗിന്റെ കേസിൽ നമ്മൾ ഡിസെക്ട് ചെയ്യുമ്പോൾ ആ ലങ്സ് ഇങ്ങനെ, ആ സാക്ക് ഇങ്ങനെ വീർത്ത് വലുതായിട്ട് വരും. ഓക്കെ, അപ്പൊ ഇതിൽ ചോദിച്ചിരിക്കുന്നു, നമ്മൾ പുറത്തെടുക്കുമ്പോൾ എന്താ, വെൻ ടേക്കൺ ഔട്ട് ഓഫ് ദ ബോഡി ഹാർട്ട് എന്ത് ചെയ്യും? ഫോർ സം ടൈം അത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സെലക്ട് ദ ബെസ്റ്റ് ഓപ്ഷൻ ഫ്രം ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ. ഫ്രോഗ് ഒരു പോയിക്ലോത്തോമിക് ഓർഗാനിസം ആയതുകൊണ്ട് ഫ്രോഗ് ഡസ് നോട്ട് ഹാവ് എനി കൊറോണറി സർക്കുലേഷൻ, എന്ന് വെച്ചാൽ ഹാർട്ടിലേക്ക് ബ്ലഡ് ഒന്നും പോകുന്നില്ല. ഹാർട്ട് ഇസ് മയോജനിക് ഇൻ നേച്ചർ. ഹാർട്ട് ഇസ് ഓട്ടോ എക്സൈറ്റബിൾ ഇൻ നേച്ചർ. അതെ, ഞാനൊരു കില്ലാടി തന്നെ, കില്ലർ തന്നെ, ഫ്രോഗ് കില്ലർ. യെസ്, സോറി, ഞാൻ മറന്നുപോയി. കൃഷ്ണ എന്ന പേരെന്ന് എനിക്കറിയാം, ഞാൻ പെട്ടെന്ന് മറന്നുപോയി. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഫ്രോഗ് പോയിക്ലോത്തോമിക്, കൊറോണറി സർക്കുലേഷൻ ഇല്ല, മയോജനിക് ആണ്, ഓട്ടോ എക്സൈറ്റബിൾ ആണ്. ഏതാണ് ആൻസർ വരാ? ഓക്കെ, എല്ലാവരുടെയും നെറ്റ് സ്ലോ ആയോ? ആൻസർ ലാഗ് ആയല്ലോ? വാട്ട് ഹാപ്പൻഡ്? മറക്കരുത്, നമ്മളുടെ സ്പീഡ്, ആക്യുറസി, ടൈം മാനേജ്മെന്റ്. മിസ്സേ പേരെന്തുവാന്നോ? എന്റെ പേര് ഇതുവരെ അറിയില്ല അഭിനവ്, നിനക്ക്? നീ ആദ്യമായിട്ടല്ലല്ലോ ലൈവിൽ വരുന്നത്. മൈ നെയിം ഇസ് ബ്ലെസ്സി, BLESSY, ബ്ലെസ്സി ട്ടാ. അതെ, ബ്ലെസ്സി. ഇന്നലെയും ആരോ ചോദിച്ചിരുന്നു, ഇന്നലെയും എന്റെ പേര് പറഞ്ഞു കൊടുത്തത് ശ്വേതയാണ്. ശ്വേതയും ആരൊക്കെ എന്റെ പേര് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആൻസർ പണ്ടേ പറഞ്ഞൂല്ലേ, ഞാൻ കണ്ടില്ല. ഓക്കെ. യെസ്, നിങ്ങൾ ഏതാ ആൻസർ പറഞ്ഞിരിക്കുന്നത്? D ആണല്ലേ? 3 and 4 നോക്കട്ടെ. ഹാർട്ട് ഇസ് മയോജനിക് ഇൻ നേച്ചർ. ഹാർട്ട് ഇസ് ഓട്ടോ എക്സൈറ്റബിൾ, അതായത് സ്വന്തമായിട്ട് ജനറേറ്റ് ചെയ്യും. ഓട്ടോ എക്സൈറ്റേഷൻ ആണ്, മയോജനിക് ആണ്. റൈറ്റ്, യെസ്, ഓപ്ഷൻ D ആണ്. അല്ലാതെ ഇത് രണ്ടും നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവർ 2 ഓപ്ഷൻ ഇട്ടിരിക്കുകയാണ്. അതും ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, മൈലിൻ ഷീത്ത് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ. ഓക്കെ, നമുക്കറിയാം ആക്സോണിന്റെ മുകളില് മൈലിൻ ഷീത്ത് ഉണ്ട്. ഈ മൈലിൻ ഷീത്തിനെ ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഷ്വാൻ സെൽസ് ആൻഡ് ഒളിഗോഡെൻഡ്രോസൈറ്റ്സ്, astrocytes and Schwann cells, oligodendrocytes and osteoclast and astrocytes. Blessy മിസ്സിനെ കണ്ടിട്ട് ബ്ലഷ് ആയി. ബ്ലസ്സി, ബ്ലഷ് റൈമിംഗ് വേർഡ്സ് ആയതുകൊണ്ടായിരിക്കും. റൈമിംഗ് അല്ല, നിങ്ങൾ വിചാരിക്കും എനിക്ക് റൈമിംഗ് വേർഡ് എന്താണെന്ന് അറിയില്ല, അത് ഞാനൊരു ഇതിലങ്ങ് പറഞ്ഞതാ. ഓക്കെ, മഴ ആയതുകൊണ്ട് നെറ്റ് സ്ലോ ആണ്. ഓക്കെ, അപ്പൊ ഏതാണ്? മൈലിൻ ഷീത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓപ്ഷൻ എ. ഓക്കെ, റൈറ്റ്. ഷ്വാൻ സെൽസും അതേപോലെ ഒളിഗോഡെൻഡ്രോസൈറ്റ്സും ആണ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. ഓക്കെ, ഷ്വാൻ സെൽസ് ആൻഡ് ഒളിഗോഡെൻഡ്രോസൈറ്റ്സ്. ഓൾ റൈറ്റ്. ഓക്കെ, അപ്പൊ മക്കളെ അടുത്ത ചോദ്യം ട്ടോ. അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Receptor sites for neurotransmitters are present on membranes of synaptic vesicles, presynaptic membrane, tips of axons, postsynaptic membrane. ഓക്കെ, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു ന്യൂറോൺ വരച്ചു നോക്കുക കേട്ടോ. നമ്മൾ ഇങ്ങനെ ന്യൂറോൺ വരയ്ക്കുമ്പോ, ഞാൻ റഫായിട്ട് ന്യൂറോൺ വരയ്ക്കുന്നു. ഓക്കെ, വളരെ റഫായിട്ട് ഞാൻ ന്യൂറോൺ വരച്ചിരിക്കുന്നു. ഇവിടെയും എന്തുണ്ട്? ഓക്കെ, ഇങ്ങനെ ന്യൂറോൺ പോകുന്നു, ഇത്രയും വരയ്ക്കുന്നുള്ളൂ. അപ്പൊ എവിടെയാ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ആവുക? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇവിടെയാണ് റിലീസ് ആകുക. ഓക്കെ, ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ റിസപ്റ്റർ എവിടെയാണെന്നാ ചോദിച്ചിരിക്കുന്നത്. ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ റിസപ്റ്റർ എവിടെയാണ്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ റിസപ്റ്റർ മെംബ്രെയിൻസ് ഓഫ് സൈനാപ്റ്റിക് വെസിക്കിൾ. അതിനെ റിലീസ് ചെയ്യുന്ന സൈനാപ്റ്റിക് വെസിക്കിളിന്റെ മെംബ്രെയിൻസിലാണ്. പ്രീ സൈനാപ്റ്റിക് മെംബ്രെയിൻ. പ്രീ സൈനാപ്റ്റിക് മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ സൈനാപ്സിന്റെ മുൻപിലുള്ള മെംബ്രെയിൻ എന്ന് വെച്ചാൽ ഈ ന്യൂറോണിന്റെ തന്നെ മെംബ്രെയിൻ. ടിപ്സ് ഓഫ് ആക്സോൺ, ആക്സോണിന്റെ ടിപ്പിൽ. പോസ്റ്റ് സൈനാപ്റ്റിക് മെംബ്രെയിൻ, സൈനാപ്സിന് ശേഷമുള്ള മെംബ്രെയിൻ എന്ന് വെച്ചാൽ ഇനി ഇത് ഒന്നാമത്തെ ന്യൂറോൺ ആണെങ്കിൽ ഈ രണ്ടാമത്തെ ന്യൂറോൺ അല്ലെ, സൈനാപ്സിന് ശേഷമുള്ള മെംബ്രെയിൻ എന്ന് വെച്ചാൽ സെക്കൻഡ് ന്യൂറോണിന്റെ മെംബ്രെയിൻ എവിടെയാണ്? യെസ്, പോസ്റ്റ് സൈനാപ്റ്റിക്. വെരി ഗുഡ്, ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്. രണ്ടാമത്തെ എന്ന് വെച്ചാൽ ഇവര് ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്ത് ഇതിന്റെ മെംബ്രെയിനിലാണ് ഇതിന് പോയിട്ട് ബൈൻഡ് ചെയ്യേണ്ടത്. റൈറ്റ്. ഓക്കെ, അപ്പൊ മക്കളെ അടുത്ത ചോദ്യം, തലാസീമിയ ആൻഡ് സിക്കിൾ സെൽ അനീമിയ രണ്ടും ബ്ലഡ് ഡിസോർഡേഴ്സ് ആണ്. കോസ്ഡ് ഡ്യൂ ടു എ പ്രോബ്ലം ഇൻ ഗ്ലോബിൻ മോളിക്യൂൾ സിന്തസിസ്. ഹീമോഗ്ലോബിന്റെ ഗ്ലോബിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, ആൽഫ ആൻഡ് ബീറ്റ ഗ്ലോബിൻ.
സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇത് രണ്ടും ബേസ് ചെയ്തിട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് സെലക്ട് ചെയ്യുക. ഓക്കെ ജനി. അപ്പൊ both are due to a qualitative defect in globin chain synthesis. Both are due to a quantitative defect in globin synthesis. ഇവിടെ ഒരു ഡിഫക്റ്റ് ഉണ്ട്. Okay, thalassemia is due to less synthesis of globin molecules. Sickle cell anemia is due to quantitative problem of globin molecules. ആൻസർ പറയൂ, ആൻസർ പറയൂ, ആൻസർ പറയൂ. ഞാൻ ഇവിടെ ഒന്നും നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല അല്ലേ? ഇപ്പൊ കാണാവോ? ഞാൻ ഈ സൈഡിൽ നിന്നാൽ നിങ്ങൾക്ക് സ്ക്രീൻ മറയും. ഓപ്ഷൻ സി. ഓക്കെ, അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളുടെ തലാസീമിയ എന്താണ്? തലാസീമിയ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഡിസോർഡർ ആണ്. അതേസമയം സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റേറ്റീവ് ഡിസോർഡർ ആണ് അല്ലേ? റൈറ്റ്. അതായത് ഇവിടെ നമ്മളുടെ ബേസ് മാറി പോകുന്നതുകൊണ്ടാണ് സിക്കിൾ സെൽ അനീമിയ വരുന്നത്. പക്ഷെ തലാസീമിയ എന്ന് പറഞ്ഞാൽ ഗ്ലോബിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു പോകുന്നതുകൊണ്ട് വരുന്ന ഡിസോർഡർ ആണ്. അപ്പൊ ബോത്ത് ആർ ഡ്യൂ ടു ക്വാളിറ്റേറ്റീവ് ഡിഫക്ട് എന്ന് പറയാൻ പറ്റില്ല, ബോത്ത് ആർ ഡ്യൂ ടു ക്വാണ്ടിറ്റേറ്റീവ് എന്നും പറയാൻ പറ്റില്ല. സിക്കിൾ സെൽ അനീമിയ ക്വാണ്ടിറ്റേറ്റീവ് അല്ല, ക്വാളിറ്റേറ്റീവ് അല്ല. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. തലാസീമിയ എന്ന് പറയുന്നത് ഗ്ലോബിൻ മോളിക്യൂൾസ് കുറവ് സിന്തസൈസ് ചെയ്യുന്നുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഡിസോർഡർ ആണ്. റൈറ്റ്. അപ്പൊ അടുത്ത ചോദ്യം, which one of those given below is the period for Mendel's hybridization experiment? Okay, മെൻഡൽ എത്ര വർഷം എക്സ്പെരിമെന്റ് ചെയ്തു? മെൻഡൽ 7 years ആണല്ലേ എക്സ്പെരിമെന്റ് ചെയ്തത്. ആ ഒരു ഡ്യൂറേഷൻ, വർഷത്തിന്റെ ഡ്യൂറേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, തലാസീമിയ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് സിക്കിൾ സെൽ ക്വാളിറ്റേറ്റീവ് ആണ്. ഇനി നമ്മൾ പെട്ടെന്ന് ആൻസേഴ്സ് പറഞ്ഞു പോകുന്നുണ്ട് അല്ലെ, ക്വിക്ക് ആയിട്ട് ആൻസേഴ്സ് പറഞ്ഞു പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു സ്പീഡ് ഇംപ്രൂവ്മെന്റ് ഫീൽ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ആദ്യം തൊട്ട് നമ്മുടെ ലൈവ് കാണുന്ന സ്റ്റുഡൻസ് ഉണ്ട്, നിങ്ങൾക്ക് ആ ഒരു സ്പീഡിൽ വന്ന ഒരു ഇംപ്രൂവ്മെന്റ് ഫീൽ ചെയ്യുന്നുണ്ടോ? എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ആൻസേഴ്സ് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 25 ക്വസ്റ്റ്യൻസും കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, യെസ്, 7 years ആണ്. The right answer is 56 to 63. സംശയമൊന്നുമില്ലല്ലോ? യെസ്, ഉണ്ട്, സ്പീഡ് ഇംപ്രൂവ് ആയിട്ടുണ്ട്. റൈറ്റ്, യെസ്, കറക്റ്റ് ആണ്. യാ, ഓക്കെ. അപ്പൊ മക്കളെ അടുത്ത ചോദ്യം ട്ടോ, അടുത്ത ചോദ്യം ഓക്കെ ആണ് കേട്ടോ, ഇതിൽ സംശയമൊന്നുമില്ലല്ലോ? ഈ വർഷം ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഇതങ്ങ് പഠിപ്പിച്ച്. അയ്യോ, മുഹമ്മദ് ഇർഫാൻ എന്തുവാടാ ചോദിക്കുന്നത്? നീ എന്നെ കളിയാക്കുവാണോ? മിസ്സിന്റെ സ്കിൻ കെയർ റുട്ടീൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ എന്നെ കളിയാക്കിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് സ്കിൻ കെയർ റുട്ടീൻ ഒന്നും ഇല്ല. ഓക്കെ, അപ്പൊ അടുത്തത്, ദ ജീനോടൈപ്സ് ഓഫ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആർ IA, IB and IAI. Among the blood types of the children, how many different genotypes and phenotypes are possible? Okay, problem based question ആണ്. ഒന്ന് നോക്കാം കേട്ടോ. അപ്പൊ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവരുടെ ജീനോടൈപ്പ് എന്താണ്? IA, IB. ഓക്കെ, ആൻഡ് വൈഫ് IAI. റൈറ്റ്. അപ്പൊ ഹസ്ബൻഡ് ഏതാണ്? AB ബ്ലഡ് ഗ്രൂപ്പ് ആണ്, വൈഫ് A ബ്ലഡ് ഗ്രൂപ്പ് ആണ്. ശരിയല്ലേ? Among the blood types of the children, അവരുടെ കുട്ടികളുടെ ബ്ലഡ് ടൈപ്സ് നോക്കുകയാണെങ്കിൽ how many different genotypes and phenotypes are possible? Okay, ഒന്ന് ക്രോസ് ചെയ്ത് നോക്കുക. ഓക്കെ, ഒന്ന് ക്രോസ് ചെയ്ത് നോക്കാം കേട്ടോ. ഒന്ന് ക്രോസ് ചെയ്ത് നോക്കാം. സോ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്ത് നോക്കുക. ക്രോസ് ചെയ്യൂ മക്കളെ, ക്രോസ് ചെയ്യൂ. നിങ്ങൾ ഓൾറെഡി ആൻസേഴ്സ് കിട്ടി. ഞാൻ ക്രോസ് ചെയ്തിട്ടില്ല കേട്ടോ, ഞാൻ ഒന്ന് ക്രോസ് ചെയ്ത് നോക്കട്ടെ. അപ്പൊ ഇത് ക്രോസ് ചെയ്യുമ്പോ IA വരും, IAI വരും, AB വരും, BI വരും അല്ലെ? ഓക്കെ, അപ്പം ഇതിൽ ആക്ച്വലി 4 ജീനോടൈപ്സും ഡിഫറെന്റ് ആണ്. സോ 4 ജീനോടൈപ്സ്. ഫീനോടൈപ്പ് നോക്കുകയാണെങ്കിൽ 2 എണ്ണം A ബ്ലഡ് ഗ്രൂപ്പ്, 1 B 1 AB അല്ലെ? സോ 3 ഫീനോടൈപ്പ്, 3 ഫീനോടൈപ്പും 4 ജീനോടൈപ്പ്. ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ സി. സി ആണോ കിട്ടിയത്? യെസ്. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് കേട്ടോ. ഞാൻ പാടിയാൽ നിങ്ങൾ ഓടും. ഓക്കെ, ഞാൻ പാടിയാൽ നിങ്ങൾ ഓടും. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം,
among the following characters. Among the following, നിങ്ങൾ എക്സാം ഒക്കെ എഴുതിയിട്ട് വാ. നമ്മൾ എക്സാം കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ലൈവ് വെക്കില്ലേ? അപ്പൊ നിങ്ങൾ നല്ല മാർക്ക് സ്കോർ ചെയ്ത് വരുമ്പോ അന്ന് പാട്ട് പാടും. അന്ന് ഞാൻ ഷുവർ ആയിട്ടും പാടും. ഓക്കെ? അപ്പൊ അടുത്ത ചോദ്യം, among the following characters, which one was not considered by Mendel in his experiments on pea plant? അതായത് മെന്റൽ മൊത്തത്തില് 7 ക്യാരക്ടേഴ്സ് 14 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതില് വിച്ച് വൺ വാസ് നോട്ട് കൺസിഡേർഡ് ബൈ മെന്റൽ ഇൻ ഹിസ് എക്സ്പെരിമെന്റ്സ് ഓൺ പീ പ്ലാന്റ്? മെന്റൽ ഇതിൽ കൺസിഡർ ചെയ്യാത്ത ഫീച്ചർ ഏതാണ്? ഈസി ആണല്ലേ? എടാ ഇത് ആക്ച്വലി NCERT-യുടെ അല്ല സോറി, ഞാൻ എപ്പോഴും NCERT എന്ന് പറയും, NTA-യുടെ സാമ്പിൾ ക്വസ്റ്റ്യൻസ് അതേപോലെ PYQs ആണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ഇത്രയും എക്സ്പേർട്സ് ആയതുകൊണ്ടാണെന്നൊന്ന് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് നമുക്ക് സ്പീഡിൽ ആൻസർ കിട്ടാൻ തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പം സ്റ്റെം ടെയിൽ അല്ല, ടോൾ. ടോൾ ഞാൻ വായിച്ചത് എന്താണ്? ടെയിൽ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ടോൾ ഓർ ഡ്വാർഫ്, trichomsa, glandular or non-glandular, seed green or yellow, pod inflated or constricted. Okay. Okay. അപ്പൊ ഏതാണ് ആൻസർ? ബി. വെരി ഗുഡ്, വെരി ഗുഡ്. അതായത് ഗ്ലാൻഡുലർ ഓർ നോൺ ഗ്ലാൻഡുലർ ഇങ്ങനെ ഒരു ഫീച്ചർ ആര് സെലക്ട് ചെയ്തിട്ടില്ല? നമ്മൾ പഠിച്ചിട്ടില്ല, മെന്റല് സെലക്ട് ചെയ്തിട്ടില്ല. യെസ് അഭിരാമി മാം. ഓക്കെ, ഓറഞ്ച് കളർ, ഓറഞ്ച് കളർ ഓർ ഗ്രീൻ കളർ. ഓക്കെ, സോ അടുത്ത ചോദ്യം, ഡു യു വോണ്ട് ബാംഗിൾസ് എന്നൊക്കെ ആരോ ചോദിച്ചിട്ടുണ്ട്. യെസ്, ഇപ്പൊ എനിക്കൊരു ഗ്രീൻ കളറിലും ഓറഞ്ച് കളറിലും ഒരു ബാംഗിൾ കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. NTക്ക് തെറ്റിന്നോ? NTക്ക് തെറ്റിയിട്ടില്ല. ഓക്കെ മക്കളെ, അപ്പൊ അടുത്ത ചോദ്യം, മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്, കോളം 1 with the causative agent and select the correct option. Okay, അപ്പൊ കോളം 1 gonorrhea, syphilis, genital warts, AIDS. Column 2, sorry, again mistake, HIV ആണ്. Neisseria, Treponema, human papilloma virus. Okay, അപ്പൊ ഞാൻ ഓൾറെഡി നമ്മൾക്ക് മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ടൈം സേവ് ചെയ്യാം, എങ്ങനെ ടൈം മാനേജ്മെന്റ് പ്രാക്ടീസ് ചെയ്യാം എന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് പെട്ടെന്ന് മാച്ചു. എന്തുവാടെ മുഹമ്മദ് ഇർഫാൻ HIV-ക്ക് പൂ കൊടുക്കുന്നോ? ഓക്കെ, ഓക്കെ, ഒന്ന് മാച്ച് ചെയ്യുന്നുണ്ടോ? ഓക്കെ, അപ്പം നമുക്ക് എയ്ഡ്സ് പെട്ടെന്ന് തന്നെ HIV കൊടുക്കാം അല്ലെ? അപ്പൊ D1 ഉള്ള ഓപ്ഷൻ, ആക്ച്വലി ഈ ഓപ്ഷൻ മാത്രം നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ജെനൈറ്റൽ വാർട്സ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, C4. യെസ്, C4. ഇതെല്ലാം C4 അല്ല. സോ അപ്പൊ തന്നെ നമുക്ക് ആക്ച്വലി ആൻസർ കിട്ടി. ഓപ്ഷൻ എ ആണ്. അപ്പൊ A2 gonorrhea, Neisseria, B3 syphilis, Treponema. Okay, അപ്പൊ എല്ലാ ആൻസേഴ്സും കിട്ടിയില്ലേ? റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, the function of copper ions in copper releasing iodines. Yes, contraceptive base ചെയ്തിട്ടാണ്. അപ്പൊ കോൺട്രാസെപ്റ്റീവ്സ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കോപ്പർ റിലീസിംഗ് അയോഡീസ്, കോപ്പർ T, കോപ്പർ 7 and multilord 375 നമുക്കറിയാം. They suppress sperm motility and fertilizing capacity of sperms. They inhibit gametogenesis. They make uterus unsuitable for implantation. They inhibit ovulation. Okay. ഏതാണ് ആൻസർ വരാ? എ. They suppress sperm motility and fertilizing capacity of sperms. They inhibit gametogenesis. They make uterus unsuitable for implantation. They inhibit ovulation. The right answer is option A. Right? Option A ആണ്
correct answer. Okay, all of you got the right answers. നിങ്ങൾ ഭയങ്കര മാസ്റ്റേഴ്സ് ആയാലോ, എല്ലാം സ്പീഡിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. കോപ്പർ അയോൺസ് സ്പേം മോട്ടിലിറ്റിനെ സപ്രസ് ചെയ്യും, അതുപോലെ സ്പേമിന്റെ ഫെർട്ടിലൈസിംഗ് കപ്പാസിറ്റി അവിടെ അഫക്റ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യമേ, അടുത്ത ചോദ്യം ഹിലാൽ. യു കെയും കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്. ഹിലാൽ, യു ആർ ലേറ്റ്. ഓക്കെ, ഫോർ ഓഷൻ മാം, താങ്ക് യു. അപ്പൊ അടുത്ത ചോദ്യം, in case of a couple where the male is having very low sperm count, which technique will be suitable for fertilization? അവിടെ sperm count വളരെ കുറവാണ് മെയിൽസിന്. അപ്പൊ ഏത് ART ആണ്, ഏത് ടെക്നിക് ആണ് ഇവിടെ ഫോളോ ചെയ്യേണ്ടത്? ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ, യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, IUT. ഗമീറ്റ് ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ നിങ്ങൾക്ക് അറിയാലേ, IVF-ന്റെ ഒരു ഭാഗമാണ്. ഗിഫ്റ്റ് ഗമീറ്റ് ഇൻട്രാ ഫാലോപ്പിയൻ ട്രാൻസ്ഫർ, artificial insemination, intracytoplasmic sperm injection. Okay. IUD's example IUD example എങ്ങനെ തെറ്റി പോവാ? മൂന്നല്ലേ IUDs ഉള്ളത്. IUDs കോപ്പർ റിലീസിങ് IUDs, ഹോർമോൺ റിലീസിങ് IUDs, അതേപോലെ നോൺ മെഡിക്കേറ്റഡ് IUDs അല്ലേ. അപ്പൊ കോപ്പർ റിലീസിങ് കോപ്പർ ടി, കോപ്പർ സെറം ആൻഡ് മൾട്ടിലോ 375. ഓക്കെ, LNG-20 ആൻഡ് പ്രൊജസ്റ്റാസേർട്ട് ഏതിൽ വരും? ഹോർമോൺ റിലീസിംഗിൽ വരും. ലിപ്പീസ് ലൂപ്പ് നോൺ മെഡിക്കേറ്റഡ്. അപ്പൊ ലിപ്പി നോൺ മെഡിക്കേറ്റഡ് ആണെന്ന് നിങ്ങൾ ഓർക്കുക, ലിപ്പി നോൺ മെഡിക്കേറ്റഡ് ആണെന്ന് ഓർക്കുക. പിന്നെ ബാക്കി കുഴപ്പമില്ലല്ലോ, ബാക്കി കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പം ഇത് ഓക്കെ അല്ലേ? അപ്പോൾ എന്ത് പട്ടിക്ക് ആസ് പെർ എനിവൺ ദാർന്നോ? വി ഓൾ ആർ ഹിയർ, എവ്രിവൺ ഈസ് ഹിയർ. ഓക്കെ, ഓക്കെ ഹിലാൽ, സി. സിയോ? നിങ്ങൾ ഇതിന്റെ ആൻസർ പറഞ്ഞില്ല അല്ലെ? ഓപ്ഷൻ സി, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആണ് കേട്ടോ. അതായത് സ്പേം കൗണ്ട് കുറവാണെങ്കിലോ അല്ലെങ്കിൽ മെയിൽ പാർട്ണർ ഇസ് ഇനേബിൾ ടു ഇൻസെമിനേറ്റ് ആണെങ്കിലോ നമ്മൾ അവിടെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആണ് യൂസ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം മക്കളെ, അടുത്ത ചോദ്യം ഇതാ പിടിച്ചോ. ഓക്കെ, അടുത്ത ചോദ്യമേ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്ന് പറയാ. സോ ആക്ച്വലി ഇനി നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PYQs ആണ് കേട്ടോ. നമ്മൾ 5 years PYQ ഓൾറെഡി ഒരു ലൈവ് പോയതാണ്. അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന കുറച്ച് PYQs ആണ് ഞാൻ ഇനി ബാക്കി എടുക്കാൻ പോകുന്നത്. ഓക്കെ, I was playing football match, that is why I got late. ഹിലാൽ, ഓക്കെ. ദേവു ഡി പറഞ്ഞപ്പോ ദേവുന്റെ ഡി എന്തിനാ നോക്കുന്നേ? ശ്വേത സ്വന്തം ദേവുന്റെ ഡി നോക്കാൻ പാടില്ല. ഓക്കെ, യെസ്. അപ്പൊ ഇനി കുറച്ച് PYQs, അതായത് PYQ എന്ന് പറയുമ്പോൾ കോൺസെപ്റ്റ് ആണ് ഞാൻ അവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ചിലപ്പോ മറന്നു പോവാൻ പാടില്ല, അതിനാണ് റിവൈസ് ചെയ്യണം എന്ന് പറയുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യണം. എനിവേ, നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. What are the potential drawbacks in adoption of IVF method? In vitro fertilization select ചെയ്യുമ്പോൾ drawbacks ഏതൊക്കെയാണെന്ന് നോക്കാം. High fatality risk to mother, അമ്മ മരിച്ചു. Expensive instruments and reagents, husband or wife necessary for being donors, less adoption of orphans, not available in India, possibility that the early embryos does not survive. Choose the correct answer from the options given below. നോക്കിക്കോളൂ, ഞാൻ എന്നിട്ട് പറഞ്ഞുതരാം. അനന്യേ, നീ ഹാപ്പി ആണോ എന്റെ കൂടെ? Who is that? What comedy are you creating here? എടാ, ഞങ്ങൾക്കൊക്കെ ചിരിക്കാൻ, ഇതിന്റെ ഇടയ്ക്ക് ചിരിക്കാൻ ഒരു വേദി ഒരുക്കല്ലേ. Get out. ഓക്കെ മക്കളെ, യെസ്. ഹൈ ഫേറ്റാലിറ്റി റിസ്ക് ടു മദർ, അമ്മ മരിച്ചു പോകുന്നുള്ള IVF ചെയ്തിട്ടുണ്ടെങ്കിൽ. എക്സ്പെൻസീവ് ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് റിയേജൻസ് കറക്റ്റ് ആണ്. ഹസ്ബൻഡ് വൈഫ് നെസസറി ഫോർ ബീങ് ഡോണേഴ്സ്, ഒരു നിർബന്ധമില്ല, ആർക്ക് വേണമെങ്കിലും ഡോണേഴ്സ് ആകാം. ലെസ് അഡോപ്ഷൻ ഓഫ് ഓർഫൻസ്, അത് കറക്റ്റ് ആണ്. അഡോപ്ഷൻ ഉള്ള ഒരു ചാൻസ് കുറഞ്ഞു. നോട്ട് അവൈലബിൾ ഇൻ ഇന്ത്യ ഒന്നുമല്ല, ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഇത് അവൈലബിൾ ആണ്. പോസിബിലിറ്റി ദാറ്റ് ഏർലി എംബ്രിയോസ് ഡസ് നോട്ട് സർവൈവ്, യെസ്, ഏർലി എംബ്രിയോസ് സർവൈവ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, അപ്പം എന്താണ്? ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദി ഓപ്ഷൻസ് ഗിവൻ ബിലോ പറയുമ്പോൾ ബി, ഡി ആൻഡ് എഫ്, BDF. റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണോ നിങ്ങൾക്ക് കിട്ടിയത്? യെസ്, നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മക്കളെ, അടുത്ത ചോദ്യം, what is the name of the blood vessel that carries deoxygenated blood from the body to the heart in a frog?
What is the name of the blood vessel that carries deoxygenated blood from the body to the heart in a frog? ചോദ്യം കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ശരീരത്തിൽ നിന്ന് ഹാർട്ടിലേക്ക് ഫ്രോഗിന്റെ കേസിൽ കൊണ്ടുപോകുന്നത് ഏത് ബ്ലഡ് വെസൽ ആണ്? അയോട്ട, പൾമണറി ആർട്ടറി, പൾമണറി വെയിൻ ആൻഡ് വീന കാവ. Please let me know that how is dream queen on. Don't think about queens. Be the king first. ആദ്യം king ആകൂ, then ക്യൂ നിൽക്കും. ഓക്കെ, സ്വയം കിങ് ആകൂ. നമ്മൾ വെറുതെ ക്വീനിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്വീൻ അങ്ങനെ ക്വീൻ ഇങ്ങനെ ആ ഡ്രീം അല്ല നമുക്ക് വേണ്ടത്. നമ്മൾ കിങ് ആകാനാണ് ഫസ്റ്റ് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ ആൻസർ പറയൂ. ഏതാണ് ആൻസർ? ഡി, വീനക്കാവ. വീനക്കാവ, യെസ്. സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീനക്കാവ നമ്മളുടെ കേസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പൊ വീനക്കാവയാണ് ഡിയോക്സിജനേറ്റഡ് ബ്ലഡിനെ ഹാർട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഇതിൽ സംശയമൊന്നുമില്ലല്ലോ? സംശയമൊന്നുമില്ലാലോ? ഓക്കെ, ദയവ് ചെയ്ത് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എൻ്റെ ഒരു എളിയ അപേക്ഷയാണ്, എല്ലാ കപ്പിൾസും ഒന്ന് ഇറങ്ങി പോവുക. പ്ലീസ് ഗെറ്റ് ഔട്ട്. എല്ലാ കപ്പിൾസും ഇറങ്ങി പോവുക. പ്ലീസ് ഗെറ്റ് ഔട്ട്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം. Given below are two statements. രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് നോക്കിക്കോ. സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2. In the RNA world, okay, നമ്മൾ RNA world കൺസിഡർ ചെയ്യുമ്പോൾ RNA is considered the first genetic material evolved to carry out essential life process. RNA acts as genetic material and also as a catalyst for some important biochemical reactions in living system. Being reactive, RNA is unstable. Statement 2. DNA evolved from RNA and is a more stable genetic material. Its double helical strands being complementary resist changes by evolving repairing mechanism. In the light of the above statements, choose the most appropriate answer from the options given below. Both statement 1 and 2 are correct. Statement 1 correct, 2 incorrect. 1 correct, 2 incorrect. ഇത് രണ്ടും ഒന്നാണോ ഇരിക്കുന്നത്? അല്ല, ഇത് രണ്ടും ഇൻകറക്റ്റ് എന്ന് പറയുന്നു. ഇത് കറക്റ്റ്, ഇത് ഇൻകറക്റ്റ്. 1 ഇൻകറക്റ്റ്, 2 കറക്റ്റ്. ഓ, എനിക്ക് വായിച്ചിട്ട് ഭ്രാന്തായി പോയി. എന്തൊരു വലിയ ക്വസ്റ്റ്യനാ, എനിക്ക് വായിച്ചിട്ട് ഭ്രാന്തായി പോയി. എടാ, ഒരു ക്വസ്റ്റ്യന്റെ മുകളിൽ ബയോളജിയിൽ നിങ്ങൾ എത്രമാത്രം ടൈം സ്പെൻഡ് ചെയ്യും? മാക്സിമം 45 സെക്കൻഡ്സ്. 1 മിനിറ്റിൽ കൂടുതലൊന്നും ഒരു കാരണവശാലും സ്പെൻഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പം ഇത്രയും വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും എല്ലാം ഉണ്ടാവില്ല. കുറച്ച് ക്വസ്റ്റ്യൻസ് ഇത്രയും വലുത് ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ മാക്സിമം ഒരു ടൈമിന്റെ മുകളിൽ ടൈം സ്പെൻഡ് ചെയ്യാണ്ട് പെട്ടെന്ന് പോവാ. അങ്ങനെയാണെങ്കിലാണ് വലിയ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ആ ടൈം മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഒരു 30 സെക്കൻഡ് ഒക്കെ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ഫുൾ വായിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല എങ്കിൽ, ബയോളജിയുടെ മാത്രം കേസല്ല, ഏതൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലും ടൈം അതിലധികം സ്പെൻഡ് ചെയ്യാണ്ട് കിട്ടുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവിടെ സ്റ്റക്ക് ആയിട്ട് വീണ്ടും ടൈം സ്പെൻഡ് ചെയ്ത് നിൽക്കാണ്ട് ജസ്റ്റ് സ്കിപ്പ് ചെയ്യാം. ഈസി ക്വസ്റ്റ്യൻസ് ചെയ്തു പോവാ. ലാസ്റ്റ് മാത്രം ആ ക്വസ്റ്റ്യനിലേക്ക് വന്ന് ബാക്കി സമയത്ത് അത് ആലോചിക്കാം കേട്ടോ. ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പൊ അടുത്ത ചോദ്യം. ഇത് ആൻസർ പറയൂ. നിങ്ങൾ വായിച്ചു, ഞാൻ ഇനി വായിക്കുന്നില്ല. നിങ്ങൾ വായിച്ചോ? വലിയ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ വായിച്ചു തരണോ? ബയോളജി നിങ്ങളൊരു ലൈക്ക് ഒരു 45 മിനിറ്റ്സിന്റെ ഉള്ളിൽ, അതിൽ കൂടുതൽ ബയോളജിക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പാടില്ല. ഒരു 45 മിനിറ്റ്സ്. 1 അവർ ഒന്നും എടുക്കരുത് ബയോളജി കംപ്ലീറ്റ് ആക്കാൻ. ഫിസിക്സിന് എടുക്കേണ്ട സമയം 1 അവർ. ബയോളജി 45, കെമിസ്ട്രി 50, ഫിസിക്സ് 1 അവർ. ബാക്കി സമയം സ്റ്റക്ക് ആയ ക്വസ്റ്റ്യൻസ്, കിട്ടാതെ പോയ ക്വസ്റ്റ്യൻസിന്റെ മുകളിൽ സ്പെൻഡ് ചെയ്യാൻ. ഓക്കെ, അപ്പം എടാ ഇതിന്റെ ആൻസർ പറയൂ. 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണല്ലേ? 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഹിലാൽ, do I want to speak in English? Kerala kids are here. Okay. Oh, it's difficult for you to understand, Hilal. No matter, don't bother. Sometimes in between I will be speaking in English to you. Just focus on these questions. These questions are in English and these answers are also in English. Okay. അപ്പൊ ഇതിന് വായിക്കണ്ടല്ലോ, ഒന്നുമില്ല. ആദ്യം പറയുന്നത് RNA ആയിരുന്നു ഫസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ.
RNA ആയിരുന്നു ആദ്യത്തെ ജനറ്റിക് മെറ്റീരിയൽ. അത് കാറ്റലിസ്റ്റ് ആയി അത് ബയോകെമിക്കൽ റിയാക്ഷൻസിലൊക്കെ ഇൻവോൾവ് ചെയ്തു എന്ന് പറയുന്നു. രണ്ടാമത് പറയുന്നു DNA RNA ഇൻവോൾവ് ചെയ്ത കാര്യം പറയുന്നു, അത് കൂടുതൽ സ്റ്റേബിൾ ആയി. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. അതെ അതെ, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ലടാ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, match list 1 with the list 2 ട്ടോ. list 1 and list 2. okay, അപ്പൊ match the following questions easy ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? okay, you are Malayali from Coimbatore. okay, fine. okay, so നമ്മളുടെ in between talks ഒക്കെ കഴിഞ്ഞു. തിരിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇനി full concentration to the questions ട്ടോ. concentration to questions. okay, now you started learning Malayalam. okay, our language is Malayalam. okay, okay, so questions like തിരിച്ചു വരൂ. match the following loose talks ഒക്കെ avoid ചെയ്യൂ. so the question list 1 and list 2 matching emphysema, angina pectoris, glomerulonephritis and tetany. ഇപ്പുറത്തെ rapid spasms in muscle due to low calcium in body fluid, damaged alveolar walls and decreased respiratory surface, acute chest pain when not enough oxygen is reaching to heart muscle, inflammation of glomeruli of of kidney. നമുക്ക് എങ്ങനെ പെട്ടെന്ന് മാച്ച് ചെയ്യാം? എങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് മാച്ച് ചെയ്യാം? ഈസി ആയിട്ട് ഞാൻ ജസ്റ്റ് റാൻഡം ആയിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാൻ പോവാണ് കേട്ടോ. ഞാൻ ഇതൊന്നും നോക്കിയിട്ടില്ല. സോ ഇതിൽ ആൻജിന പെക്ടോറിസ് എന്ന് പറയുമ്പോൾ ചെസ്റ്റ് പെയിൻ ആണ് എന്ന് എനിക്കിത് വായിച്ചപ്പോഴേ മനസ്സിലായി. സോ ഞാൻ B3 വെച്ചിട്ട് മാത്രം ഒന്ന് നോക്കുന്നു. ഓക്കെ, യെസ്, ആ B3 എന്ന ഒരൊറ്റ ക്ലിക്കിൽ നിന്ന് തന്നെ എനിക്ക് ഇവിടെ ആൻസർ കിട്ടി. ബിക്കോസ് ഇതിലൊന്നും B3 അല്ല. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്താൽ മതി. A2 ആണോ നോക്കട്ടെ. emphysema, damaged alveolar walls and decreased respiratory surface, കറക്റ്റ് ആണ്. C4 glomerulonephritis, inflammation of glomeruli of kidney. അതേപോലെ D1 tetany, rapid spasm in muscle due to low calcium level, right? yes, so the right answer is option D. അതെ കറക്റ്റ് അങ്ങനെ തന്നെ. നമുക്ക് ഇതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്, അത് ഫസ്റ്റ് മാച്ച് ചെയ്ത് നോക്കാം. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടം ആൻജിനയാണ്, ചെസ്റ്റ് പെയിൻ, അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് അത് മാച്ച് ചെയ്ത് നോക്കിയത്. ഓക്കെ, അപ്പൊ നിങ്ങളും അതേപോലെ ചെയ്യാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ക്രോമസോം ഇൻ ദ ഹ്യൂമൻ ജീനോം ഹാസ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് ജീൻസ്? ഓക്കെ, ഹയസ്റ്റ് നമ്പർ ഓഫ് ജീൻസ്, ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ജീൻസ് ഉള്ള ക്രോമസോം ഏതാണ്? ക്രോമസോം X, ക്രോമസോം Y, ക്രോമസോം 1, ക്രോമസോം 10. പകുതി ആവുമ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം കേട്ടോ. ഓക്കെ, പകുതി ആവുമ്പോൾ, അതായത് ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ 36 ക്വസ്റ്റ്യൻസ് ചെയ്തു. 50 ക്വസ്റ്റ്യൻസ് ആവുമ്പോൾ നമ്മൾ ഒരു ചെറിയ ബ്രേക്ക് എടുക്കും, ഒരു 10 minutes ബ്രേക്ക്. യെസ്, ഇതെങ്ങനെ മാച്ച് ചെയ്യും? യാ റൈറ്റ്, ക്രോമസോം 1 ആണ് ഏറ്റവും ലാർജസ്റ്റ്, അതിലാണ് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ജീൻസ് സ്വാഭാവികമായിട്ടും ഉള്ളത്. ഓപ്ഷൻ സി, റൈറ്റ്, കറക്റ്റ്. ആര് പോയോന്നാ? അപ്പൊ അടുത്ത ചോദ്യം, I would love to learn Malayalam language. yes, okay. It's difficult to learn Malayalam, Hilal, but yet you can learn. It's a nice language. All languages are nice. break വേണ്ട. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, യെസ്, ഇത് നിങ്ങൾ പഠിച്ചോളൂ കേട്ടോ. നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെച്ചതേ ഉള്ളൂ. സാലൈൻ ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ജീനോം, അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ വന്നിരിക്കുന്നത്. One has the most genes and Y has the fewest. ഓക്കെ, അടുത്ത ചോദ്യം, which of the following statement is correct about location of the male copulatory pad? okay, male copulatory pad, അതായത് sexual dimorphism, copulatory pad, അതേപോലെ vocal sac ഉണ്ട് അല്ലേ. അപ്പൊ anyway, the copulatory pad in male frog എവിടെയാണ് present? first and second digit of forelimb, first digit of hind limb, second digit of forelimb and first digit of the forelimb. എവിടെയാണ് present? yes, first digit of the forelimb ആണ്. forelimb-ന്റെ first digit-ലാണ്. 4 digits ആണ് forelimbs-ല്. hind limb-ൽ എത്ര digits ആ? 5 digits, right? okay മക്കളെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം. okay, so the next question, again match the following: head, middle piece, acrosome, tail. ഇപ്പോഴത്തെ enzyme, sperm motility, energy, genetic material. ഈസി ആയിട്ടുള്ളത് വെച്ച് പെട്ടെന്ന് മാച്ച് ചെയ്യൂ. okay, പെട്ടെന്ന് മാച്ച് ചെയ്യൂ. acrosome enzymes അല്ലേ? acrosome enzymes. okay, അപ്പൊ C1 ഞാനൊന്ന് നോക്കട്ടെ. C1 ഉള്ള രണ്ട് ഓപ്ഷൻ, അപ്പത്തേക്കും എനിക്ക് രണ്ടെണ്ണം എലിമിനേറ്റ് ചെയ്യാൻ പറ്റി. tail, sperm motility അല്ലേ? okay, D2. യെസ്, അപ്പൊ അതില്
D2 കൊടുത്തു. അപ്പോഴത്തേക്കും എനിക്ക് റൈറ്റ് ആൻസർ കിട്ടി. ബിക്കോസ് ഇത് ഞാൻ എലിമിനേറ്റ് ചെയ്തു. A4 ഹെഡിലാണ് ജനറ്റിക് മെറ്റീരിയൽ, B3 മിഡിൽ പീസ് എനർജി. ഓക്കെ, സോ ഐ ഗോട്ട് ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ മക്കളെ അടുത്ത ചോദ്യമേ, name the class of enzyme that usually catalyze the following reaction. S, G plus S dash. അതായത് ഇതൊരു ഗ്രൂപ്പാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സബ്സ്ട്രേറ്റും ആ സബ്സ്ട്രേറ്റിന് മുകളിലൊരു ഗ്രൂപ്പ് ഉണ്ട്, അപ്പുറത്തത് വേറൊരു സബ്സ്ട്രേറ്റ്. ആ റിയാക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും എസ് ഒറ്റയ്ക്കായി മാറി, എന്ന് വെച്ചാൽ എസ് ഇവിടുന്ന് സ്പ്ലിറ്റ് ആയി, ഈ ഗ്രൂപ്പ് പോയിട്ട് ഈ അടുത്ത സബ്സ്ട്രേറ്റ് എസ് ഡാഷിലേക്ക് പോയിട്ടിരുന്നു. ഓക്കെ, ജി ഈസ് ഗ്രൂപ്പ് അതർ ദാൻ ഹൈഡ്രജൻ, എസ് ഇസ് സബ്സ്ട്രേറ്റ്, എസ് ഡാഷ് ഇസ് അനദർ സബ്സ്ട്രേറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ ഏത് എൻസൈം ആണ് ഈ കാറ്റലിസിസ് നടത്തിയിരിക്കുന്നത്? എന്തോ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഇപ്പൊ ഓക്കെ 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 എന്തൊക്കെയോ ആൻസേഴ്സും ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി, ട്രാൻസ്ഫറേസ്. റൈറ്റ്, ഗ്രൂപ്പ് അതർ ദാൻ ഹൈഡ്രജൻ ആണ് ട്രാൻസ്ഫറേസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സംശയമൊന്നുമില്ലല്ലോ. ഇത് പഠിക്കുന്നതിനൊപ്പം തന്നെ ബാക്കി എൻസൈംസിന്റെ ക്ലാസിഫിക്കേഷൻ കൂടെ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ മക്കളെ അടുത്ത ചോദ്യമേ, ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇതിലെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യുക. ജസ്റ്റേഷൻ പീരീഡ്, എംബ്രിയോണിക് ഡെവലപ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഹ്യൂമൻ പ്രഗ്നൻസി, മേജർ ഓർഗൻ സിസ്റ്റംസ് ആർ ഫോംഡ് അറ്റ് ദ എൻഡ് ഓഫ് 12 വീക്സ്. മേജർ ഓർഗൻ സിസ്റ്റംസ് ആർ ഫോംഡ് അറ്റ് ദ എൻഡ് ഓഫ് 8 വീക്സ്. ഇതിൽ രണ്ടിൽ ഏതോ ഒന്നേ കറക്റ്റ് ഉള്ളൂ, ഏതാന്ന് കണ്ടുപിടിക്കണം. ഹാർട്ട് ഫോംഡ് ആഫ്റ്റർ 1 month. Limbs and digits develop by the end of second month. Appearance of hair is usually observed in the 5th month. And choose the correct answer from the options given below. Yes. ഏത് കണ്ടുപിടിക്കും? എങ്ങനെ കണ്ടുപിടിക്കും? എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ എക്സിനോട് എസ് പറഞ്ഞു. ഓക്കെ, യെസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡി പറയുന്നു. ഓക്കെ, ഇതിൽ ഏതാ കറക്റ്റ്? ആക്ച്വലി ഇതില് അറ്റ് ദ എൻഡ് ഓഫ് 12 വീക്സ് ആണ് മേജർ ഓർഗൻ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് തെറ്റ്, ബാക്കിയെല്ലാം റൈറ്റ് ആണ്. റൈറ്റ്, അപ്പൊ ഏത് ആൻസർ വരാം? ACDE വരുന്ന ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ഇവന്റ്സ് ഇൻ യൂക്കാരിയോട്ടിക് സെൽ? അതായത് ട്രാൻസ്ക്രിപ്ഷന് ശേഷം നടക്കുന്ന ഇവന്റ്സ്, പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ഇവന്റ്സ്. ആ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ഇവന്റ്സും കഴിഞ്ഞിട്ടാണ് എന്ത് നടക്കുക? അയ്യോ, എന്നെ കാണുന്നില്ല അല്ലെ. ആ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ഇവന്റ്സും കഴിഞ്ഞിട്ടാണ് ട്രാൻസ്ലേഷൻ നടക്കുന്നത്. ട്രാൻസ്ലേഷൻ സൈറ്റോപ്ലാസ്റ്റി വെച്ചിട്ട് അതുവരെയുള്ള എല്ലാ ഇവന്റ്സും ആക്ച്വലി ന്യൂക്ലിയസിനുള്ളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പം ട്രാൻസ്പോർട്ട് ഓഫ് പ്രീ mRNA to cytoplasm prior to splicing. Removal of introns and joining of exons, എന്ന് വെച്ചാൽ splicing. Addition of methyl group at 5' end of hRNA, capping. Addition of adenine residues at 3' end of hnRNA, tailing. Base pairing of 2 complementary RNAs. 2 complementary RNAs തമ്മിൽ പരസ്പരം ബേസ് പെയർ ചെയ്യുന്ന പ്രോസസ്സ്. ഓക്കെ, ഇതിൽ ഏതാണ് which of the following are the post transcriptional events in a eukaryotic cell? ട്രാൻസ്ക്രിപ്ഷന് ശേഷം നടക്കുന്ന ഇവന്റ്സ് ഏതൊക്കെയാണ്? ട്രാൻസ്ക്രിപ്ഷന് ശേഷം നടക്കുന്ന ഇവന്റ്സ് ഏതൊക്കെയാണ്? You did not answer. Hilal, what was your question? ഞാൻ കണ്ടില്ല കേട്ടോ. Hilal, I didn't see your question. Which was that? Which was the question that I didn't answer? Can you repeat it once more? Is that related to academics or subject or something else? Oh, 2 Sol 1 Road. I remember you. Your cry for class 8. 2 Sol 1 Road ഓർമ്മയുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്? ആൻസർ ഏതാണ്? ആ 2 Sol 1 Road ഓർമ്മയുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്? ഇതിന്റെ ആൻസർ വരുന്നത് യെസ്, ട്രാൻസ്പോർട്ട് ഓഫ് പ്രീ mRNA ടു സൈറ്റോപ്ലാസം പ്രയർ ടു സ്പ്ലൈസിംഗ്. സ്പ്ലൈസിംഗിന് മുൻപായിട്ട് ഇത് പുറത്തേക്ക് വരുന്നില്ല. സോ ഓപ്ഷൻ എ ഇസ് wrong. Okay, removal of introns and joining of exons, correct. Addition of like ഈ മൂന്ന് പ്രോസസ് എന്താണ്? which of the following are the post transcription events? ഇത് മൂന്നും എന്താ? പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ ശേഷം നടക്കുന്ന ഇവന്റ്സ് ആണ്.
Okay, ഇനി ബേസ് പെയറിംഗ് അതൊന്നും പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ഇവന്റ് അല്ല. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, BCD. ഓക്കെ, സ്പ്ലൈസിംഗ്, ക്യാപ്പിംഗ് ആൻഡ് ടൈലിംഗ്. ക്ലിയർ? ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, വാട്ട് ഇസ് ദ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് ഫോർ പോളിജനിക് ട്രേറ്റ്? Polygyny, many genes togetherly controlling one character. Okay, മിസ് എനിക്ക് ഉറപ്പ് മിസ് യെസ്, എന്നെ വിശ്വസിക്കാം. ഉടനെ കുറച്ച് ദിവസത്തിനുള്ളിൽ 2 Sol 1 Roadന് ക്ലാസ് 8 കിട്ടും ട്ടോ. ഓക്കെ, ബിഫോർ ബ്ലസ്സി മാം. ഓക്കെ ഡാ ഹിലാൽ. ഓക്കെ, സോ polygenic trait ഏത് പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ്? മെന്റലിയൻ ഇൻഹെറിറ്റൻസ് പാറ്റേൺ, നോൺ മെന്റലിയൻ ഇൻഹെറിറ്റൻസ് പാറ്റേൺ, ഓട്ടോസോമൽ ഡോമിനന്റ് പാറ്റേൺ, എക്സ് ലിങ്ക്ഡ് റെസീവ് ഇൻഹെറിറ്റൻസ് പാറ്റേൺ? ഏത് വരും? ഓക്കെ, ഏത് ആൻസർ വരും? ഏതാ ആൻസർ വരിക? ബി. യെസ്, നോൺ മെന്റലിയൻ ഇൻഹെറിറ്റൻസ് പാറ്റേൺ ആണ്. ഇത് കൂടാണ്ട് പ്ലിയോട്രോപ്പിയുടെ, കോഡോമിനൻസിന്റെ, ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന്റെ, അതേപോലെ മൾട്ടിപ്പിൾ അലീൽസും ഉണ്ട് അല്ലേ? ഓക്കേടാ. അപ്പൊ അടുത്ത ചോദ്യം, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ആൽഫ്രഡ് ഹെർഷി ആൻഡ് മാർത്ത ചേസ്, യൂക്രിമാറ്റിൻ, ഫ്രെഡറിക് ഗ്രിഫിത്ത്, ഹെറ്ററോക്രോമാറ്റിൻ. ഇപ്പുറത്തെ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, ഡെൻസ്ലി പാക്ഡ് ആൻഡ് ഡാർക്ക് സ്റ്റെയിൻഡ്, ലൂസ്ലി പാക്ഡ് ആൻഡ് ലൈറ്റ് സ്റ്റെയിൻഡ്, DNA ആസ് ജനറ്റിക് മെറ്റീരിയൽ കൺഫർമേഷൻ. ഓക്കെ, മാച്ച് ചെയ്തോളൂ, മാച്ച് ചെയ്തോളൂ, മാച്ച് ചെയ്തോളൂ. It's my father, Hilal. 4 times NEET എഴുതിയ ആൾക്ക് 2027 NEET എഴുതാമോ? ഇർഫാൻ, 2026 NEET ആദ്യം എഴുത്, എന്നിട്ടല്ലേ 2027. First concentrate on 2026. After that we will be moving on to 2027. ആദ്യം ഇതില് ക്ലിയർ ചെയ്യാൻ നോക്കൂ. ഇനി എനിവേ 2027ലേക്കുള്ള ഗൈഡ് ലൈൻസ് ഒന്നും ഒഫീഷ്യലി പുറത്തു വന്നിട്ടില്ല. വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഓക്കെ, അത് മാച്ച് ചെയ്തോളൂ. ഡെൻസ്ലി പാക്ഡ് ഏതാണ്? ഡെൻസ്ലി പാക്ഡ് ഹെറ്ററോക്രോമാറ്റിൻ, ലൂസ്ലി പാക്ഡ് യൂക്രോമാറ്റിൻ. ഞാൻ അത് മാത്രം വെച്ചിട്ട് നോക്കട്ടെ. B3 ആൻഡ് D2, B3 ആൻഡ് D2. ഓക്കെ, എനിക്ക് അവിടെ നിന്ന് തന്നെ ആൻസർ കിട്ടി കേട്ടോ. ഓപ്ഷൻ സി. A4 ഹെർഷി ആൻഡ് ചേസ്, ജനറ്റിക് മെറ്റീരിയൽ കൺഫർമേഷൻ. ഗ്രിഫിത്ത് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയിൽ എക്സ്പെരിമെന്റ് ചെയ്തു. റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. ഓക്കെ. Hilal, which was your question? I'm not getting your question. ആരെങ്കിലും anyone seen his question? അടുത്ത ചോദ്യം, നിയോപ്ലാസ്റ്റിക് ക്യാരക്ടറിസ്റ്റിക് ഓഫ് സെൽസ് refers to. ഒരു സെല്ലിന്റെ നിയോപ്ലാസ്റ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? A massive proliferating cell. ഓക്കെ, അതായത് വളരെയധികം സെൽ ഇങ്ങനെ പ്രോലിഫറേറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. റാപ്പിഡ് ഗ്രോത്ത് ഓഫ് സെൽസ് വല്ലാണ്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇൻവേഷൻ ആൻഡ് ഡാമേജ് ടു ദ സറൗണ്ടിങ് ടിഷ്യൂ, മറ്റ് ടിഷ്യൂസിലേക്ക് ഇതെന്ത് ചെയ്യുന്നു? ഇൻവേഡ് ചെയ്ത് അതിന് ഡാമേജ് ഉണ്ടാക്കുന്നു. ദോസ് കൺഫൈൻ ടു ഒറിജിനൽ ലൊക്കേഷൻ, ആ ഇരിക്കുന്ന സ്ഥലത്ത്, ഫോം ചെയ്ത സ്ഥലത്ത് മാത്രം അവിടെ നിൽക്കുന്നു, വേറെ എവിടേക്കും പോകുന്നില്ലാത്ത സെല്ലുകൾ. ഓക്കെ, ഏതാണ് നിയോപ്ലാസ്റ്റിക് ക്യാരക്ടറിസ്റ്റിക് ഓഫ് സെൽസ് എന്ന് പറയുന്നത്? ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദി ഓപ്ഷൻസ് ഗിവൺ ബിലോ. ഏതാണ് ആൻസർ വരാ? ഏതാണ് ആൻസർ വരാ? ഏതാണ് ആൻസർ വരാ? ഏതാണ് ആൻസർ വരാ? യെസ്, ABC അല്ലെ. അതായത് നിയോപ്ലാസ്റ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ക്യാൻസർ സെല്ലിന്റെ പ്രോപ്പർട്ടിയാണ്. ഇത് മൂന്നും ക്യാൻസർ സെല്ല് കാണിക്കുന്ന പ്രോപ്പർട്ടിയാണ്. ക്യാൻസർ സെൽ ഒറിജിനൽ ലൊക്കേഷനിൽ ഇരിക്കത്തില്ല, വേറെ എവിടേക്കെങ്കിലും ഇൻവേഡ് ചെയ്ത് അവിടെ പോയിട്ട് ഡാമേജ് ക്രിയേറ്റ് ചെയ്യും. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഓക്കെ, മാച്ച് ഫോളോയിങ്: അഡിനോസിൻ, അഡിനിലിക് ആസിഡ്, അഡിനിൻ, അലാനിൻ. ഇപ്പുറത്തെ നൈട്രജൻ ബേസ്, ന്യൂക്ലിയോടൈഡ്, ന്യൂക്ലിയോസൈഡ് ആൻഡ് അമൈനോ ആസിഡ്. ഓക്കെ, ജസ്റ്റ് മാച്ച് ചെയ്യൂ. അഡിനോസിൻ, അഡിനിലിക് ആസിഡ്, അഡിനിൻ, അലാനിൻ, നൈട്രജൻ ബേസ്, ന്യൂക്ലിയോടൈഡ്, ന്യൂക്ലിയോസൈഡ് ആൻഡ് അമൈനോ ആസിഡ്. എങ്ങനെ മാച്ച് ചെയ്യാം? ഹൗ ക്യാൻ വി മാച്ച് ദിസ്? ഹൗ ക്യാൻ വി മാച്ച്? ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്ത് നോക്കൂ. പെട്ടെന്ന് മാച്ച് ചെയ്യണേ, പെട്ടെന്ന് മാച്ച് ചെയ്യൂ, പെട്ടെന്ന് മാച്ച് ചെയ്യൂ, പെട്ടെന്ന് മാച്ച് ചെയ്യൂ.
പെട്ടെന്ന് മാച്ച് ചെയ്യൂ. അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ വേറെ എന്തൊക്കെയോ മെസ്സേജസ് അയക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്യൂ. ഞാൻ ലൈവ് ഒന്ന് എടുത്ത് നോക്കട്ടെ. ഓക്കെ ഓക്കെ യെസ്. അഡിനോസിൻ, അഡിനിലിക് ആസിഡ്, അലാൻ. ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് അഡിനിലിക് ആസിഡ്, അഡിനോസിൻ എന്ന് പറയുന്നത് ന്യൂക്ലിയോസൈഡ്, അഡിനിൻ എന്ന് പറയുന്നത് നൈട്രജൻ ബേസ്, അലാനിൻ എന്ന് പറയുന്നത് അമൈനോ ആസിഡ്. യെസ്. അപ്പൊ ഏതാണ് ആൻസർ വരാ? ഓപ്ഷൻ സി അല്ലേ? ഓക്കെ. അത് അതിന്റെ അല്ലേ? പ്ലീസ് റിപ്ലൈ. ഏതാണ്? എനിക്ക് നിങ്ങളുടെ പല കമന്റ്സും കാണാൻ പറ്റുന്നില്ല കേട്ടോ. ടീച്ചർ അത് അതിന്റെ അല്ലേ? പ്ലീസ് റിപ്ലൈ. ഏതിന്റെ അല്ലേ എന്നാ ചോദിക്കുന്നത്? കണ്ടിട്ടില്ല, ക്വസ്റ്റ്യൻ കാണുന്നില്ല കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. The reductive division for human female gametogenesis starts earlier than that of the male gametogenesis. Reductive division for human female gametogenesis starts earlier than that of the male gametogenesis. Male nekal munba female ne gametogenesis start ചെയ്യും. The gap between the first meiotic division and the second meiotic division is much shorter for males compared to females. Males le valare pettannu nadakkum. The first polar body is associated with the formation of primary oocyte. Primary oocyte form ചെയ്യുമ്പോൾ തന്നെ first polar body form ചെയ്യും. LH search leads to disintegration of the endometrium and onset of menstrual cycle. Okay. ആൻസർ പറയൂ. ഇതിന്റെ ഓപ്ഷൻ ആണോ സി ഫോർ കെമിസ്ട്രി പറഞ്ഞിരിക്കുന്നത്? സി ഫോർ കെമിസ്ട്രി ഒന്നും അല്ല കേട്ടോ ഇതിന്റെ ആൻസർ. ഇപ്പോഴേ പറഞ്ഞേക്കാം. നോക്ക്, ഫീമെയിൽസില് മെയിൽസിനേക്കാൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇറ്റ്സ് റൈറ്റ്. പിന്നെ മെയിൽസിന്റെ കേസിൽ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ കഴിഞ്ഞ ഉടനെ സെക്കൻഡ് നടക്കുന്നു. പക്ഷെ ഫീമെയിൽസിന്റെ കേസിൽ ഒരു അറസ്റ്റ് ഉണ്ട് അല്ലേ? സോ ദിസ് ഇസ് ട്രൂ. ഫസ്റ്റ് പോളാർ ബോഡി ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് പ്രൈമറി oocyte. അല്ല, പ്രൈമറി oocyte ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടക്കുമ്പോഴാണ് ഫസ്റ്റ് പോളാർ ബോഡി ഫോം ചെയ്യുന്നത് അല്ലെ? അപ്പൊ എന്താണ്? അത് തെറ്റാണ്. അല്ലാതെ പ്രൈമറി oocyte ഫോം ചെയ്യുന്നതിനോടൊപ്പം ഫസ്റ്റ് പോളാർ ബോഡി ഫോം ചെയ്യുന്നില്ല. LH എന്ന് പറയുന്നത് എൻഡോമെട്രിയം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നതല്ല, ഓവുലേഷൻ ആണ് നടത്തുന്നത്. സോ ആക്ച്വലി എന്താണ്? അതും റോങ് ആണ്. സോ ആക്ച്വലി റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എ ആൻഡ് ബി, ഓപ്ഷൻ എ ആണ്. ഓക്കെ. അപ്പൊ അടുത്ത ചോദ്യം. All living members of the class Cyclostomata are. Class Cyclostomata യിലുള്ള all living members free living, endoparasite, symbiotic and ectoparasites. നോക്കട്ടെ. Is a good person to be and I'm not is a very small, so he's not problem with the boys. എന്തുവാടാ ഇത്? Excuse me, lifelong achievement. What is this? What are you doing? What nonsense are you doing here? What are you doing? Don't spam. This is not a platform for this kind of activities. Okay, don't disturb. This is a serious platform. ഒരു സീരിയസ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനുള്ള പ്രിപ്പറേഷൻ നടക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ്. താങ്കൾ ഇതിൽ പ്രിപ്പയർ ചെയ്യുന്നില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു സോഷ്യൽ, ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ആ ഒരു സോഷ്യൽ മാനേഴ്സ് അത് കാണിക്കുക. ഓക്കെ, യു ആർ എ പേഴ്സൺ, റൈറ്റ്? അത്യാവശ്യം ഏജ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, എഴുതാനും വായിക്കാനും ഒക്കെ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഷോ സം മാനേഴ്സ്. This is not the platform. You have a lot of another platforms for these kind of activities. You may please leave this platform. Okay. Option D. Yes. Exclusively Cyclostomata യിലുള്ള ആളുകളെല്ലാം എന്താ? ectoparasites ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. Okay. അപ്പൊ മക്കളെ അടുത്ത ചോദ്യം. Given below are two statements. Assertion reason based questions ആണ്. Assertion reason based questions ആണ്. Okay. അപ്പൊ assertion, all vertebrates are chordates but all chordates are not vertebrates. ശ്രദ്ധിക്കണേ. Reason, the members of the subphylum Vertebrata possess notochord during the embryonic period. The notochord is replaced by cartilaginous or bony vertebral column in adults. Okay. Okay.
How will you answer for this? Option D, option A ഒക്കെ പറയുന്നുണ്ട്. Option A യും D യും ഒക്കെ പറയുന്നുണ്ട്. Okay. ഈ ഓപ്ഷൻ പക്ക obviously yes. അപ്പൊ assertion reason രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. പക്ഷെ ഈ assertion reason ആണോ ഇതെന്ന് നോക്കണം. അതായത് ഇതിൽ പറയുന്നു members of the subphylum Vertebrata possess notochord during the embryonic period. Okay. And notochord is replaced by cartilaginous or bony vertebral column in adults. Okay. അതുകൊണ്ട് എല്ലാ vertebrates chordates ആണ് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ all chordates are not vertebrates. Correct ആണ്. Explanation proper ആണ്. So the right answer is option A. Both A and R are true and R is the correct explanation for the given assertion. Okay. അപ്പോൾ അടുത്ത ചോദ്യം identify the statement that is not correct. Correct അല്ലാത്ത statement identify ചെയ്യുക. So ഇവിടെ antibody image തന്നിട്ടുണ്ട്. Each antibody has 2 light and 2 heavy chains. Yes, 2 heavy and 2 light chains. അതേപോലെ the heavy and light chains are held together by disulfide linkage. ഇടയിൽ disulfide bond കാണാം. Antigen binding site is located at the C terminal of antibody molecule. ഇവിടെയാണ് antigen bind ചെയ്യുന്നതെന്ന് പറയുന്നു. Constant region of heavy and light chains are located at the C terminal of antibody molecules. അതായത് constant region, അതായത് heavy and light chains ന്റെ constant region C terminalലേക്കാണ് locate ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നു. Okay. Choose the statement that is not correct. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യുക. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യുക. ഇതിലെ റോങ് സ്റ്റേറ്റ്മെന്റ് ഏതാ? യെസ്, ഓപ്ഷൻ സി. ആന്റിജൻ എവിടെയാ ബൈൻഡ് ചെയ്യുന്നത്? ആന്റിജൻ പോയിട്ട് ഈ എൻ ടെർമിനലിലാണ് ബൈൻഡ് ചെയ്യുന്നത്. ക്ലിയർ? യെസ്. സോ നൗ വി വിൽ ടേക്ക് എ ബ്രേക്ക്. ഒരു ഷോർട്ട് ബ്രേക്ക് എടുക്കാം. ആക്ച്വലി ബ്രേക്ക് അപ് ടു എപ്പോഴാ പറയാ 9:35 വരെ ഒരു ബ്രേക്ക് കേട്ടോ. ഓക്കെ, 9:35 വരെ ഒരു ഷോർട്ട് ബ്രേക്ക്, ഒരു സ്മോൾ ബ്രേക്ക്. ആരും പോകരുത്, ഇവിടെ തന്നെ ഉണ്ടാവുക. ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തോളൂ. ഓക്കെ, ഞാനും ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വരാം. ഫൈൻ.
ഹായ് ഹലോ എത്തി തിരിച്ചെത്തി. ഐ ആം ബാക്ക്. ഓക്കെ, അപ്പം ഫുഡ് കഴിക്കാനുള്ളവരൊക്കെ കഴിച്ചോ? അപ്പൊ മക്കളെ സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ അല്ലേ? ഒഡിബിൾ അല്ലേ? ഷാൽ വി റീസ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ട്ടോ. പകുതി ആയിട്ടേ ഉള്ളൂ ട്ടോ. ഇനി പെട്ടെന്ന് ബാക്കി കംപ്ലീറ്റ് ചെയ്യണം. 1 hour 10:30 നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, സോ നമ്മുടെ ചോദ്യം, ജീൻസ് capital R and capital Y follow independent assortment if capital R, capital Y produce round yellow seeds and small y produce wrinkled green seeds, what will be the phenotypic ratio of the F2 generation? അതായത് മെന്റലിന്റെ ഡൈഹൈബ്രിഡ് ക്രോസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡിഡ് യു ടേക്ക് കോഫി? അപ്പൊ മെന്റലിന്റെ ഡൈഹൈബ്രിഡ് ക്രോസ് ആണ് ആക്ച്വലി ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ മെന്റലിന്റെ ഡൈഹൈബ്രിഡ് ക്രോസിലെ F2 റേഷ്യോ എത്രയാണെന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ F2 റേഷ്യോ എത്രയാണെന്നാ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, F2 ഫീനോട്ടിപ്പിക് റേഷ്യോ എത്രയാണെന്നാ ചോദ്യം. ഓക്കെ, ഇത് പിന്നെ തുടങ്ങിയല്ലോ. ഡു ഐ വോണ്ട് ടു റിമൂവ് ദിസ്? ഞാൻ റിപ്പോർട്ട് ചെയ്യും ട്ടോ, റിപ്പോർട്ട് ചെയ്യും. സ്റ്റോപ്പ് ഇറ്റ്, പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. It's very irritating. Lifelong. ഒന്നും കൂടെ ഈ ഒരു മെസ്സേജ് കാണുകയാണെങ്കിൽ ഞാനിത് ബ്ലോക്ക് ചെയ്യും ട്ടോ. ഓക്കെ, യെസ്, ഫീനോട്ടിപ്പിക് റേഷ്യോ ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, ഹിസ്റ്റോൺസ് ആർ എൻറിച്ച്ഡ് വിത്ത് നമ്മുടെ ഹിസ്റ്റോൺസ് ലൈസിൻ ആൻഡ് ആർജിനിൻ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ് അല്ലെ. ല്യൂസിൻ ആൻഡ് ലൈസിൻ, ഫീനൈൽ അലാനിൻ ആൻഡ് ല്യൂസിൻ, ഫീനൈൽ അലാനിൻ ആൻഡ് ആർജിനിൻ. ഓക്കെ, യെസ്, വെരി ഗുഡ്. സി ആണ് ലൈഫ് ലോങ് അച്ചീവ്മെന്റ് അല്ലെ. ആ ലൈഫ് ലോങ് അച്ചീവ്മെന്റിനെ ബ്ലോക്ക് ചെയ്യാവോ? ഓക്കെ, യെസ്, ഇപ്പൊ പരിഹാരം ഉണ്ടാക്കാം. ഇപ്പൊ നമുക്ക് ബ്ലോക്ക് ചെയ്യാം. ഓക്കെ, യെസ്, ലൈസിൻ ആൻഡ് ആർജിനിൻ പോസിറ്റീവ്ലി ചാർജ്ഡ് അമൈനോ ആസിഡ്സ് അല്ലെ. പോസിറ്റീവ്ലി ചാർജ്ഡ് അമൈനോ ആസിഡ്സ്. ഓക്കെ, ഇപ്പം റെഡി ആക്കിയിട്ടുണ്ട്, ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ആ ശല്യം ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, the first menstruation is called menopause, menarche, diapause, ovulation. The first menstruation നമ്മൾ എന്താ പറയാ? ഫസ്റ്റ് മെൻസ്ട്രേഷന് മെനോപോസ്, മെനാർക്ക്, ഡയപ്പോസ്, ഓവുലേഷൻ. ഇതില് ഫസ്റ്റ് മെൻസ്ട്രേഷൻ, ഏറ്റവും ഫസ്റ്റ് ഉണ്ടാവുന്ന മെൻസ്ട്രേഷന് എന്താ പറയാ? ലാസ്റ്റ് മെൻസ്ട്രേഷൻ മെനോപോസ്, ഫസ്റ്റ് മെൻസ്ട്രേഷൻ ആണ് നമ്മൾ മെനാർക്ക് എന്ന് പറയാ. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി. യെസ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യമേ, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. മാച്ച് ഫോളോയിങ് ആണ്. അപ്പൊ ലിസ്റ്റ് 1 ഹാർട്ട്, കിഡ്നി, ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്ട്, അഡ്രിനൽ കോർട്ടെക്സ്. ലിസ്റ്റ് 2 എറിത്രോപോയിറ്റിൻ, ആൽഡോസ്റ്റെറോൺ, നാട്രിയൂററ്റിക് ഫാക്ടർ, സെക്രീറ്റിൻ. എങ്ങനെ മാച്ച് ചെയ്യും? ഒന്ന് പെട്ടെന്ന് മാച്ച് ചെയ്യൂ. നമുക്ക് ഓൾറെഡി അറിയാം. എനിക്ക് അറിയാവുന്ന വെച്ചിട്ട്, എനിക്ക് ഏറ്റവും അറിയാവുന്ന വെച്ചിട്ട് പെട്ടെന്ന് മാച്ച് ചെയ്യണേ. ഹാർട്ട് എന്ന് പറയുമ്പോൾ ANF ആണ് അല്ലെ. അപ്പൊ A3 നോക്കാം. യെസ്, A3യിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടി. ബാക്കി എല്ലാം എലിമിനേറ്റ് ചെയ്യാൻ പറ്റി. ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യട്ടെ. B1 ആണോ? കിഡ്നി, എറിത്രോപോയിറ്റിൻ. ഓക്കെ, C4 ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്ട്, സെക്രീറ്റിൻ, അഡ്രിനൽ കോർട്ടെക്സ്, ആൽഡോസ്റ്റെറോൺ. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ദ പ്രോട്ടീൻ പോർഷൻ ഓഫ് ആൻ എൻസൈം ഈസ് കോൾഡ്. ഇത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആ സാമ്പിൾ ക്വസ്റ്റ്യനിൽ കണ്ടായിരുന്നു. ഒരു എൻസൈമിന്റെ പ്രോട്ടീൻ പോർഷനെ നമ്മൾ എന്താണ് വിളിക്കുക? കോ ഫാക്ടർ, കോ എൻസൈം, അപ്പോ എൻസൈം, പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്. ഇതിൽ പ്രോട്ടീൻ പാർട്ടിനെ എന്താ വിളിക്കുക? പ്രോട്ടീൻ പാർട്ട് ഇസ് നോൺ ആസ് പ്രോട്ടീൻ പാർട്ട്. യെസ്, ഡി ഫോർ ദോസ്, റൈറ്റ്. ഓക്കെ, അപ്പൊ പ്രോട്ടീൻ പോർഷൻ നമ്മൾ എന്താ വിളിക്കുക? പ്രോട്ടീൻ പോർഷൻ സി ആണോ? ജെനി സി ആണോ? യെസ്. അയ്യോ, ഓ മൈ ഗോഡ്, ജെനി, യു ഡിലീറ്റഡ് ദാറ്റ്. പ്രോട്ടീൻ പോർഷൻ എന്താ പറയാ? ഞാൻ
ചോദിക്കുമ്പോഴത്തേക്കും കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമുണ്ടോ? കുറെ പേര് ഇവിടെ ബി ഇട്ടു, ഞാൻ കുറെ ഓപ്ഷൻ ബി കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഓപ്ഷൻ നോക്കാണ്ട് കൺഫ്യൂസ്ഡ് ആയതാണ്. ബി ആണോ ശ്വേത? ശ്വേത, ഇറ്റ്സ് നോട്ട് കോഎൻസൈം. എനിക്ക് തോന്നുന്നു നേരത്തെയും ശ്വേത ഈ ക്വസ്റ്റ്യൻ തെറ്റിച്ചോ? ശ്വേത ഇത് പ്രോപ്പർ ആയിട്ട് ബ്രെയിനിലേക്ക് എടുക്കൂടെ, എനിക്കറിയില്ല, ആരോ ഒരാൾ തെറ്റിച്ചിട്ടുണ്ടായിരുന്നു. എ ഓപ്ഷൻ പക്കയോ? എ തെറ്റാണ്. നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായിട്ടില്ലേ? അതായത് നമ്മൾ എൻസൈം നോക്കുകയാണെങ്കിൽ എൻസൈം ഹാസ് എ പ്രോട്ടീൻ പാർട്ട് ആൻഡ് നോൺ പ്രോട്ടീൻ പാർട്ട്. ഓക്കെ, അപ്പൊ നമ്മളൊരു എൻസൈം എടുക്കുകയാണെങ്കിൽ ആ എൻസൈമിന്റെ ഈ പോർഷനിൽ എന്താ നിങ്ങൾക്ക് ഇത്ര ഡൗട്ട്? ഒരു എൻസൈം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിനൊരു പ്രോട്ടീൻ പോർഷനും ഉണ്ട്, നോൺ പ്രോട്ടീൻ പോർഷനും ഉണ്ട്. ഓക്കെ, ഈ പ്രോട്ടീൻ പോർഷനെയാണ് നമ്മൾ അപ്പോ എൻസൈം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദിസ് പ്രോട്ടീൻ പോർഷൻ പ്ലസ് നോൺ പ്രോട്ടീൻ പാർട്ട് ടുഗെദർ ആണ് ഹോളോ എൻസൈം എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ ദ പ്രോട്ടീൻ പോർഷൻ ഇസ് അപ്പോ എൻസൈം. അടുത്തത് കോഎൻസൈം ആണ്, നോൺ പ്രോട്ടീൻ പാർട്ട്. ഓക്കെ, യെസ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം, who proposed that the genetic code for amino acid should be made up of 3 nucleotides? അതായത് 3 ബേസസ് ഉള്ളതാണ് ഒരു കോഡോൺ എന്നത് പ്രപ്പോസ് ചെയ്തത് ആരാണ്? ജോർജ് ഗാമോ, ഫ്രാൻസിസ് ക്രിക്ക്, ജേക്ക് മോനോട്ട്, ഫ്രാങ്ക്ലിൻ സ്റ്റോൾ. ഓക്കെ, ഏതാണ് ആൻസർ? Which is the answer? Which is the answer? Went wrong. Okay. Yes. Option A. ജോർജ് ഗ്യാമോ ആണ് ഇത് പ്രൊപ്പോസ് ചെയ്തത്. കറക്റ്റ്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, റോൾ ഓഫ് വാട്ടർ വാസ്കുലർ സിസ്റ്റം ഇൻ എക്കൈനോഡെർമ്സ്. എക്കൈനോഡെർമേറ്റയുടെ വാട്ടർ വാസ്കുലർ സിസ്റ്റം, വാട്ടർ കനാൽ സിസ്റ്റം എവിടെയാ ഉള്ളത്? പോറിഫെറയിൽ. അപ്പൊ വാട്ടർ വാസ്കുലർ സിസ്റ്റം 5 ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിൽ ഏതൊക്കെയാണ് റോൾ ഓഫ് വാട്ടർ വാസ്കുലർ സിസ്റ്റം ഇൻ എക്കൈനോഡെർമേറ്റ? Okay. Respiration and locomotion, excretion and locomotion, capture and transport of food, digestion and respiration, digestion and excretion. ബ്ലോക്ക് ആക്കിയല്ലോ, ലൈഫ് ലോങ് അച്ചീവ്മെന്റിനെ ബ്ലോക്ക് ആക്കിയല്ലോ, എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ? യുവർ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. വെരി ഗുഡ്. അതായത് റെസ്പിറേഷൻ ആൻഡ് ലോക്കോമോഷൻ, അതേപോലെ ക്യാപ്ചർ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് പ്രേ ആണ് വാട്ടർ വാസ്കുലർ സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ പറയുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യമേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following type of immunity is present at the time of birth and is non-specific type of defense in the human body? ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ പ്രസന്റ് ആണ്, അത് നോൺ സ്പെസിഫിക് ആണ്. എന്ന് വെച്ചാൽ സ്പെസിഫിക് ആയിട്ട് ഒരു പെർട്ടിക്കുലർ ആന്റിജൻ അഗൻസ്റ്റ് ഒന്നല്ല, എല്ലാ ആന്റിജനും എതിരെ ഒരുപോലെ നോൺ സ്പെസിഫിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന, ജനിക്കുന്ന സമയത്ത് തന്നെ ഒരാളുടെ ബോഡിയിൽ പ്രസന്റ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റിനെ നമ്മൾ എന്ത് പേരിലാണ് വിളിക്കുക? അക്വയർഡ് ഇമ്മ്യൂണിറ്റി, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി, ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റി, അതാണ് വിളിക്കുക. ഓക്കെ, ഏതാണ് വിളിക്കുക? ബി. യെസ്, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. അക്വയർഡ് എന്ന് പറയുമ്പോൾ ലൈഫ് ടൈമിൽ നമ്മൾ അച്ചീവ് ചെയ്തതിനാണ് നമ്മൾ അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്നെല്ലാം പറയുക. ഓക്കെ, യെസ് മക്കളെ. അപ്പൊ അടുത്ത ചോദ്യം, വിച്ച് ഫാക്ടർ ഇസ് ഇമ്പോർട്ടന്റ് ഫോർ ടെർമിനേഷൻ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ? ട്രാൻസ്ക്രിപ്ഷൻ ടെർമിനേഷന് വേണ്ടിയിട്ട് RNA പോളിമറേസുമായിട്ട് അറ്റാച്ച് ചെയ്ത് വരുന്ന ഫാക്ടർ ഏതാണ്? ആൻസർ ചെയ്തോളൂ കേട്ടോ, ഞാൻ ഇപ്പം പരിഹരിച്ചു തരാം. ആ ലൈഫ് ലോങ് അച്ചീവ്മെന്റ് ഇപ്പോഴും ഉണ്ടെന്നാണല്ലോ പറയുന്നത്. ഓക്കെ, which factor is important for termination of transcription? Transcription termination. Transcription termination. ഏതാണ് ആൻസർ വരാ? Yes. Rho factor. Right. Rho factor. Sigma factor for initiation ആണ്. Clear? Okay. B for Blessy ആണ്. What is this, Hilal? The answer is C, not B. Okay. അപ്പൊ അടുത്ത ചോദ്യം, ട്വിൻസ് ആർ ബോൺ ടു എ ഫാമിലി ദാറ്റ് ലീവ്സ് നെക്സ്റ്റ് ഡോർ ടു യു. ഓക്കെ, ഒരു ഫാമിലിയിൽ ട്വിൻസ് ജനിച്ചു. ദ ട്വിൻസ് ആർ എ ബോയ് ആൻഡ് എ ഗേൾ. ട്വിൻസ് എന്ന് പറയുന്ന ഒരു ബോയും ഗേളും ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് മസ്റ്റ് ബി ട്രൂ? ആ ട്വിൻസ് എന്ന് പറയുന്നത് ഒരാൾ ബോയും ഒരാൾ ഗേളും ആണ്. അതിന്റെ അർത്ഥം എന്താ? ദേ ആർ നോട്ട് ഐഡന്റിക്കൽ ട്വിൻസ് അല്ലെ, അതാണ് അതിന്റെ അർത്ഥം. വിച്ച് ഓഫ് ദി ഫോളോയിങ് മസ്റ്റ് ബി ട്രൂ? ദേ ആർ മോണോസൈഗോട്ടിക് ട്വിൻസ്. മോണോസൈഗോട്ടിക് എന്ന് പറഞ്ഞാൽ
ഒറ്റ സൈഗോട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് ട്വിൻസ് ആയിട്ട് മാറുന്നു എന്ന് വെച്ചാൽ ഐഡന്റിക്കൽ ട്വിൻസ്. ദേ ആർ ഫ്രക്ടേണൽ ട്വിൻസ് എന്ന് വെച്ചാൽ ഐഡന്റിക്കൽ അല്ലാത്ത ട്വിൻസ്. ദേ വർ കൺസീവ്ഡ് ത്രൂ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. ദേ ഹാവ് 75% ഐഡന്റിക്കൽ ജനറ്റിക് കണ്ടന്റ്. ഓക്കെ, അപ്പോൾ ഏതാണ് ചോദ്യം, അല്ല ഏതാണ് ഉത്തരം വരിക? വിച്ച് ഇസ് ദ റൈറ്റ് ആൻസർ? അപ്പം ആൺകുട്ടിയും പെൺകുട്ടിയാന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പാണ് അവർ മോണോസൈഗോട്ടിക് ട്വിൻസ് അല്ല, അവര് ഫ്രക്ടേണൽ ട്വിൻസ് ആണ്, എന്ന് വെച്ചാൽ ഐഡന്റിക്കൽ അല്ലാത്ത ട്വിൻസ് ആണ്. ഓക്കെ, യെസ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 മാച്ച് ചെയ്യൂ. പ്രൊജസ്ട്രോൺ, റിലാക്സിൻ, മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, കാറ്റെക്കോളാമിൻസ്. ഓക്കെ, ലിസ്റ്റ് 2 പാസ് ഇന്റർമീഡിയ, ഓവറി, അഡ്രീനൽ മെഡുല്ല, കോർപ്പസ് ലൂട്ടിയം. ഓക്കെ, മാച്ച് ചെയ്യൂ, മാച്ച് ചെയ്യൂ, മാച്ച് ചെയ്യൂ, പെട്ടെന്ന് മാച്ച് ചെയ്യൂ. നമ്മള് മാം എൻസൈം ഒന്നുകൂടെ പറയാം. എടാ എൻസൈം ഒന്നും പറയാനില്ല. എൻസൈം എന്ന് പറയുമ്പോൾ എൻസൈമിന് പ്രോട്ടീൻ പാർട്ടും നോൺ പ്രോട്ടീൻ പാർട്ടും ഉണ്ടാവും. പ്രോട്ടീൻ പാർട്ട് നമ്മൾ അപ്പോ എൻസൈം എന്ന് പറയും, നോൺ പ്രോട്ടീൻ പാർട്ടിന് കോ എൻസൈം എന്ന് പറയും. ഇതിൽ കൂടുതൽ ഒന്നും പറയുന്നില്ല. ഓക്കെ, യെസ്. അപ്പൊ പ്രൊജസ്ട്രോൺ, റിലാക്സിൻ, മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, കാറ്റെക്കോളാമിൻസ്. ഓക്കെ, ഓക്കെ, അപ്പൊ ഇത് മാച്ച് ചെയ്യൂ. കോർപ്പസ്, റിലാക്സിൻ, ഓവറി അല്ലെ, റിലാക്സിൻ, ഓവറി, അത് മാത്രം വെച്ചിട്ട് ഞാൻ ഒന്ന് മാച്ച് ചെയ്ത് നോക്കട്ടെ. പ്രൊജസ്ട്രോൺ, കോർപ്പസ് ലൂട്ടി അതുകൂടെ ചെയ്തേക്കാം, ബിക്കോസ് ദീസ് ടു ആർ വെരി ഈസി വൺസ് ഫോർ മീ. അപ്പം A4 ഉള്ളത് രണ്ടെണ്ണം, അപ്പത്തേക്ക് ഈ രണ്ട് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തു. B2 ഓ സോറി, രണ്ടും B2 ആണ് വന്നിരിക്കുന്നത്. അടുത്തത് നോക്കാം, മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, പാസ് ഇന്റർമീഡിയ, റൈറ്റ്. കാറ്റെക്കോളാമിൻസ്, അഡ്രിനൽ മെഡുല്ലയാണ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, again match the following question ആണ്. Type of inheritance, example. Okay, incomplete dominance, codominance, pleiotropy and polygenic inheritance. എല്ലാം നോൺ മെന്റലിയൻ പാറ്റേൺ ഇൻഹെറിറ്റൻസ് ആണ്. അതിന്റെ ടിപ്പിക്കൽ ക്ലാസിക്കൽ എക്സാമ്പിൾസ്, ബ്ലഡ് ഗ്രൂപ്പ് ഇൻ ഹ്യൂമൻ, ഫ്ലവർ കളർ ഇൻ ആന്റിറൈനം സ്പീഷീസ്, സ്കിൻ കളർ ഇൻ ഹ്യൂമൻ ആൻഡ് ഫീമെയിൽ ക്യൂറ്റനൂറിയ. എങ്ങനെ മാച്ച് ചെയ്യാം? ഓക്കെ, എങ്ങനെ മാച്ച് ചെയ്യാം? ഭയങ്കര ഈസി ആണല്ലേ. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, ആന്റിറൈനം, കോഡോമിനൻസ്, ബ്ലഡ് ഗ്രൂപ്പ്, പ്ലിയോട്രോപ്പി, ഫീമെയിൽ കീറ്റനൂറിയ, പോളിജെനിക് ഇൻഹെറിറ്റൻസ്, സ്കിൻ കളർ. വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി. യെസ്. ഏതിനാ കോഡ്? ഇതിനെന്തിനാ കോഡ്? ഇതിനാണോ കോഡ് ഉണ്ടോന്ന് ചോദിച്ചേ? ഇതിപ്പോ എങ്ങനെയാ കോഡ് പറയാ? ഇതിന് കോഡൊന്നും ഇല്ല. കോഡോമിനൻസ് നമ്മൾ പഠിച്ചതല്ലേ, ബ്ലഡ് ഗ്രൂപ്പ്, എ ബി ബ്ലഡ് ഗ്രൂപ്പ് വരുന്നത്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് പറയുമ്പോൾ റെഡും വൈറ്റും അല്ലാണ്ട് പിങ്ക് കളർ ആന്റിറൈനത്തിൽ വന്നു. പോളിജനി, മെനി ജീൻസ് കൺട്രോളിംഗ് വൺ ക്യാരക്ടർ, സ്കിൻ കളർ, അത്ര റേഞ്ച് ഓഫ് സ്കിൻ കളർ ഉണ്ട്. പ്ലിയോട്രോപ്പി, ഫീമെയിൽ കീറ്റനൂറിയ. ജസ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ മതി. പ്ലിയോട്രോപ്പി ആൻഡ് പോളിജനി കോഡ് ഉണ്ടോ? അതെങ്ങനെയാ ഞാൻ കോഡ് പറഞ്ഞുതരാം. ഐ ഡോണ്ട് ഹാവ് കോഡ്. അതിലിപ്പോ എങ്ങനെയാ കോഡ് പറയാ? ഇത്രയേ ഉള്ളൂ. പോളിജനി, പോളി എന്ന് പറഞ്ഞാൽ മെനി എന്നാണ്. അപ്പം പോളിജനി എന്ന് പറഞ്ഞാൽ മെനി ജീൻ, ഒരുപാട് ജീനുകൾ ഒരു ക്യാരക്ടർ കൺട്രോൾ ചെയ്യുന്നു. ഒരുപാട് ജീനുകൾ കൂടി ചേർന്നിട്ടാണ് നമ്മുടെ സ്കിൻ കളർ എന്ന് പറയുന്ന ക്യാരക്ടർ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത്ര റേഞ്ച് ഓഫ് സ്കിൻ കളർ ഉള്ളത്. പിന്നെ ഫീമെയിൽ കീറ്റോനൂറിയാണ് പ്ലിയോട്രോപ്പി വരുന്നത്. അങ്ങനെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, അഗെയിൻ മാച്ച് ദി ഫോളോയിങ് ആണ്. ഹിസ്റ്റോൺ, ന്യൂക്ലിയോസോം, യൂക്രോമാറ്റിൻ, ഹെറ്ററോക്രോമാറ്റിൻ. ഓക്കെ, ഇത് രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ലാസ്റ്റ് ഒരു ചോദ്യം ചെയ്തിരുന്നു. ഇതിലെ രണ്ട് ഓപ്ഷൻ അതിനകത്ത് ഉണ്ടായിരുന്നു അല്ലെ. ഓക്കെ, അപ്പൊ യൂക്രോമാറ്റിൻ ലൂസ്ലി പാക്ഡ്, ഹെറ്ററോക്രോമാറ്റിൻ ഡെൻസ്ലി പാക്ഡ്, ഹിസ്റ്റോൺ പോസിറ്റീവ്ലി ചാർജ് ബേസിക് പ്രോട്ടീൻ, ന്യൂക്ലിയോസോം DNA wrapped around histone octamer. Okay, എനിക്ക് മാത്രം എന്താ ബയോളജി മാർക്ക് കയറുന്നില്ലാന്നോ? ഇത്ര സിമ്പിൾ ആയിട്ടുള്ളതോ? മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യൂ. അതായത് ബയോളജിക്ക് മാർക്ക് കയറുന്നില്ല എന്ന് അശ്വിൻ ഇവിടെ പറഞ്ഞു. ഇതാണ് ഓപ്ഷൻ. നിങ്ങൾ ഓപ്ഷൻ കണ്ടുപിടിച്ചോ. ഇത് മാച്ച് ചെയ്തിട്ട് ഓപ്ഷൻ കണ്ടുപിടിച്ചോ. അപ്പൊ അശ്വിന്റെ അടുത്ത് ഞാൻ ഒറ്റ സെന്റൻസ് പറഞ്ഞോട്ടെ. ബയോളജിക്ക് മാർക്ക് കയറുന്നില്ല എന്ന് പറഞ്ഞു. അതെന്താന്ന് അശ്വിൻ കണ്ടുപിടിച്ചോ? അല്ലെങ്കിൽ എന്താണ് റീസൺ എന്ന് ആലോചിച്ചോ? അതിനൊരു റീസൺ ഉണ്ടാവുമല്ലോ. നമ്മൾ അനലൈസ് ചെയ്യുമല്ലോ കുറെ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട്. അപ്പം ആക്ച്വലി ബയോളജിയിൽ ക്വസ്റ്റ്യൻ തെറ്റിപ്പോവുകയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ പഠിച്ചിട്ട് ഓർമ്മ കിട്ടായിട്ടാണോ, ടൈം മാനേജ്മെന്റിലുള്ള പ്രശ്നമാണോ, എന്താണ് അതിനകത്തെ പ്രശ്നം? ആ ഒരു കാര്യം ഒന്ന് പറയാമോ?
ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഏതാ വരാ? ഇതിന്റെ ആൻസർ ഏതാ വരാ? A3B4. A3B4. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് വരുന്നത്. C1 ആൻഡ് D2. ഓക്കെ, ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ശ്വേത, ഓക്കെ ലൈവ് കഴിയട്ടെ. സിംഗിൾ ഡബിൾ നോൺ മെംബ്രേനിയസ് സെൽ ഓർഗനൽസ് പറയണേ മിസ്സേ. ഓക്കെ, അതായത് ഡബിൾ മെംബ്രേനിയസ് ആയിട്ടുള്ള സെൽ ഓർഗനൽസ് മെയിൻലി നമ്മളുടെ മൈറ്റോകോൺഡ്രിയം ക്ലോറോപ്ലാസ്റ്റിക്കാണ് വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മേ ബി ഒരു വീഡിയോ നമുക്ക് കോണ്ടന്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. വേറെ എന്തെങ്കിലും ആണ് ചോദിക്കുന്നെങ്കിൽ, എന്താണ് അതിൽ ചോദിക്കുന്നത്? സിംഗിൾ ഡബിൾ നോൺ മെംബ്രേനിയസ് സെൽ ഓർഗനൽസ് ഏതൊക്കെയാണെന്നാണോ ചോദിക്കുന്നത്? അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ടാ ചോദിക്കുന്നത്? ഒന്ന് ക്ലിയർ ആക്കി പറയണേ. എന്താണ് അതിലെ ഡൗട്ട് എന്നൊന്ന് പറയണേ. ജസ്റ്റ് ആ മെംബ്രെയിൻസ് ഓർഗനൽസിന്റെ പേരാണോ അറിയേണ്ടത്, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള സംതിങ് എൽസ് ആണോ അറിയേണ്ടത് എന്ന് ഒന്ന് പറയാ. ഇനി നമുക്ക് 35 ക്വസ്റ്റ്യൻ. മാർക്ക് കയറുന്നില്ല, മറക്കുമെന്ന് മറക്കുമെന്ന് കരുതിയിട്ട് ഓക്കെ എന്നെ ഓർമ്മിപ്പിച്ചാണോ? ഓക്കെ, അപ്പൊ ശ്വേത അതില് എന്താണ് ഡൗട്ട് എന്നും കൂടെ പറയണേ. എക്സാമ്പിൾ ആണോ വേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും പെർട്ടിക്കുലർ ഡൗട്ട് ആണോ എന്നുള്ളതൊന്ന് പറയണം. അപ്പൊ ഞാൻ അതിൽ എന്താ പറയേണ്ടതെന്നൊന്ന് പറഞ്ഞു തരണേ. Okay, അപ്പം when a tall pea plant with the round seeds was selfed, it produced a progeny of tall plants with round seeds and tall plants with the wrinkled seeds. ചെയ്തു നോക്കിക്കോളൂ. Just name. Okay, Shweta. Okay, അപ്പം when a tall plant with a round seed was selfed. Okay, അപ്പൊ tall plant ആണ്, round seed ആണ്. Okay, എന്നുവെച്ചാൽ ഹോമോസൈഗസ് ആണോ ഹെട്രോസൈഗസ് ആണോ എന്നത് നമുക്കറിയില്ല. ഓക്കെ, അതായി റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഇട്ടാലും നല്ലതാണ്. ഓക്കെ, അത് അടുത്ത ബോട്ടണി ലൈവിൽ ഇടാട്ടോ, അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, ഇറ്റ് പ്രൊഡ്യൂസ് ദ പ്രോജനി ഓഫ്. അപ്പൊ ഇതിലെ പ്രോജനികൾ എന്താണ്? ടോൾ പ്ലാന്റ്സ് വിത്ത് റൗണ്ട് സീഡ്. ടോൾ റൗണ്ട് സീഡ് ഉള്ള പ്രോജനി ഉണ്ടായി. അതേപോലെ ടോൾ പ്ലാന്റ്സ് വിത്ത് റിങ്കിൾഡ് സീഡ്സും ഉണ്ടായി. ഓക്കെ, അപ്പൊ റിങ്കിൾഡ് സീഡ് ഉണ്ടായി എന്ന് പറയുമ്പോൾ റിങ്കിൾഡ് സ്മോളാർ വരണം അല്ലെ. അപ്പൊ റിങ്കിൾഡ് സ്മോളാർ സെൽഫിംഗ് ആണ് നടത്തിയത്. ഓക്കെ, അപ്പൊ രണ്ട് സിറ്റുവേഷനിലും ടോള് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അവിടെ ഡ്വാഫ് ഉണ്ടായിട്ടില്ല. അതേപോലെ റിങ്കിൾഡ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ റിങ്കിൾഡ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ രണ്ടിടത്തും സ്മോൾ ആർ വേണം എന്നത് നിർബന്ധമാണ്. ജീനോടൈപ്പ് ഓഫ് ദ പേരന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ പേരന്റിന്റെ ആർ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആർ എന്ന് പറയുന്നത് ഹെട്രോസൈഗസ് ആണെന്ന് ക്ലിയർ ആയി. ഓക്കെ, ഇൻ കേസ് ഈ ക്യാപിറ്റൽ ടി എന്ന് വെച്ചാൽ ടോളിന്റെ ജീനും ഹെട്രോസൈഗസ് ആയിരുന്നെങ്കിൽ, ദാറ്റ് മീൻസ് ഇവിടെ രണ്ടിടത്തും സ്മോൾ ടി ആയിരുന്നെങ്കിൽ അവിടെ കുട്ടിക്ക് എന്തുണ്ടാകണമായിരുന്നു? കുട്ടി എന്ന് പറയുന്നത് ഡ്വാഫ് ആയിട്ടുള്ള ഒരു കുട്ടിയെങ്കിലും ഉണ്ടാവണമായിരുന്നു. പക്ഷെ ഇവിടെ ടോൾ കുട്ടി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ദാറ്റ് മീൻസ് ഇതെന്താണ്? ക്യാപിറ്റൽ ടി ആണ്. ഓക്കെ, അതിന്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആണ്. ഓക്കെ, ഇത് ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ ഇതേ രീതിയിലുള്ള പ്രോജനീസ് ആണ് കിട്ടുക. ക്യാപിറ്റൽ ടി സ്മോൾ ആർ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഓക്കെ, അപ്പൊ ഇത് ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ആർ, ക്യാപിറ്റൽ ടി സ്മോൾ ആർ അല്ലെ. ഓക്കെ, അപ്പൊ ഇത് ക്രോസ് ചെയ്യുമ്പോൾ ടോൾ റെഡ്, ടോൾ റിങ്കിൾഡ്. ക്ലിയർ ആണോ? യെസ്. അപ്പൊ ആൻസേഴ്സ് ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം. Match list 1 with list 2. Again, match the following question. Choose the correct answer from the options given below. Okay. So match you, gene pool, genetic drifter, gene flow, gene frequency, stable within a generation, change in gene frequency by chance, transfer of genes into or out of population, total number of genes and the alleles. Pettannu match you. പെട്ടെന്ന് മാച്ച് ചെയ്യൂ കേട്ടോ. Ma'am, I cannot be speaking Tamil but understanding your feeling. എന്റെ ഫീലിംഗോ? ഗഗൻ ഷുഖി,
Ma'am, Hindi bolo. It's Gagan, it's not Tamil. I'm not speaking Tamil. It's Malayalam, dear. It's Good morning. Where are you from? Are you from UK or Canada or America or something like that? Okay. Gagan, I'm not speaking Tamil. Okay, I'm speaking Malayalam. Fine. It's Malayalam. Okay. Clear? Give me answer for this. നിങ്ങളുടെ അടുത്ത് ആൻസർ ഓക്കെ ബി കുറച്ച് പേരൊക്കെ ചെയ്തിട്ടുണ്ട്. ഹായ് അൽന ഹലോ. എടാ ഇതിന്റെ ആൻസർ ചെയ്യൂ. ഓക്കെ ലൈഫ് ലോങ് അച്ചീവ്മെന്റ്, യു ആർ ബാക്ക്, വെരി ഗുഡ്. ഓക്കെ, അപ്പം മക്കളെ ഇതിന്റെ ആൻസർ ചെയ്യൂ കേട്ടോ. ഇത് മാച്ച് ചെയ്ത് നിങ്ങള് സ്റ്റേബിൾ വിതിൻ എ ജനറേഷൻ. എന്താണ് സ്റ്റേബിൾ ആയിട്ടിരിക്കുന്നത്? ജനറ്റിക് ഡ്രിഫ്റ്റ്, ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ബൈ ചാൻസ്, ജീൻ ഫ്ലോ, ടോട്ടൽ നമ്പർ ഓഫ് ജീൻസ് ആൻഡ് അലീൽസിനാണ് ജീൻ പൂൾ എന്ന് പറയുന്നത്. സ്റ്റേബിൾ വിതിൻ എ ട്രാൻസ്ഫറിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജീൻ ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ജസ്റ്റ് ഇത്ര മാത്രം വെച്ചിട്ട് ഞാൻ ഒന്ന് മാച്ച് ചെയ്യട്ടെ. A4 B2 C3 okay, and D1 or D match ചെയ്തില്ല, gene frequency stable. Okay, right answer is option B. Okay, yes, super question. Birds ne കാണുമ്പോൾ രസം തോന്നുന്നുണ്ട് അല്ലേ? Which evolutionary phenomenon is depicted by the sketch given in figure? ഇതിൽ എന്താ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്? Get lost. Lifelong. Okay, which evolutionary phenomenon is depicted by the sketch given in figure? അപ്പൊ ഇതിൽ എന്താ കാണിച്ചിരിക്കുന്നത്? Artificial selection, genetic drift, convergent evolution, adaptive radiation. Please don't spam lifelong achievement. It's really an irritation for us. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? Why are you doing like this? Why are you disturbing? What happiness you are getting by this? എന്ത് സന്തോഷാണ് ഇതിന്ന് കിട്ടുന്നത്? എന്ത് stupidity ആണ് കാണിക്കുന്നത്? This is serious examination. ചെയ്തോളൂ, നമുക്കൊരു പ്രശ്നവും ഇല്ല. But it's very bad attitude. ഇതിപ്പോ മുഖം കാണുന്നില്ല എന്നതുകൊണ്ടായിരിക്കും ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. It's not a fun. ഇതൊരു ഫണ്ണി കാര്യമല്ല. സ്വന്തം പേഴ്സണാലിറ്റി ആണ് ഇവിടെ കാണുന്നത്. ആരെങ്കിലും നമ്മൾ മുഖം കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, സ്വയം മനസ്സിലാക്കുക. This is how you have developed. ഈ രീതിയിലാണ് സ്വന്തം ക്യാരക്ടറും പേഴ്സണാലിറ്റിയും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, at the end of the day you just think about yourself. Which evolutionary phenomenon? എന്താണ് ഇവിടെ depict ചെയ്യപ്പെട്ടിരിക്കുന്നത്? Artificial selection, genetic drift, convergent evolution, divergent evolution. Yes, ഞാൻ ഓപ്ഷനെ തെറ്റിച്ചു വായിച്ചു. അഡാപ്റ്റീവ് റേഡിയേഷൻ, അഡാപ്റ്റേഷന് വേണ്ടിയിട്ട് ഇവർ റേഡിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഡൈവേർജന്റ് എവല്യൂഷൻ ആണ് ആക്ച്വലി ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യമേ, match list 1 with the list 2. Choose the correct answer from the options given below. Again, match the following question ആണ് list 1 and list 2. Primary structure of protein, secondary structure of protein, tertiary structure of protein, quaternary structure of protein, human hemoglobin, disulfide bond, polypeptide chain, alpha helix and beta sheet. Okay, എങ്ങനെ മാച്ച് ചെയ്യും? എങ്ങനെ മാച്ച് ചെയ്യും? പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത് ജസ്റ്റ് ആ പോളിപെപ്റ്റൈഡ് ചെയിൻ ആണ്. സെക്കൻഡറി സ്ട്രക്ചർ ആണ് ആൽഫ ആൻഡ് ബീറ്റ. ടെർഷറി സ്ട്രക്ചറിലാണ് ഡൈസൾഫൈഡ് ബോണ്ട് കാണാൻ പറ്റും. ക്വാട്ടർണറി സ്ട്രക്ചറിന്റെ എക്സാമ്പിൾ ആണ് ഹ്യൂമൻ ഹീമോഗ്ലോബിൻ. സോ ദ റൈറ്റ് ആൻസർ ഏതാണ്? ഓക്കെ, ഏതാണ് കറക്റ്റ് ആൻസർ? ജസ്റ്റ് നോക്കിക്കേ. എടാ, നിങ്ങൾ ആൻസർ ചെയ്യുന്നില്ലേ? നിങ്ങൾ ആ സ്പാമിന്റെ പിന്നാലെ പോകല്ലേ? ആ സ്പാം കണ്ടിരിക്കരുത് കേട്ടോ. യു ജസ്റ്റ് കോൺസെൻട്രേറ്റ് ഓൺ യുവർ exams. Do these questions. Don't reply. അത് വിട്ടേക്ക്. leave that. ഞാൻ ലീവ് ചെയ്തു കേട്ടോ. I have left. Okay, നിങ്ങൾ ഇനി ഇത് കോൺസെൻട്രേറ്റ് ചെയ്യൂ. ഓക്കെ, അപ്പൊ A3 B4 C2 D1. Okay, so the right answer is
ഓപ്ഷൻ എ. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം, which of the following statement is correct about a type of junction and a role in a body? Junctions ബേസ് ചെയ്തിട്ടാണ്. adhering junction, tight junction, gap junction ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ adhering junction facilitate the cells to communicate with each other. Okay. Tight junction help to stop substances from leaking across a tissue. Tight junctions help to perform cementing to keep neighboring cells together. Gap junction help to create gap between cells and tissues. Okay. Hi Azima. Okay. Yes. Okay, appo idinte answer cheyu. Adayathu adhering junction cell communication facilitate cheyunu undo. Okay. Tight junction help to stop substance from leaking across. Tight junction help to perform cementing together. Gap junction, gap between cells and tissues. Cell in tissue idalakku oru gap create cheyunu ennu. Okay. Which is the right answer? Which is the right answer? Yes. Adhering junction cementing ആണ് നടത്തുന്നത്. ടൈറ്റ് ജംഗ്ഷൻ അതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പും ഇല്ലാണ്ട് കറക്റ്റ് ഇങ്ങനെ ഫിക്സ് ആക്കി വെക്കുന്നു. ടൈറ്റ് ജംഗ്ഷൻ സിമെന്റിംഗ് അല്ല ചെയ്യുന്നത്. സിമെന്റിംഗ് ചെയ്യുന്നത് adhering junction ആണ്. ഗ്യാപ് ജംഗ്ഷൻ ക്രിയേറ്റ് ഗ്യാപ്പ് അല്ല. ഗ്യാപ് ജംഗ്ഷന്റെ ഇടയിൽ സൈറ്റോപ്ലാസ്മിക് കണക്ഷൻ ആണുള്ളത്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓക്കെ. ഇപ്പൊ അടുത്ത ചോദ്യം, മാച്ച് ദ ഫോളോയിങ്. Again list 1 and list 2 match ചെയ്യാം. Chondrichthyes, Cyclostomata, Ostichthyes, Amphibia, Clarias, Carcharodon, Myxin and Ichthyophis. വേഗം മാച്ച് ചെയ്യൂ. ഫാസ്റ്റ്. വേഗം മാച്ച് ചെയ്യൂ. Chondrichthyes, Cyclostomata, Ostichthyes, Amphibia, Clarias, Carcharodon, Myxin, Ichthyophis. Okay. Chondrichthyes, cartilaginous fishes. Carcharodon, shark le. Okay. Ostichthyes, bony fish. Clarias. A2 C1 le. A2 C1 ഒന്ന് നോക്കട്ടെ. A2 and C1. Okay. ഇത് രണ്ടും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കൂ. ബാക്കി ചെയ്യൂ. A2 C1. ബിയും ഡിയും നോക്കൂ. Cyclostomata, Myxin, Amphibia, Ichthyophis. ഇക്തിയോഫിസ് ആംഫീബിയൻസിന്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പൊ ഏതാ ആൻസർ വരാ? ഇനി എത്ര ടൈം ഉണ്ടാവുന്ന ഇപ്പൊ പറയാവേ. യെസ്, 25 minutes മാക്സിമം. റൈറ്റ്. അരമണിക്കൂർ, 30 minutes. ട്ടോ. നമ്മൾ ശ്വേത ഇവിടെ ഉണ്ടല്ലോ അല്ലെ. ഓക്കെ. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി. ഓക്കെ. ശ്വേത ഞാൻ പറയാവേ മെംബ്രേനിയസ് സംഭവങ്ങള്. Choose the correct answer from the options given below. Yes, again match the following. Lemur, bobcat, anteater, flying squirrel, flying phalanxer, numbat, spotted cuscus, Tasmanian tiger cat. ഇത് ഫുള്ള് പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു. വളരെ ഈസി ആയിട്ട് നമ്മൾ മാച്ച് ചെയ്യാം അല്ലെ. അതായത് ബോബ് ക്യാറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ടൈഗർ ക്യാറ്റ്. ഓക്കെ. ഫ്ലൈയിങ് സ്ക്വിറൽ, ഫ്ലൈയിങ് സ്ക്വിറൽ ഫ്ലൈയിങ് ഫലാഞ്ചർ ആണ്. ലിമർ ആണ് സ്പോട്ടഡ് കസ്കസ്, ലെമൺ ജ്യൂസിൽ കസ്കസ് ഇട്ടു നമ്മൾ പറഞ്ഞിരുന്നു. ആൻഡ് ഈറ്റർ നമ്പാട്ട്. ഓക്കെ. ഏത് ആൻസർ വരാ? വേഗം ചെയ്യൂ. യെസ്. ഏത് ആൻസർ വരാ? ഓപ്ഷൻ നിങ്ങൾ പറഞ്ഞോളൂ. വേഗം ചെയ്യടാ. A for ankle. Okay. Yes. A ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ. ലൈഫ് ലോങ്. ഓക്കേടാ. ഓക്കെ. നോ ഇഷ്യൂസ്. താങ്ക് യു നരേന്ദ്ര. അപ്പൊ അടുത്ത ചോദ്യം, again match the following. Copper releasing IUD, non medicated IUD, contraceptive barrier, hormone releasing IUD. Okay. ഇപ്പുറത്തെ വോൾട്ട്, മൾട്ടിലോഡ് 375, LNG 20 and Lippis loop. Okay. വേഗം ചെയ്യൂ. ഞാൻ മാച്ച് ചെയ്യണോ? നിങ്ങൾ പെട്ടെന്ന് മാച്ച് ചെയ്യൂ. എപ്പോഴും ഞാൻ മാച്ച് ഫോളോയിങ് വരുമ്പോഴത്തേക്കും മാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള ആവേശം പോകുന്നുണ്ടോ എന്നൊരു സംശയം.
പെട്ടെന്ന് കോപ്പർ റിലീസിങ് മൾട്ടിലോഡ് 375. A2 മാത്രം വെച്ചിട്ട് ആൻസർ കിട്ടുന്നത് ഇല്ല അല്ലേ? ഓക്കെ. നോൺ മെഡിക്കേറ്റഡ് ലിപ്പീസ് ലൂപ്പ് B4. ഓക്കെ. C contraceptive barrier Volt. Hormone releasing LNG20. Right answer is option D. Narendra. Okay, Narendra. Like most of our audience are from Kerala. Most of them are familiar with the Malayalam. Okay. So that's why the medium of instruction usually is Malayalam in this channel. But I used to speak in English sometimes. And actually the questions and the answers are in English so that you can follow this channel. Okay. For getting questions, for practicing questions actually, you can follow these channels. Okay. Because the questions and answers are in English and sometimes I used to speak in English also at times, while frequently. Not much frequently, but I used to speak. So the next question, arrange the following parts in human mammary gland transversing the route of milk ejection. Okay, ഇതിനെ correct order ലാക്ക. Make it into correct order. Mammary duct, lactiferous duct, mammary alveolus, ampulla, mammary tubules. Choose the correct answer. ഇതിനെ correct order ലാക്ക കേട്ടോ. അപ്പൊ ഏറ്റവും ആദ്യം എന്തുവായിരുന്നു? ഏറ്റവും ആദ്യം okay Narendra. So the first thing was ഏറ്റവും first ഏതായിരുന്നു? Mammary lobe ആയിരുന്നു അല്ലേ? Mammary lobe. ലോബിന് ശേഷം മാമറി ആൽവിയോളി ആയിരുന്നു, അതിനുശേഷം മാമറി ട്യൂബ്യൂൾ ആയിരുന്നു, അതിനുശേഷം മാമറി ഡക്ട്, അതിനുശേഷം ആംപുള്ളിയാണ്, അതിനുശേഷമാണ് ലാക്ടിഫെറസ് ഡക്ട് വരുന്നത്. റൈറ്റ്? ഇങ്ങനെയല്ലേ? ഇങ്ങനെ ആയിരുന്നില്ലേ? ഏറ്റവും ആദ്യം ലോബ്, മാമറി ലോബ്, അതിനുശേഷം ആൽവിയോളൈ, അതിനുശേഷം മാമറി ട്യൂബ്യൂൾ, അതിനുശേഷം മാമറി ഡക്ട്, അതിനുശേഷം ആംപുള്ള, അതിനുശേഷം ലാക്ടിഫെറസ് ഡക്ട്. ഇതൊന്ന് റൈറ്റ് ഓർഡറിലാക്കൂ, ഇതൊന്ന് കറക്റ്റ് ഓർഡറിലാക്കൂ, എന്നിട്ട് ആൻസർ ചെയ്യൂ. ഇത് കറക്റ്റ് ഓർഡറിലാക്കുമ്പോഴത്തേക്കും ഈ കൂട്ടത്തിൽ നമ്മൾ ഏതിനെയാണ് ഫസ്റ്റ് ഓർഡറിലാക്കുക? മാമറി ആൽവിയോളി. അതായത് ഇവിടെ ലോബ് തന്നിട്ടില്ല. ഓക്കെ, അതിനുശേഷം എന്താക്കും? ട്യൂബ്യൂൾ ആക്കും, അതിനുശേഷം മാമറി ഡക്ട് ആക്കും, അതിനുശേഷം ആംപുള്ളി ആക്കും, അതിനുശേഷം ലാക്ടിഫെറസ് ഡക്ട് ആക്കും അല്ലേ? സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി അല്ലേ? ഓക്കെ, സി. റൈറ്റ്. എടാ ഓക്കെ ആണ്, ലൈഫ് ലോങ്, ഇറ്റ്സ് ഓക്കെ. അപ്പൊ അടുത്ത ചോദ്യം, ഫോളോയിങ് ഈസ് ദ ലിസ്റ്റ് ഓഫ് STDs, സെലക്ട് ദ ഡിസീസ് വിച്ച് ആർ നോട്ട് കംപ്ലീറ്റ്ലി ക്യൂറബിൾ. ഫുൾ ആയിട്ട് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റാത്ത ഡിസീസ് ഇതിന്ന് സെലക്ട് ചെയ്യുക. ജെനൈറ്റൽ വാർഡ്, ജെനൈറ്റൽ ഹെർപ്പസ്, സിഫിലിസ്, ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് ട്രൈക്കോമോണിയാസ്. ഇതിൽ ക്യൂറബിൾ അല്ലാത്തത്, കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റാത്ത സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, വേഗം കമന്റ് ചെയ്യൂ. പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കണം, എടാ ഐ ഹാഡ് എ കോഡ്. ഓക്കെ, ലാറ്റ് ഡാഡ് എന്ന് ഞാനൊരു കോഡ് പറഞ്ഞു തന്നിരുന്നു. ലാറ്റിൻ ഡാഡ്. ഇതെല്ലാം മാമറി ആണ്. ഇവിടെ മാത്രം ലാക്ടിഫെറസ്, അതായത് മാമറി ലോബ്, മാമറി ആൽവിയോളൈ, മാമറി ട്യൂബ്യൂൾ, മാമറി ഡക്ട്, മാമറി ആംപുള്ള ആൻഡ് ലാക്ടിഫെറസ് ഡക്ട്. ഓക്കെ, ഇതിന്റെ ഉത്തരം നിങ്ങൾ പറഞ്ഞോ? യെസ്, നമുക്ക് ഹെർപ്പിസും ഹെപ്പറ്റൈറ്റിസ് ബിയും ക്യൂർ ചെയ്യാൻ പറ്റത്തില്ല വൺസ് ഇൻഫെക്റ്റഡ്. എയ്ഡ്സ് ഈ കൂട്ടത്തിലുള്ളതാണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓക്കെ, സി അല്ല. സിയിൽ എന്താ? എ ആൻഡ് സി. വാട്സ് അല്ല കേട്ടോ, ഹെർപ്പിസ്, ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് HIV. ക്ലിയർ? അപ്പൊ അടുത്ത ചോദ്യേ, ലബ് സൗണ്ട് ഓഫ് ഹാർട്ട് ഇസ് കോസ്ഡ് ബൈ ദ. നമുക്ക് ലബ് ഡബ് സൗണ്ട് ഉണ്ട്. ലബ് സൗണ്ട് എന്തിന്റെ ക്ലോഷർ കാരണമാണ് സൗണ്ട് കേൾക്കുന്നത്? ഡബ് സൗണ്ട് എന്തിന്റെ ക്ലോഷർ കാരണമാണ്? ദ ക്വസ്റ്റ്യൻ ഇസ് ലബ് സൗണ്ട് ഇസ് ഡ്യൂ ടു ദ ക്ലോഷർ ഓഫ് semilunar walls, opening of the tricuspid and bicuspid wall, opening of the semilunar walls, closure of the tricuspid and bicuspid walls. Right answer. Okay, Sharu. The answer you, lub dub sound, lub dub ഇങ്ങനെയാണല്ലേ ബീറ്റ് ചെയ്യുക. ആ ലബ് സൗണ്ട് എന്ന് പറയുന്ന ട്രൈക്കസ്പിഡ് ആൻഡ് ബൈക്കസ്പിഡ് വാൽവുകൾ അടയുമ്പോഴാണ്. ഡബ് സൗണ്ട് എന്ന് പറയുമ്പോൾ തൊട്ട് താഴെയുള്ള സെമി ലൂണാർ വാൾസ് അടയുമ്പോൾ ആണ്. ഓക്കെ, യെസ്. അപ്പൊ ഡ്യൂ ടു ദ ക്ലോഷർ ഓഫ് ട്രൈക്കസ്പിഡ് ആൻഡ് ബൈക്കസ്പിഡ് വാൽവ് ആണ് ലബ് സൗണ്ടിന്റെ കാരണം എന്ന് നമുക്ക് പറയാം. ഓക്കെ,
അപ്പൊ അടുത്ത ചോദ്യമേ D option പക്ക. Again match the following question. Female external genitalia. Mons pubis, clitoris, hymen, labia. Okay. Labia majora. Fleshy fold of tissue surrounding the vaginal opening. Fatty cushion of cells covered by skin and hair. Tiny finger-like structure above labia minora. Thin membrane-like structure covering vaginal opening. Just match you. പെട്ടെന്ന് മാച്ച് ചെയ്തോളൂ. പെട്ടെന്ന് മാച്ച് ചെയ്തോളൂ. ഓൾമോസ്റ്റ് ഒരു 22 ക്വസ്റ്റ്യൻസ്. 10 ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആക്കാം. വേഗം ആൻസർ ചെയ്യൂ. ഹൈമൻ ആണ് തിൻ മെംബ്രേനിയസ് സ്ട്രക്ചർ കവറിംഗ് ദ വജൈന അല്ലെ. സോ C4 യെസ്. ഒറ്റ ഇതിൽ തന്നെ എനിക്ക് ആൻസർ കിട്ടിയേ. ഒറ്റ ഇതിൽ തന്നെ എനിക്ക് ആൻസർ കിട്ടി. C4. ബാക്കിയൊന്നും ആക്ച്വലി C3, C2, C1 ഇതെല്ലാം ഞാൻ എലിമിനേറ്റ് ചെയ്തു. ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്തോട്ടെ. A ആണ്. ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്തോട്ടെ. A2 മോൺസ് പ്യൂബസ് ഫാറ്റി കുഷൻ ഓഫ് സെൽസ് കവേർഡ് ബൈ സ്കിൻ ആൻഡ് ഹെയർ. ഓക്കെ, മോൺസ് പ്യൂബസ് ഏറ്റവും മുകളിലത്തെ പോർഷൻ ഉള്ളത്. ഇനി B3 ക്ലിറ്റോറിസ് ആണ്. ടൈനി ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ അബവ് ലാബിയ മൈനോറ. ലാബിയ മെജോറ എന്ന് പറയുമ്പോൾ അഗെയിൻ എന്താണ്? D ആണ്. ഫ്ലഷി ഫോൾഡ് ഓഫ് ടിഷ്യൂ സറൗണ്ടിങ് ദ വെജൈനൽ ഓപ്പണിംഗ്. വെജൈനൽ ഓപ്പണിംഗ് ആണ് അത് സറൗണ്ട് ചെയ്യുന്നത്. ക്ലിയർ? യെസ്, ഓപ്ഷൻ എ. അപ്പൊ അടുത്ത ചോദ്യം, അന്യൂപ്ലോയിഡ് ഈസ് എ ക്രോമസോമൽ ഡിസോർഡർ അതായത് ട്രൈസോമി മോണോസോമി ഒക്കെ അന്യൂപ്ലോയിഡിന്റെ എക്സാമ്പിൾസ് ആണ്. വേർ ക്രോമസോം നമ്പർ ഇസ് നോട്ട് ദ എക്സാക്ട് കോപ്പി ഓഫ് ദ ഹാപ്ലോയിഡ് സെറ്റ് ഓഫ് ക്രോമസോംസ് ഡ്യൂ ടു. ആക്ച്വലി അന്യൂപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ട്രൈസോമി മോണോസോമി അല്ലെ. ട്രൈസോമി എന്ന് പറയുമ്പോൾ ഒരെണ്ണം അഡീഷൻ ആയിട്ട് വരുന്നത്, മോണോസോമി എന്ന് പറയുമ്പോൾ ഡിലീറ്റഡ് ആകുന്നത്. റൈറ്റ്? അപ്പം ഇങ്ങനെയുള്ള അഡീഷൻസും ഡിലീഷൻസും എങ്ങനെയാണ് സംഭവിക്കുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ, അഡീഷൻ, ഡിലീഷൻ, ട്രാൻസ്ലോക്കേഷൻ, ഇൻവേർഷൻ. ഞാൻ ഓൾറെഡി ആൻസർ പറഞ്ഞു അല്ലെ. മോണോസോമി ആൻഡ് ട്രൈസോമി ആണ് അന്യൂപ്ലോയിഡിന്റെ അണ്ടറിൽ വരുന്നതെന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. അതാണ് റൈറ്റ് ആൻസർ. ഏതാണ് റൈറ്റ് ആൻസർ? ഏതാണ് റൈറ്റ് ആൻസർ? ഏതാണ് റൈറ്റ് ആൻസർ? യെസ്, അഡീഷൻ ആൻഡ് ഡിലീഷൻ കാരണമാണ്. അഡീഷൻ കാരണമാണ് ട്രൈസോമി വരുന്നത്. മോണോസോമി ഡിലീഷൻ കാരണമാണ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ബി ആൻഡ് സി. ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മക്കളെ അടുത്ത ചോദ്യം ഇതാ പിടിച്ചോ. അടുത്ത ചോദ്യം, മാച്ച് ദ ഫോളോയിങ്. ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. പാർച്ചുറേഷൻ, പ്ലാസെന്റ, കൊളസ്ട്രം, ഫിംബ്രിയെ, several antibodies for newborn babies, collection of ovum after ovulation, fetal ejection reflex, secretion of the hormone HCG. എങ്ങനെ മാച്ച് ചെയ്യാം? പാർച്ചുറേഷൻ പ്രസവ സമയത്താണ് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ് ഉണ്ടാവുന്നത്. പ്ലാസെന്റ HCG സെക്രീറ്റ് ചെയ്യുന്നു. കൊളസ്ട്രം ആണ് ന്യൂ ബോണിനുള്ള ആന്റിബോഡീസ് റിലീസ് ചെയ്യുന്ന ബ്രസ്റ്റ് മിൽക്ക്. ഫിംബ്രി ആണ് ഓവുലേഷന്റെ സമയത്ത് ഓവത്തിനെ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ആൻസർ ഏതാ വരാ? ഓൾറെഡി ആൻസർ ചെയ്തു അല്ലെ. ഏതാ ആൻസർ വരാ? ഓപ്ഷൻ എ. റൈറ്റ്? യെസ്, ഓപ്ഷൻ എ. സിയോ? സി ആൻസർ പറഞ്ഞേ. ജെനി സി ആണോ? ജെനി തെറ്റിയിട്ടുണ്ടല്ലോ. ജെനി എവിടെയാണ് സി പറഞ്ഞത്? A2 ആണോ? പാർച്ചുറേഷൻ, കളക്ഷൻ ഓഫ് ഓവം ആഫ്റ്റർ ഓവുലേഷനോ? ശ്രദ്ധിക്കണേ ജെനി, ഒന്നും കൂടെ പ്രോപ്പർ ആയിട്ട് ശ്രദ്ധിക്കൂ. ജെനി ഇത് ശ്രദ്ധിക്കൂ. ജെനി ഡിയർ ശ്രദ്ധിക്കൂ. മനസ്സിലായോ? ജെനിക്ക് എവിടെയാ തെറ്റിയെന്ന് മനസ്സിലായോ? എന്തോ അശ്രദ്ധയാണ്. No, Faiz, I was not there. You are wrong, Fayaz. Okay. Yes, A. ജെനി ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ജെനി ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഉറപ്പുവരുത്തട്ടെ. അടുത്ത ചോദ്യമേ, again match following. Squamous epithelium, ciliated epithelium, glandular epithelium, compound epithelium. ഇപ്പോഴത്തെ goblet cells of alimentary canal, inner lining of pancreatic ducts, walls of blood vessel, inner surface of fallopian tube. Just match you. Match ചെയ്തോളൂ. Match you. Please match ചെയ്യടാ. ഓക്കെ, പെട്ടെന്ന് മാച്ച് ചെയ്യേ.
സ്ക്വാമസ് എപ്പിത്തീലിയം എവിടെയും കാണാൻ പറ്റുക? ബ്ലഡ് വെസൽസ്, വാൾസ്, ആൽവിയോളയിലൊക്കെ കാണാൻ പറ്റൂ അല്ലെ. അതേപോലെ സീലിയേറ്റഡ് എപ്പിത്തീലിയം എവിടെ കാണാൻ പറ്റും? ഫാലോപ്പിയൻ ട്യൂബിലൊക്കെ, ആ മൂവ്മെന്റിന് വേണ്ടിയിട്ട്. ഓക്കെ. ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം ഗോബ്ലെറ്റ് സെൽസ് എന്തെങ്കിലുമൊക്കെ സെക്രീഷൻ നടത്തുന്നു. കോമ്പൗണ്ട് എപ്പിത്തീലിയം സ്വാഭാവികമായിട്ടും ഇന്നർ ലൈനിങ് ഓഫ് പാൻക്രിയാറ്റിക് ഡക്ട്. ദാറ്റ് ഇസ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഓക്കെ, ഗുഡ്. അപ്പൊ അടുത്ത ചോദ്യം ഒരു 15 ക്വസ്റ്റ്യൻസും കൂടെ വെയിറ്റ് ചെയ്യാം. ബി ലിംഫോസൈറ്റ്സ്, ഇന്റർഫെറോൺസ്, ടി ലിംഫോസൈറ്റ്സ്, കൊളസ്ട്രോം. ഇപ്പോഴത്തെ പാസീവ് ഇമ്മ്യൂണിറ്റി, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി, പ്രൊഡ്യൂസ് an army of proteins in response to pathogen, innate immunity. Okay, yes, കൊളസ്ട്രോം ഇവിടെ പാസീവ് ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നു. ബി ലിംഫോസൈറ്റ്സ്, ഇന്റർഫെറോൺസ്, ടി ലിംഫോസൈറ്റ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. ബി ലിംഫോസൈറ്റ് ആണ് ആർമി ഓഫ് പ്രോട്ടീൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന. ഇന്റർഫെറോൺ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. ഏതാണ് ആൻസർ വരുന്നത്? ഡി ആണോ? നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. A3, റൈറ്റ്? A3 വരുന്നത് സി ആണല്ലോ. സി. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യന്റെ ആൻസർ ആണോ പറഞ്ഞത്? അല്ല. യെസ്. ഇതിന്റെ ആൻസർ നിങ്ങള് കമന്റ് കാണാൻ പറ്റുന്നില്ലല്ലോ. ഒന്ന് പെട്ടെന്ന് ആൻസർ ചെയ്യൂ. ഇത് A3, B4, C2 ആൻഡ് D1. സി ആണ് ആൻസർ. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ആരും കമന്റ് ചെയ്യുന്നില്ല. കമന്റ് ഒക്കെ സ്ലോ ആയി. രാത്രി ആയതുകൊണ്ടാണോ? ഒരു 10-15 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യൂ. 15 മിനിറ്റും കൂടെ. യെസ്, ഓക്കെ. കമന്റ്സ് ലാഗ് ആയതാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അടുത്ത ചോദ്യം, expressed sequence tag refers to. expressed sequence tag and sequence annotation ഉണ്ട് അല്ലെ, രണ്ട് മെത്തഡോളജീസ് ഹ്യൂമൻ ജീനോം പ്രൊജക്ടിന്റെ. അതിലെ expressed sequence tag എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്. expressed sequence tag refers to all genes that are expressed as proteins, all genes whether expressed or unexpressed, certain important expressed genes, all genes that are expressed as RNA. മിസ് ടൈം കൂടിയപ്പോൾ വട്ടായതാണ്. ബിക്കോസ് സി കൊളസ്ട്രോൾ ഓപ്ഷൻ വെച്ചു. ഞാൻ കറക്റ്റ് ഗസ് ചെയ്ത, അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചു. പക്ഷെ കൊളസ്ട്രോൾ ഓപ്ഷൻ സി പെട്ടെന്ന് ആബ്സെന്റ് മൈൻഡ് ആണ്. ഓക്കെ ജെനി, ഫൈൻ. ഓക്കെ, ശ്രദ്ധിക്കുക കേട്ടോ. യെസ്, എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ് എന്താണ്? ഓൾ ജീൻസ് ദാറ്റ് ആർ എക്സ്പ്രസ്ഡ് ആസ് പ്രോട്ടീൻസ് ആണോ, അല്ലെങ്കിൽ ഓൾ ജീൻസ് ദാറ്റ് ആർ എക്സ്പ്രസ്ഡ് RNA ആണോ, ഓൾ ജീൻസ് വെദർ എക്സ്പ്രസ്ഡ് അൺഎക്സ്പ്രസ്ഡ് ആണോ, സർട്ടൻ ഇമ്പോർട്ടന്റ് എക്സ്പ്രസ്ഡ് ജീൻസ് ആണോ? ഏതാ ആൻസർ വരാ? വേഗം നോക്കൂ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഓൾ ജീൻസും അല്ല, സർട്ടൻ ഇമ്പോർട്ടന്റ് ജീൻസും അല്ല. എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ് എന്ന് പറയുമ്പോൾ എക്സ്പ്രസിംഗ് റീജിയനെ മാത്രമാണ് നമ്മൾ കോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാം. അതിൽ പ്രോട്ടീൻസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ജീൻസിനാണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ RNA ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതാണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? DNA ഡയറക്ട്ലി നെക്സ്റ്റ് RNA ആരൊക്കെ കോഡ് ചെയ്യുന്നു അവരെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? സീക്വൻസ് ചെയ്യുന്നു. സോ ദാറ്റ് ഇസ് ഓപ്ഷൻ ഡി. ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, given below are two statements. Statement 1, a protein is imagined as a line. The left end, okay, ഒരു പ്രോട്ടീനെ നമ്മൾ ഒരു ലൈൻ ആയിട്ട് ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ this is the left end and this is the right end. Okay, left end is represented by the first amino acid, which is C terminal, and right end represented by last amino acid N terminal. Okay. Statement 2, adult hemoglobin consists of 4 subunits, 2 subunits of alpha type and 2 subunits of beta type. Okay. പറയൂ. ഫയാസിന്റെ പേര് ബ്ലെസ്സി ട്ടോ. BLESSY, ബ്ലെസ്സി. ഓക്കെ, ബ്ലെസ്സി എന്നാണ് പേര്. ഓക്കെ, അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു നോക്കൂ. എന്ത് ഫീൽ ചെയ്യുന്നു ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും? ആദ്യം പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങൾ കറക്റ്റ് ആണ്. ഇത് ലെഫ്റ്റ് എൻഡ്, ഇത് റൈറ്റ് എൻഡ്. ഇത് ഫസ്റ്റ് അമിനോ ആസിഡ് ആണ് ഇവിടെ കാണുന്നത് ലാസ്റ്റ് അമിനോ ആസിഡ് ആണ്. പക്ഷെ ഈ ടെർമിനൽ എന്ന് പറയുന്നത് സി ടെർമിനൽ അല്ല, ഇറ്റ്സ് എൻ ടെർമിനൽ. ഇവിടെ ഉള്ളത് എൻ ടെർമിനൽ അല്ല, ഇറ്റ്സ് സി ടെർമിനൽ. ആൻഡ് ദാറ്റ്സ് വൈ ദി സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ്. പക്ഷെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. റൈറ്റ്, യെസ്. അപ്പൊ ആൻസർ ചെയ്താ വരാം. സ്റ്റേറ്റ്മെന്റ് 1 is false and statement 2 is correct. Okay, സജി. അപ്പൊ അടുത്ത ചോദ്യം, broad palm with a single palm crease is visible in a person suffering from broad palm. Characteristic palm crease നമുക്ക് ഏത് ഡിസീസിലാ കാണാൻ പറ്റുക? ഷോ മിസ് എഴുതി ഒടുക്കേണ്ടി വരും. അതെ, യെസ്, അതെ, ഹിലാൽ. ഓക്കെ, എല്ലാരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പേര്. ഓക്കെ, അപ്പൊ എനിവേ
broad palm with a characteristic palm crease, Turner syndrome, Klinefelter syndrome, thalassemia, Down syndrome. ഏതിലാണ് വരിക? Just answer you. Answer you. Answer. വേഗം വേഗം വേഗം. Yes, option D, Down syndrome. Right. Yes. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, match the following. Tinea, Paramecium, Periplaneta, Ferretima. ഇപ്പുറത്തെ Nephridia, contractile vacuole, plain cell, uricose gland. എങ്ങനെ മാച്ച് ചെയ്യും? ടീനിയ പ്ലാറ്റിഹെൽമിന്തസ് ആണ് അല്ലേ, പ്ലെയിൻ സെൽ ആണ് അവരുടെ വരുന്നത്. ഫെറട്ടിമ എന്ന് പറയുന്ന ആരാണ്? ഏർത്ത്വം ആണ്. അനലിഡ്സ്, നെഫ്രീഡിയ. പെരിപ്ലാനേറ്റ, കോക്രോച്ച്, യൂറിക്കോസ് ഗ്ലാൻഡ്, പാരമീസിയം, കൺട്രാക്ടൈൽ വാക്യൂം. അപ്പൊ ആൻസർ എന്ത് വരും? ഓക്കെ ഹിലാൽ, ഓക്കെ. Answer is option B. Very good. Clear. അപ്പൊ അങ്ങനെയാണെങ്കിൽ next question, which one of the following symbol represent mating between relatives in human pedigree analysis? Mating between relatives എന്ന് വെച്ചാൽ consanguineous marriage. ഇതിൽ ഏതാണ് consanguineous marriage represent ചെയ്യുന്നത്? Mating between relatives. ഏത് ഓപ്ഷൻ ആണ് mating between relatives? Consanguineous marriage. Consanguineous marriage. വേഗം ബി ഒന്നും അല്ലേ? mating between relatives. Yes, A. രണ്ട് വരെ കാണുന്നതാണ് mating between relatives. A. അടുത്ത ചോദ്യം, in which blood corpuscles the HIV undergoes replication produces progeny viruses? എടാ ഈ കാണുന്നത് ഫുൾ PYQ ആണ് ട്ടോ. ഇതൊക്കെ PYQ ആണ്. നോട്ട് നിസാരമായി കാണരുത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇമ്പോർട്ടന്റ് ഏരിയാസ് ആണ്. ഫെമിലിയർ ആകുക. ഓക്കെ, അപ്പൊ HIV എവിടെയാണ് റെപ്ലിക്കേഷൻ നടത്തി പ്രോജനി വൈറസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബി ലിംഫോസൈറ്റ്, ബേസോഫിൽ, ഈസിനോഫിൽ ആൻഡ് TH ലിംഫോസൈറ്റ്സ്, TH സെൽസ്. എവിടെയാണ്? യെസ്, TH സെൽസ് ആണ്. റൈറ്റ്. അടുത്ത ചോദ്യം, മാച്ച് ദി ഫോളോയിങ്. ഹെറോയിൻ, മറിജുവാന, കൊക്കൈൻ, മോർഫിൻ. ഇഫക്റ്റ് ഓൺ കാർഡിയോവാസ്കുലർ സിസ്റ്റം, സ്ലോ ഡൗൺ ബോഡി ഫംഗ്ഷൻ, പെയിൻ കില്ലർ, ഇന്റർഫിയർ വിത്ത് ദ ട്രാൻസ്പോർട്ട് ഓഫ് ഡോപ്പമിൻ. ഇതിൽ ഏറ്റവും ഫസ്റ്റ് നമുക്ക് എന്ത് മാച്ച് ചെയ്യാം? മോർഫിൻ എന്ന് പറയുന്ന പെയിൻ കില്ലർ ആണ് അല്ലെ, സർജറിയുടെ സമയത്തൊക്കെ സെഡേറ്റീവ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ D3 ഒന്ന് നോക്കട്ടെ. D3. യെസ്, ഞാൻ ചുമ്മാ ഒരു ഓപ്ഷൻ എടുത്താണ്. ആ D3 എന്ന് തന്നെ എനിക്ക് ആൻസർ ഫയാസ്. എക്സാക്ട്ലി. ഓക്കെ, അപ്പം അതിൽ നിന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടി. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടി. റൈറ്റ്. ഓക്കെ, ആ ഒരൊറ്റ ഇതിൽ എനിക്ക് ആൻസർ കിട്ടി. ഇനി ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്താൽ മതി. A2, heroin, slow down body function. B1, marijuana, effect on cardiovascular system. C4, cocaine, interfere with the transport of dopamine. Okay, so answer is option D. Okay, only 10 more questions. ആരാ ചോദിച്ചത്? Nivya. 10 more questions. Stop. അപ്പം given below are two statements. In prokaryotes, the positively charged DNA is held with some negatively charged proteins in a region called a nucleoid. In eukaryotes, the negatively charged DNA is wrapped around the positively charged histone octamer to form nucleosome. രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് നോക്കൂ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? പോസിറ്റീവ്ലി ചാർജ്ഡ് DNA ആണോ? അല്ല, DNA is negatively charged. It is held with the positively charged proteins. That's wrong. പക്ഷേ statement 2 correct ആണ്. Negatively charged of DNA is wrapped around positively charged histone octamer to form nucleosome. And the right answer is option C. Statement 1 is incorrect, but statement 2 is true. Yes. എടാ ആൻസർ പറഞ്ഞില്ലല്ലോ ആരും. Come on. Where are you guys? Where are you guys? എവിടെ പോയി? Yes. Option 3. Very good. Shweta. അപ്പൊ അടുത്ത ചോദ്യം, which of the following is the sequence on corresponding coding strand if the sequence on mRNA is as follows? ഇത് mRNA ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോഡിംഗ് സ്ട്രാൻഡ് സീക്വൻസ് ഏതാണ്? നിങ്ങൾക്ക് അറിയാം, കോഡിംഗ് സ്ട്രാൻഡ് സീക്വൻസും mRNA സീക്വൻസും സെയിം ആണ്. പക്ഷെ കോഡിംഗ് സ്ട്രാൻഡിൽ എന്തായിരിക്കും? തൈമിനായിരിക്കും ഉണ്ടായിരിക്കുക. mRNA അത് യുരാസിലായിരിക്കും. ആ ഒരൊറ്റ ചേഞ്ച് ഉണ്ടാവുള്ളൂ അല്ലെ. സോ ആൻസർ കണ്ടുപിടിക്കൂ.
ആൻസർ കണ്ടുപിടിക്കൂ. ആൻസർ കണ്ടുപിടിക്കൂ. ആൻസർ കണ്ടുപിടിക്കൂ. ആ ഓക്കെ ശ്വേത, യു സെഡ് ദ ആൻസർ. ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ സ്ക്രീൻ ഔട്ടായി. ഓക്കെ ഓക്കെ, ക്വസ്റ്റ്യൻ ആൻസർ പറയൂ എന്നാല് വേഗം വേഗം. യെസ്, സെയിം സീക്വൻസ് ആണ് ബിയിൽ വരുന്നത്. ഒറ്റ ഡിഫറൻസ്, യുവിന്റെ സ്ഥാനത്ത് എന്തായി മാറി? ടി വന്നു എന്നത് മാത്രം. ഓക്കെ റൈറ്റ്. യെസ്. അപ്പൊ അടുത്ത ചോദ്യം, DNA polymorphism forms the basis of. DNA polymorphism എവിടെ കാണാൻ പറ്റും? DNA fingerprinting, both genetic mapping and DNA fingerprinting, translation, genetic mapping. എവിടെ കാണാം DNA polymorphism? Genetic mapping and DNA fingerprinting, translation, genetic mapping. എവിടെയാണ് കാണാൻ പറ്റുക? എവിടെയാണ് കാണാൻ പറ്റുക? പറയൂ. യെസ്, ജനറ്റിക് മാപ്പിംഗും DNA fingerprinting. അടുത്ത ചോദ്യമേ, the process of translation of mRNA to proteins begins as soon as. Translation എത്ര പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു? The larger subunit of ribosome encounters mRNA. Both subunits join together to bind with mRNA. tRNA is activated and the larger subunit of ribosome encounters mRNA. So small subunit of ribosome encounters mRNA. പറയൂ, വേഗം പറയൂ. നിങ്ങൾ പറയട്ടോ. Let me have some water. I'm here itself. കുറച്ച് വെള്ളം കുടിക്കാം. ഓക്കെ, യെസ്, സ്മോൾ സബ് യൂണിറ്റ് എൻകൗണ്ടർ ചെയ്യുന്ന സമയത്താണ് സ്മോൾ സബ് യൂണിറ്റ്, അതായത് mRNAയിലേക്ക് ഏറ്റവും ഫസ്റ്റ് സ്മോൾ സബ് യൂണിറ്റ് വരിക, അതിനുശേഷമാണ് ലാർജ് സബ് യൂണിറ്റ് വന്ന് എൻകൗണ്ടർ ചെയ്യുക. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഓക്കെ, ഫിഡാർ എ അല്ല, ലാർജർ സബ് യൂണിറ്റ് അല്ല കേട്ടോ ഫസ്റ്റ് വരിക. ഫസ്റ്റ് സ്മോൾ സബ് യൂണിറ്റ് വരും, അതിന് മുകളിലാണ് ലാർജ് സബ് യൂണിറ്റ് വരിക. അപ്പൊ അടുത്ത ചോദ്യം, കുറച്ച് ക്വസ്റ്റ്യൻ കൂടി ഉള്ളൂ, 5-6 ക്വസ്റ്റ്യൻ കൂടി ഉള്ളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് occurs due to the presence of autism linked dominant trait? autism linked dominant disorder എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരൊറ്റ autism linked dominant disorder പഠിക്കാനുള്ളൂ. മൈറ്റോണിക് ഡിസ്ട്രോഫി, ഹീമോഫീലിയ, തലാസീമിയ, സിക്കിൾ സെൽ അനീമിയ. വേഗം ആൻസർ കണ്ടുപിടിക്കൂ. വേഗം ആൻസർ കണ്ടുപിടിക്കൂ. ഓക്കെ ഫയാസ്, ഓക്കെ, സോ ഹാപ്പി ട്ടോ, സോ ഹാപ്പി ടു ഹിയർ. 4 വർഷം മുൻപ് ഞാൻ ഫയാസിനെ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഫയാസ് +1 +2 ക്ലാസ്സുകളിലായിരുന്ന സമയത്ത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ വീണ്ടും നീറ്റ് പഠിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണെങ്കിലും അടിപൊളിയായിട്ട് പഠിക്കുക കേട്ടോ ഫയാസ്. ഓക്കെ, യെസ്, ആൻസർ മയോട്ടോണിക് ഡിസ്ട്രോഫി, ഓപ്ഷൻ എ. ഓക്കെ, ഇപ്പൊ എനിക്ക് നല്ല പ്രായമുണ്ടെന്നാണ് ഫയാസ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, നൈട്രോജീനസ് വേസ്റ്റ് is excreted in the form of pellet or paste by. ഓക്കെ, നൈട്രോജീനസ് വേസ്റ്റ് പെല്ലറ്റിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു പേസ്റ്റിന്റെ പരുവത്തിൽ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ആര്? സലമാൻഡ്ര, ഹിപ്പോക്യാമ്പസ്, പാവോ, ഓർണിത്തോറിംഗസ്. മെയിൻലി ബേർഡ്സ് ആണ്. അപ്പൊ ഇതിൽ ആരാണ് ബേർഡ് എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പൊ ആരാണ് ബേർഡ് എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. ഹൂ ഇസ് ദ ബേർഡ് ഹിയർ? സലമാൻഡ്ര, ഹിപ്പോക്യാമ്പസ്, പാവോ, ഓർണിത്തോറിംഗസ്. ഓക്കെ, യെസ്, പാവോ ക്രിസ്റ്റാറ്റസ്. നമ്മളുടെ പീകോക്കിനെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ അടുത്ത ചോദ്യം, എടാ ഇനി 4 ക്വസ്റ്റ്യനും കൂടി ഉള്ളൂ, 4 ക്വസ്റ്റ്യനും കൂടി ഉള്ളൂ, ആകെ 4 ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ വായിച്ചോളൂ. നാച്ചുറൽ സെലക്ഷൻ where more individuals acquire specific character value other than the mean character value leads to. അതായത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ക്യാരക്ടർ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് പീക്ക്, ഇങ്ങോട്ടേക്കോ ഏതെങ്കിലും ഒരു
സൈഡിലേക്ക് പീക്ക് ഫോം ചെയ്യുന്നു. ഡയറക്ഷണൽ സെലക്ഷൻ, ഡിസ്റപ്റ്റീവ് ചേഞ്ച്, റാൻഡം ചേഞ്ച്, സ്റ്റെബിലൈസിങ് ചേഞ്ച്. ഏതാണ് ആൻസർ? യെസ്, പീകോക്ക് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ പറയൂ. ഒരു പെർട്ടിക്കുലർ ഫീച്ചർ സെലക്ടഡ് ആവുന്നു, ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ വാല്യൂന് സെലക്ഷൻ വരുന്നതിന് എന്താ പറയുന്നത്? സ്പെസിഫിക് ക്യാരക്ടർ വാല്യൂ ദാൻ ദ മീൻ വാല്യൂ സെലക്ടഡ് ആവുന്നു. ഏതാണ് ആൻസർ? അത് കഴിഞ്ഞ് ഇതിന്റെ ആൻസർ പറയൂ. യെസ്, ഡയറക്ഷണൽ സെലക്ഷൻ. വെരി ഗുഡ്. ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലേക്കാണ് സെലക്ഷൻ നടക്കുന്നത്. അപ്പൊ അടുത്ത ചോദ്യം, ഇൻ ദ ടാക്സോണമിക് കാറ്റഗറീസ് വിച്ച് ഹൈറാർക്കിക്കൽ അറേഞ്ച്മെന്റ് ഇൻ അസെൻഡിങ് ഓർഡർ ഇസ് കറക്റ്റ് ഇൻ കേസ് ഓഫ് ആനിമൽസ്? ദ കറക്റ്റ് ഓർഡർ നമുക്കറിയാം. ഏതാ ഓർഡർ? കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് അല്ലെ? ഓക്കെ, അപ്പൊ ഏതാണ് ഓർഡർ എന്ന് കണ്ടുപിടിക്കുക. വേഗം കണ്ടുപിടിച്ചോളാം. ആ യെസ്, അത് കഴിഞ്ഞു. ഓക്കെ, ഇതിന്റെ ആൻസർ പറയൂ. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. അപ്പൊ ഇതിലേതാ വരാ? കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഓപ്ഷൻ ഡി. വെരി ഗുഡ്. ഓക്കെ, ഞാൻ ഒന്ന് തിരിഞ്ഞപ്പോഴത്തേക്ക് ഇത്ര അധികം ആൻസേഴ്സ് വന്നു. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, which of the following is not the function of conducting part of respiratory system? കണ്ടക്ടിങ് പാർട്ട്, നമുക്ക് കണ്ടക്ടിങ് പാർട്ടും ഉണ്ട്, എക്സ്ചേഞ്ച് പാർട്ടും ഉണ്ട്. അപ്പൊ കണ്ടക്ടിങ് പാർട്ടിന്റെ ഫംഗ്ഷൻ അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ആ യെസ്, ഓക്കെ ജെനി. അപ്പൊ കണ്ടക്ടിങ് പാർട്ടിന്റെ ഫംഗ്ഷൻ അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻഹേൽഡ് എയർ ഇസ് ഹ്യൂമിഡിഫൈഡ്, കണ്ടക്ടിങ് പാർട്ടിന്റെ ഫംഗ്ഷൻ ആണോ? ടെമ്പറേച്ചർ ഓഫ് ഇൻഹേൽഡ് എയർ ഇസ് ബ്രോട്ട് ടു ബോഡി ടെമ്പറേച്ചർ, ഫംഗ്ഷൻ ആണോ? പ്രൊവൈഡ് സർഫസ് ഏരിയ ഫോർ ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്, ശ്രദ്ധിക്കുക. It clears inhaled air from foreign particle. Okay. Yes. ലാഗ് ഉണ്ട്. Okay. Yes, അപ്പൊ പറയൂ. ആക്ച്വലി ഇത് മൂന്നും നമ്മുടെ കണ്ടക്ടിങ് പാർട്ടിന്റെ ഫംഗ്ഷനാ. ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂഷൻ നടക്കുന്ന ഓപ്ഷൻ സി മാത്രമാണ് നമ്മളുടെ എക്സ്ചേഞ്ച് പാർട്ടിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓൾ റൈറ്റ്, ക്ലിയർ. അപ്പൊ അടുത്ത ചോദ്യമേ, at which stage of life the oogenesis process is initiated? oogenesis, female gametogenesis എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക? embryonic development stage, birth, adult, puberty. എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക? oogenesis എപ്പോ സ്റ്റാർട്ട് ചെയ്യും? oogenesis, embryonic development stage, birth, adult, puberty. എപ്പോഴാണ് സ്റ്റാർട്ട് ആവുക? യെസ്, എംബ്രിയോണിക് സ്റ്റേജിലെ സ്റ്റാർട്ട് ആവുന്നു. ഓപ്ഷൻ എ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കറക്റ്റ് മാച്ച് ഫോർ ഡിസീസ് ആൻഡ് ഇറ്റ്സ് സിംപ്റ്റംസ്? കറക്റ്റ് മാച്ച്, അതായത് ഇൻകറക്റ്റ് ആയിട്ടുള്ള കണ്ടുപിടിക്കുക, കറക്റ്റ് മാച്ച് കണ്ടുപിടിക്കുക. ടെറ്റനി, ഹൈ കാൽഷ്യം ലെവൽ കോസിംഗ് റാപ്പിഡ് സ്പാസം, മയസ്തീനിയ ഗ്രാവിസ്, ജനറ്റിക് ഡിസോർഡർ റിസൾട്ടിംഗ് ഇൻ വീക്കണിംഗ് ആൻഡ് പാരലിസിസ് ഓഫ് സ്കെലിറ്റൽ മസിൽ, muscular dystrophy and autoimmune disorder causing progressive degeneration of skeletal muscle, arthritis, inflamed joints. Okay, ഇതിലെ കറക്റ്റ് മാച്ച് കണ്ടുപിടിക്കുക. ഏതാണ് കറക്റ്റ് മാച്ച് വരാ? ശ്വേത പോയോ? ഇല്ല. ഓക്കെ, ശ്വേത ഞാൻ ക്വസ്റ്റ്യൻ മറന്നിട്ടില്ല കേട്ടോ. അപ്പൊ ഇത് കറക്റ്റ് മാച്ച് കണ്ടുപിടിക്കുക. ഓക്കെ, പഴയ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഏ പറയുന്നത്? ഈ ചോദ്യത്തിന്റെ കറക്റ്റ് മാച്ച് പറയൂ. ഈ ചോദ്യത്തിന്റെ കറക്റ്റ് മാച്ച്. ഓക്കെ, ഈ ചോദ്യത്തിന്റെ കറക്റ്റ് മാച്ച് പറയും. ടെറ്റനിയോ? ടെറ്റനി അല്ല കേട്ടോ ശ്വേത, ശ്രദ്ധിച്ചു വായിക്കണം. ടെറ്റനി ഡ്യൂ ടു ലോ കാൽഷ്യം ലെവൽ. തെറ്റിപ്പോകരുത്, അശ്രദ്ധ. ലോ കാൽഷ്യം ലെവൽ ആണ് ടെറ്റനി. റോങ് ആൻസർ. മൈസ്തീനിയ ഗ്രാവിസ്, ജനറ്റിക് ഡിസോർഡർ അല്ല. ഓട്ടോ ഇമ്മ്യൂൺ. muscular dystrophy, autoimmune അല്ല. genetic disorder. arthritis, inflammation of joints. Right, option D is the right answer. Yes, very good. ആരാണ് അത് പറഞ്ഞത്? നിവ്യ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, in a marriage between male with a blood group A and female with a blood group B, blood groupന്റെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, the progeny had either blood group A, B or B. Okay, what could be the possible genotype of the parents? അപ്പൊ മെയിൽ എയും ഫീമെയിൽ ബിയും, കുട്ടി എ ബിയോ ബിയോ മാത്രമേ ആകുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഉറപ്പാണ് കുട്ടി എ ബി അല്ലെങ്കിൽ ബി മാത്രമേ ആകുള്ളൂ എന്ന് പറയുമ്പം അത് നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പിക്കാം. ആക്ച്വലി നമുക്ക്
പാരന്റ്സ് എയും ബിയും എന്ന് പറയുമ്പോൾ രണ്ട് ഓപ്ഷൻസ്, രണ്ട് സാധ്യതകളാണ് ഉള്ളത്. ശ്രദ്ധിച്ചോ, ഒന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഈ പാരന്റ്, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഈ പാരന്റ്. അതേപോലെ ഈ പാരന്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും അല്ലെ. ഓക്കെ, ഇൻ കേസ് ഈ പാരന്റ്സ് ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ എ ബി ബ്ലഡ് ഗ്രൂപ്പ്, എ ബ്ലഡ് ഗ്രൂപ്പ്, ബി ബ്ലഡ് ഗ്രൂപ്പ്, ഒ ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ പോസിബിൾ ആയേനെ. അതല്ല സിറ്റുവേഷൻ. ഇവിടെ എന്താണ് പോസിബിൾ ആയിട്ടുള്ളത്? കുട്ടികൾ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഇതാണ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ബി ആണ്. അതിപ്പോ ഇങ്ങനെയാണോ അല്ലെങ്കിൽ ഇങ്ങനെയാണോ എന്ന് നമുക്ക് അറിയത്തില്ല. ഓക്കെ, ബട്ട് എനിവേ ഒരു കാര്യം ഉറപ്പാണ്, രണ്ട് പേരൻസിലും എയും ബിയും ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഇനി അത് മാത്രമല്ല, രണ്ട് പേരൻസിൽ എയും ബിയും ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ എ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാവുന്നില്ല. എ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാകുന്നില്ല എന്നതിന് അർത്ഥം എന്താണ്? എ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതല്ല സിറ്റുവേഷൻ, ബി മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താ? ആക്ച്വലി ഇവിടെ നോക്ക്, ഇവിടെ ബി ആണെങ്കിൽ, ഇവിടെ ബി ആണെങ്കിൽ, ഓക്കെ, അതായത് ഇത് രണ്ടുമാണ് നമ്മളുടെ കൺഫ്യൂഷൻ അല്ലെ. അപ്പൊ ഈ താഴത്തെ സിറ്റുവേഷനിൽ ഈ പറഞ്ഞ പ്രോസസ്സ് വർക്ക് ആവില്ല. ഇവിടെ ഐ ബി ആണെങ്കിൽ ഇത് ഓക്കെയാണ്, ഇവിടെ ഐ ബി ആണെങ്കിൽ അത് ഓക്കെയാണ്. ഓക്കെ, അപ്പൊ ഈ സിറ്റുവേഷനിൽ ഇവിടുന്ന് വരുന്ന ബ്ലഡ് ഗ്രൂപ്പ്സ് ഏതൊക്കെയാ? ഇവിടെ വരുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതൊക്കെയാണ്? യെസ്, യാ, റൈറ്റ്. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി ആൻസർ കിട്ടിയെന്ന് തോന്നുന്നു. അപ്പൊ സിറ്റുവേഷൻ മനസ്സിലായി എന്ന് തോന്നുന്നു. അതായത് എന്തുകൊണ്ടാണ് ഇവിടെയുള്ള ഐ നമ്മൾ സെലക്ട് ആക്കാതിരുന്നത്? ഇവിടെയുള്ള ഐ സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ അവിടെ ഓ ബ്ലഡ് ഗ്രൂപ്പ് വരും. ഓക്കെ, ഇനി ഇതാണ് സിറ്റുവേഷൻ, അതായത് ഇത് രണ്ടും ആണെങ്കിൽ അവിടെ എ ബി ബ്ലഡ് ഗ്രൂപ്പ് മാത്രമേ വരുള്ളൂ. അങ്ങനെയല്ല, ബി ബ്ലഡ് ഗ്രൂപ്പും കൂടെ വരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇതും ആണെങ്കിൽ ഈ പറഞ്ഞ സാഹചര്യം ഓക്കെ, കാരണം എ ബി വരുന്നുണ്ട്, അതേപോലെ പിന്നെ ബി മാത്രമാണ് വരുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ ബി. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടോ? ഞാൻ പറഞ്ഞത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്ത ചോദ്യം, ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ് അബൌട്ട് പ്ലിയോട്രോപ്പി. പ്ലിയോട്രോപ്പി ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ഇൻ പ്ലിയോട്രോപ്പി എ സിംഗിൾ ജീൻ പ്രൊഡ്യൂസസ് മോർ ദാൻ വൺ ഇഫക്റ്റ്. Starch synthesis in pea plants is controlled by one gene. Pea seeds having capital B genotype produce small starch grain. Small b homozygotes of pea produce wrinkled seeds. Okay. ഇതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ നിവ്യ, ഓക്കെ, അപ്പൊ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, പ്ലിയോട്രോപ്പി സിംഗിൾ ജീൻ പ്രൊഡ്യൂസസ് മോർ ദാൻ വൺ ഇഫക്റ്റ്. പ്ലിയോട്രോപ്പിയിൽ ഒരു ജീൻ മോർ ദാൻ വൺ ഇഫക്റ്റ്, ശരിയാണ്. സ്റ്റാർച്ച് സിന്തസിസ് കൺട്രോൾഡ് ബൈ വൺ ജീൻ. പീ സീഡ്സ് ഹാവിംഗ് ക്യാപിറ്റൽ ബി വരുമ്പോൾ അവിടെ സ്മോൾ സ്റ്റാർച്ച് ഗ്രെയിൻ അല്ല ലാർജ് സ്റ്റാർച്ച് ഗ്രെയിൻ. റോങ്. സ്മോൾ ബി വരുമ്പോൾ wrinkled seeds. ട്രൂ. So the right answer is yes, Fida, correct. Option C ആണ്. പുറത്തെ ചോദ്യം കൂടെ. Refer to the given figure. It is showing the characteristic feature of. Actually 100 ക്വസ്റ്റ്യൻ കഴിഞ്ഞു കേട്ടോ. എൻ്റെ കയ്യിൽ എക്സ്ട്രാ ഒരു ചോദ്യം ഇരുന്നുകൊണ്ട് ഞാൻ കാണിച്ചതേ ഉള്ളൂ. ആ ചോദ്യം കഴിഞ്ഞു. ഇത് ഞാൻ ഷോർട്സ് ആയിട്ട് തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. 100 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒരു ചോദ്യം എക്സ്ട്രാ ഇരുന്നുകൊണ്ട് ഞാൻ കാണിച്ചു. It is showing the characteristic feature of. ഇതിപ്പോ എന്തിന്റെ ഫീച്ചറാ? ഡൗൺ സിൻഡ്രോം, ടേണർ സിൻഡ്രോം, ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം, നൺ ഓഫ് ദീസ്. ഇതിന്റെ ആൻസർ യെസ്, ഡൗൺ സിൻഡ്രോം ആണ്. സോ ദാറ്റ് വാസ് ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫൈൻ. അപ്പൊ അത്രയുമാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. യെസ്, ഒറ്റ മിനിറ്റ്. ഇത് നിങ്ങൾക്ക് ഷോർട്സ് ആയിട്ട് തന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ തന്നെ ഉണ്ട്, അതിനകത്ത് ഇരിക്കുന്നേ ഉള്ളൂ. അല്ല, ഒന്നുമില്ല. ഇനി എനിക്ക് ശ്വേതയുടെ അടുത്താ പറയാനില്ല. ശ്വേത, ഞാൻ മറന്നിട്ടില്ല, അതാണ് ഞാൻ ഒറ്റ മിനിറ്റ് എന്ന് പറഞ്ഞത്. ശ്വേത. അപ്പൊ ശ്വേതയ്ക്ക് ഡബിൾ മെംബ്രേനിയസ് ആയിട്ടുള്ള സെൽ ഓർഗനൽസ്, സിംഗിൾ മെംബ്രേനിയസ് ആയിട്ടുള്ള സെൽ ഓർഗനൽസ്, അതേപോലെ നോൺ മെംബ്രേനിയസ് ആയിട്ടുള്ള സെൽ ഓർഗനൽസ്. ഓക്കെ, യെസ്, ഹോംവർക്ക് വേണോ? ഇപ്പൊ തരാം. ഓക്കെ, അപ്പൊ ഈ സെൽ ഓർഗനൽസ് ആണ്. അപ്പൊ ഡബിൾ മെംബ്രേനിയസ് ആയിട്ടുള്ള സെൽ ഓർഗനൽസ് ആയിട്ട് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലോറോപ്ലാസ്റ്റ്, മൈറ്റോകോൺട്രിയ. ആക്ച്വലി നമ്മള് ന്യൂക്ലിയസിനെ ഓക്കെ, ബൈ. അപ്പൊ ന്യൂക്ലിയസിനെയും നമ്മൾ എന്താണ്, ഒരു സെൽ ഓർഗനൽ ആയിട്ടാണ്, കൈൻഡ് ഓഫ് സെൽ ഓർഗനൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്.
അപ്പൊ ഡബിൾ മെംബ്രെയിൻ ഉള്ളത് ന്യൂക്ലിയസിന്, അതേപോലെ ക്ലോറോപ്ലാസ്റ്റിന് മൈറ്റോകോൺട്രിയയ്ക്ക്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ആക്ച്വലി ക്ലോറോപ്ലാസ്റ്റ് മൈറ്റോകോൺട്രിയ പണ്ട് ഒരുപാട് നാൾ മുമ്പ് മറ്റ് ജീവികളായിരുന്നു. അത് മ്യൂച്വലിസം, അത് പിന്നെ നിങ്ങൾ ഹയർ ക്ലാസ്സിൽ പഠിക്കും. മ്യൂച്വലിസം നടന്നിട്ടാണ് ഇവർ നമ്മളുടെ യൂക്യാരിയോട്ടിക് സെല്ലിന്റെ ഉള്ളിൽ കയറിയിട്ട് ഒരു സെൽ ഓർഗനൽ ആയിട്ട് മാറി എന്നൊക്കെ പറയുന്ന തിയറീസ് ഉണ്ട്. ഓക്കെ ഓക്കെ ഹിലാൽ, ഓക്കെ ഹിലാൽ, ഓക്കെ. അപ്പം താങ്ക് യു ജെനി, താങ്ക് യു. അപ്പൊ ഞാൻ ഈ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. അപ്പം ഇത്ര മാത്രം ഓർത്ത് വെക്കുക ശ്വേത. മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ്, അതേപോലെ ന്യൂക്ലിയസ്, മറ്റ് പ്ലാസ്റ്റിഡുകൾ ഡബിൾ മെംബ്രെയിനസ് ആയിട്ടുള്ളത്. ക്ലിയർ. ഇനി സിംഗിൾ മെംബ്രെയിൻ ഉള്ളത് നമ്മളുടെ ലൈസോസോം, ഗോൾജി, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, വാക്യൂൾ, ഇവരൊക്കെ സിംഗിൾ മെംബ്രെയിൻ ആണ്. ഇനി നമ്മളുടെ റൈബോസോം, സൈറ്റോസ്കെലിറ്റൻ, സെൻട്രിയോൾ ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നോൺ മെംബ്രെയിനസ് ആണ്. ക്ലിയർ, ക്ലിയർ ആണോ? യെസ് യെസ്, ഡബിൾ മെംബ്രെയിനസ്. മൈറ്റോകോൺട്രിയ, ന്യൂക്ലിയസ്, പ്ലാസ്റ്റിഡുകൾ എന്ന് പറയാം. ഞാൻ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. നോൺ മെംബ്രെയിനസ് ആയിട്ട് റൈബോസോം, സൈറ്റോസ്കെലിറ്റൻ, സെൻട്രിയോൾ ഒക്കെ എക്സാമ്പിൾ ആണ്. അതേപോലെ സിംഗിൾ മെംബ്രെയിനസ് ആയിട്ട് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, ലൈസോസോം ഉണ്ട്, ഗോൾജി ഉണ്ട്, വാക്യൂൾ ഉണ്ട്. ഇത്ര മാത്രം ഓർത്തിരിക്കുക കേട്ടോ. യെസ്, ഓക്കെ, റൈറ്റ്. ഓക്കെ ഓക്കെ, അപ്പൊ അത്രയാണ്. സോ താങ്ക് യു എവറിബഡി. സമയം 10:45 അല്ലേ? അപ്പൊ നന്നായിട്ട് പഠിക്കൂ. നമുക്ക് ഇനിയും സെഷൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അടുത്ത തിങ്കളാഴ്ചയും ചൊവ്വാഴ്ച നിങ്ങൾ വീണ്ടും എന്നെ കാണണം തോന്നുന്നു. ലാക്കോപ്രോൺ, which one is inducer and which one is repressor? Please ma'am tell in English. Okay Nivya, okay, listen Nivya. In case of lacoperon, the inducer is lactose itself. Okay, lactose is the actual substrate during lacoperon. Lactose itself is the inducer. Okay, lactose itself is the inducer, and this lactose comes in the form of allolactose. Please note that. Sometimes you will get option lactose only. Sometimes the option will be allolactose. Don't get confused. Allolactose is actually lactose itself. Okay, and we don't have any particular name for the repressor. It is known as repressor itself. Repressor is a protein produced from the repressor mRNA from the repressor gene. Okay, it doesn't have a name. Okay, clear? Clear, Nivya? We don't have a name to study for repressor. Is that clear? ഇല്ല, ഇന്ന് ഹോംവർക്ക് ഇല്ല ജെനി. ഓക്കെ ആണോ? നിവ്യ, is that clear? ഇനി ആർക്കെങ്കിലും any doubts? Any more doubts for anyone? If everything is all right, we will wind up the session now. നിങ്ങൾക്ക് ഇനി ഡൗട്ട് വരാണെങ്കിലും no problem. Even after the session, if you are having any doubts, you can comment below. Okay. Thank you, Nivya. നിങ്ങൾക്ക് to all the students I'm telling, not only to Kerala students, to all students of India, I'm telling whoever is seeing this live, if you are having any doubts in biology, in botany or zoology, in any particular topics, you just please comment below. Okay, I will be giving you a